എൻ്റെ കുട്ടി ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? ഹൗ ദ ഹെൽ ഡസ് ഐ നോ? ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം സംസാരിക്കാം. കഴിഞ്ഞ വർഷം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. കുട്ടി ആത്മഹത്യ ചെയ്തത് NIT കാലിക്കറ്റിൽ നിന്ന്. ആ കുട്ടി നീറ്റിന് റിപ്പീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു പാരന്റ് വിളിച്ചു, MBBS അബ്രോഡ് പോകണോ അതോ BTech കമ്പ്യൂട്ടർ സയൻസിന് പോകണോ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതാണോ നമ്മുടെ മുമ്പിലുള്ള അവസാനം രണ്ട് ചോയ്സ്? LPU, നമ്മൾ പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, കഴിഞ്ഞ വർഷം അവിടുത്തെ ഒരു ഇൻടേക്ക് BTech CSCക്ക് മാത്രം 8000 സ്റ്റുഡൻസ് ആണ് എന്നുള്ളത്. ആൾക്കാർ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയിട്ട് അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരിക്കലും രസമുള്ള സംഭവമല്ല. ട്രെൻഡുകളുടെ പിറകെ പോവുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. AI എന്നുള്ളത് എല്ലാ ഫീൽഡിലും ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയാണ് ശരിക്കും ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? അതിനൊരു ഫ്രെയിംവർക്ക് ഉണ്ടോ? ഞാൻ ഫോളോ ചെയ്യുന്ന ഫ്രെയിംവർക്ക് ഞാനത് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്, ഇപ്പോൾ നമ്മളെത്ര പഠിപ്പിച്ചാണ്, നമ്മളെത്ര നല്ലതായി പഠിക്കാനുള്ള കഴിവാണെങ്കിൽ പോലും ചില കുട്ടികളുണ്ടാവും വളരെ ക്യൂരിയസ് ആയിട്ട് ഒരു കാര്യത്തിന് പിന്നിലുള്ള കാര്യം അന്വേഷിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനും ഫ്രെയിംവർക്ക് ഉണ്ട്. ഇനി ചൂസ് ചെയ്യാൻ പറ്റിയിട്ട് അവർക്കത് റൈറ്റ് കരിയർ അല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി ഇതിൻ്റെ കൂടെ ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശരിക്കും ലൈഫിൽ എന്താ വേണ്ടതെന്ന് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ വീട് പണയം വെച്ച് ഇന്ന് പോവേണ്ട ഒരു കോഴ്സാണോ MBBS എന്നുള്ളത്? MBBS അല്ല, ഏതൊരു കോഴ്സും നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിയുടെ ഒരു ബേസിക് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും അവൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആസ് എ പാരന്റ് നിങ്ങൾ വലിയൊരു ഫെയിലിയർ ആണ്. എട്ട് വർഷങ്ങൾ മുമ്പ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ചെയ്ത ആദ്യത്തെ വീഡിയോ 12th കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യണം എന്നതായിരുന്നു. ഇന്നിതാ വീണ്ടും ഒരു മെയ് മാസം വന്നിരിക്കുകയാണ്. റിസൾട്ടുകൾ വരുന്ന കുട്ടികളും പേരൻസും ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുക്കുന്ന സമയം. നിർഭാഗ്യവശാൽ കൃത്യമായൊരു ഫ്രെയിംവർക്ക് ഇല്ലാതെയാണ് പലരും ഈ ഡെസിഷൻ ഇന്നും എടുക്കുന്നത്. ഒന്നുകിൽ ഡോക്ടർ, എഞ്ചിനീയർ, CA പോലുള്ള കൺവെൻഷണൽ പാത്ത് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താ കണ്ണടച്ച് ട്രെൻഡ് അങ്ങ് ഫോളോ ചെയ്യും. എന്തായാലും അവസാനം സാമ്പത്തിക ഭദ്രതയോ സമാധാനമോ ഇല്ലാത്ത ഒരു കരിയറിൽ ചെന്ന് നമ്മുടെ കുട്ടികൾ ചാടുന്നു. കുട്ടികൾ ജീവിതത്തിൽ ഡിസപ്പോയിന്റഡ് ആകുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ചിലവാക്കുന്ന കരിയർ തിരഞ്ഞെടുക്കുന്നത് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ഞാൻ അജ്മൽക്ക എന്ന് വിളിക്കുന്ന മുഹമ്മദ് അജ്മൽ സീനെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നത്. IIT മദ്രാസിൽ നിന്ന് BTechും MTechും പഠിച്ചിറങ്ങി ഇന്റലിൽ 10 വർഷം വർക്കും ചെയ്ത അജ്മൽക്ക് ഇന്ന് അൺലേൺ വിത്ത് അജ്മൽ എന്ന ചാനലിലൂടെയും XNY ലേണിംഗ് എന്ന EdTech കമ്പനിയിലൂടെയും ഈ ഒരു വിഷയത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും റെസ്പെക്റ്റഡ് വോയിസസിൽ ഒന്നാണ്. എനിക്ക് അദ്ദേഹത്തെ ശരിക്കും 16 വർഷങ്ങളായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അജ്മൽ ക എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും PM ഫൗണ്ടേഷൻ എന്ന NGOന്റെ ഫെല്ലോഷിപ്പ് നേടിയവരാണ്. അജ്മൽക്ക് 2007-ലും ഞാൻ 2010-ലും. മാത്രമല്ല ഞങ്ങളുടെ ഉപ്പാമാർ, ഞങ്ങളുടെ ഫാദേഴ്സ് കോളേജ് ബാച്ച്മേറ്റ്സുമായിരുന്നു. അത്രയും അടുത്ത ബന്ധവും റെസ്പെക്റ്റും എനിക്ക് അദ്ദേഹത്തോടുണ്ട്. യാതൊരുവിധ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചത്. കരിയർ സെലക്ട് ചെയ്യാൻ വളരെ സയന്റിഫിക് ആയ ഒരു 5 സ്റ്റെപ്പ് ഫ്രെയിംവർക്കാണ് അദ്ദേഹം ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇത് കൃത്യമായി അപ്ലൈ ചെയ്താൽ ഏതൊരു കുട്ടിക്കും അനുയോജ്യമായ കരിയറിലേക്കും ജീവിത വിജയത്തിലേക്കും എത്താൻ സാധിക്കും. ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളും ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി പേരൻസും ടീച്ചേഴ്സും ഈ പോഡ്കാസ്റ്റ് കണ്ടിരിക്കണം. അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട്, ഈ പോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡിറ്റോ ആണ്. ഹെൽത്ത് ഓർ ടേം ഇൻഷുറൻസ് എടുക്കാൻ ഇന്നുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോം. മലയാളം സപ്പോർട്ട് ഉണ്ട്, സ്പാം ചെയ്യില്ല, ആൻഡ് ക്ലെയിമിന്റെ ടൈമിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. വിശ്വസിച്ച് ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. വെൽക്കം ടു അതിശക്തം പോഡ്കാസ്റ്റ് ഓൺ ഹൗ ടു ചൂസ് യുവർ കരിയർ വിത്ത് മുഹമ്മദ് അജ്മൽ സി. ഗുഡ് സ്ട്രാറ്റജി ബാഡ് സ്ട്രാറ്റജി എന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ അതിൽ സ്ട്രാറ്റജി ഉണ്ടാക്കണമെങ്കിൽ, അതായത് നമ്മളൊരു ഒരു സൊല്യൂഷൻ, സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു പ്ലാനാണ്. പ്ലാൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഒരു പ്ലാനോ സൊല്യൂഷനോ മുന്നിലേക്ക് വെക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയണം എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്, അല്ലേ? ആദ്യം ഡയഗ്നോസിസ് നടത്തി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായിട്ടുള്ള സൊല്യൂഷൻ മുന്നിലേക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് കുട്ടികൾക്ക് വേണ്ടത്, എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയം, അതിന് സൊല്യൂഷൻ കൊടുക്കുന്നതിന് മുൻപ് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം സംസാരിക്കാം. പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ ഒന്ന് ആഴത്തിലേക്ക് പോയതിനു ശേഷം നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് റോങ് ടുഡേ? ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, എങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഒരു പാരന്റിനും കുട്ടിക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് ഞാൻ ഷാരിഖിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ, ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എന്നെ ഒരു പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി നീറ്റ് പരീക്ഷയ്ക്ക് 2 വർഷമായി റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ 2ാമത്തെ വർഷമായിട്ടും കിട്ടില്ല. നീറ്റ് MBBS അബ്രോഡ് പോകണോ അതോ BTech കമ്പ്യൂട്ടർ സയൻസിന് പോകണോ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതാണോ നമ്മുടെ മുമ്പിലുള്ള അവസാനം രണ്ട് ചോയ്സ്? ഇപ്പം നീറ്റ് കിട്ടിയില്ലെങ്കിൽ
പോകാവുന്ന ഒന്നാണോ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് എന്നതിന് കൂടെ സാഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് ഒരു ന്യൂസ് കണ്ടു. കുട്ടി ആത്മഹത്യ ചെയ്തത് NIT കാലിക്കറ്റിൽ നിന്നാണ്. അപ്പം NIT കാലിക്കറ്റിൽ ആത്മഹത്യ എന്തുകൊണ്ട് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു റീസൺ നമ്മൾ കുറച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, NIT കാലിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ആ കുട്ടി നീറ്റിന് റിപ്പീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ്. പക്ഷേ നീറ്റിന് റിപ്പീറ്റ് ചെയ്ത കുട്ടിക്ക് നീറ്റ് കിട്ടിയില്ല, പകരം ജെയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ജെയ് മെയിൻസ് എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണല്ലോ ചോദിക്കുക. മാത്സിന് മിനിമം കട്ട് ഓഫ് ഇല്ല. അതായത് നിങ്ങൾക്ക് 0 ആണ് എന്നുണ്ടെങ്കിലും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു ബെറ്റർ റാങ്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം മാത്സ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. മാത്സ് എഴുതാനുള്ള സമയം കൂടി ഒരു കുട്ടി ഫിസിക്സ് കെമിസ്ട്രി എഴുതിയാലോ ബെറ്റർ റാങ്ക് ഒബ്വിയസ്ലി അവർക്ക് കിട്ടാമല്ലോ. അങ്ങനെ ആ കുട്ടി നീറ്റ് കിട്ടാത്തതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനായിട്ട് എവിടെ പോകുന്നു? NIT കാലിക്കറ്റിൽ പോകുന്നു. മേ ബി അവിടുത്തെ ആ ഒരു പ്രഷർ താങ്ങാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒബ്വിയസ്ലി മെഡിസിന് പോകാൻ എക്സ്പെക്ട് ചെയ്ത ഒരാൾക്ക് എഞ്ചിനീയറിംഗ് എന്നുള്ളത് നമുക്കറിയാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. മെഡിസിൻ എന്ന് പറയുന്നതിനേക്കാളും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അവിടെ പഠിക്കാനുള്ള മാത്തമാറ്റിക്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്നുള്ളത് തന്നെ ഒരു വർഷമോ 2 വർഷമോ റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിക്ക് വീണ്ടും ആ കാൽക്കുലസിലോട്ടൊക്കെ തിരിച്ചു പോകുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. എന്ന് മാത്രമല്ല അത് ആ കുട്ടിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഇത് കുട്ടിയുടെ സൂയിസൈഡിലോട്ട് നയിച്ചതിന് കാരണങ്ങളിലൊന്നായി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക റോങ് ചോയ്സസിൻ്റെ നടുവിലാണ് നമ്മളുള്ളത്. നമ്മുടെ മുമ്പിൽ എയ്തർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ചോയ്സ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി CA എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ 2026 നിൽക്കുമ്പോഴും ഇപ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീറ്റ് പരീക്ഷ 22 ലക്ഷം ആളുകൾ എഴുതുന്നുണ്ട്, JEE പരീക്ഷ 15 ലക്ഷം ആളുകൾ എഴുതുന്നുണ്ട്. ഇതെല്ലാവരും ഇതിനു വേണ്ടി വളരെ തയ്യാറെടുത്തിട്ടോ അല്ലെങ്കിൽ റെഡി ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് ആപ്റ്റായിട്ടുള്ള ആളുകളാണ് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് മാത്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൈവറ്റ് കോളേജുകളിൽ പോകുന്ന ആളുകളുടെ എണ്ണം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. മേ ബി ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് ഞാൻ പറയാം. ഇപ്പോൾ പറഞ്ഞ പോലെ കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ BTech CSE ആയിരുന്നു ഒരു കഴിഞ്ഞ വർഷം വരെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ളത്. നമുക്കറിയാം CSE എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ എസ്പെഷ്യലി ഒരു കോവിഡ് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ IT കമ്പനീസിൻ്റെ നമ്മൾ സ്റ്റോക്ക് പ്രൈസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ശാരീരിക ശ്രദ്ധിക്കുന്നതാണല്ലോ, ഒരുപാട് ഒരു എന്താ പറയുക സ്റ്റോക്ക് പ്രൈസ് കൂടുന്നതും അവരുടെ റവന്യൂ കൂടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സാലറീസും കൊടുത്തു. അപ്പോൾ എല്ലാവരും BTech CSEക്ക് പോയി. പിന്നെ ഈ വർഷം വരുന്ന ചോദ്യം എന്താ പറയുക, കഴിഞ്ഞ വർഷം വരുന്ന ചോദ്യം CSEക്ക് ഡിമാൻഡ് കുറവാണ്, ECEക്ക് പോട്ടെ എന്നുള്ള. അപ്പോൾ അതിനുള്ള റീസൺ എന്താ? ഈ വൈബ് കോഡിങ്ങും കാര്യങ്ങളും AI ഒക്കെ വന്നതോടുകൂടി, AI ടൂൾസൊക്കെ വന്നതോട് കൂടിയിട്ട് പ്രോഗ്രാമിംഗ് എന്നുള്ളത് എന്തല്ല അത്ര അധികം വളരെ എക്സ്പെർട്ടീസ് വേണ്ട ഒരു സംഭവമല്ല എന്നുള്ളതാണ്. പക്ഷേ ECEക്ക് പോകുക എന്നുള്ളത് CSEക്ക് പോകുന്നതിനേക്കാളും ഫണ്ടമെൻ്റലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആണല്ലോ. CSEക്ക് പോകുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ECEക്ക് പോകുന്നത്, അല്ലേ? കാരണം എന്താ, ECE ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാൾക്ക് മാത്സ് മാത്രമല്ല അയാൾ ഫിസിക്സിൽ കൂടി അടിപൊളിയാവണം, എന്നാൽ ആ കോഴ്സ് അയാൾക്ക് യോജിച്ച് ഒന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ എൻ്റെ ഒരു കസിന് LPU നമ്മൾ പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഠിക്കും. അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷം അവിടുത്തെ ഒരു ഇൻടേക്ക് BTech CSEക്ക് മാത്രം 8000 സ്റ്റുഡൻസ് ആണ് എന്നുള്ളതാണ്. 8000 സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ ഒരു ബാച്ചിൽ ഒരു ക്യാമ്പസിൽ ഒരു ഇയറിൽ. അപ്പോൾ BTech CSE 4 വർഷം എത്ര ആൾക്കാർ പഠിക്കുന്നുണ്ടാവും? 32,000 പീപ്പിൾ BTech CSE മാത്രം അവിടെ മാത്രം പഠിക്കുന്നുണ്ടാവും. ഇതേപോലെ കോയമ്പത്തൂരിലോട്ടും ഈ പറഞ്ഞ JEE ഒന്നും എഴുതാതെ കോയമ്പത്തൂരിലോട്ടോ ബാംഗ്ലൂരിലോട്ടോ ഈ പറഞ്ഞ പഞ്ചാബിലോട്ടോ ഒക്കെ വണ്ടി കയറുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. ഈ ആളുകൾ മുഴുവൻ നമ്മൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത്, ഇത്രയധികം CSE ജോബ്സ് നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. അപ്പോൾ വളരെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മൾ വളരെ കൺവെൻഷനലായി തന്നെയാണ്. കൺവെൻഷനലി ചിന്തിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഈ പറഞ്ഞ പോലെ കൺവെൻഷണൽ ഏരിയാസിൽ തന്നെയാണ് കൂടുതൽ ജോലി സാധ്യതകളൊക്കെ ഉള്ളത്. അതിൽ അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇത് എന്നുള്ള ആ ഒരു 3 or 4 ചോയ്സസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ട്രെൻഡുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതിലോട്ട് മാത്രമാണോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മാറുന്നില്ല? ഇന്ന് ഇത്ര ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഇന്റർനെറ്റ് ഉണ്ട്, AI ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് റൈറ്റ് ഫോർ യു, അല്ലെങ്കിൽ എന്ത് കോഴ്സാണ് നല്ലത്, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കൽ കുറച്ചും കൂടി എളുപ്പമാകേണ്ടതല്ലേ? എന്നിട്ടത് സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു ഫ്രെയിംവർക്ക് കുട്ടികൾക്കുണ്ടോ, പാരൻസിനുണ്ടോ? ഫസ്റ്റ് പാരൻസിനുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് പോകുന്നിടത്ത്
ഇപ്പം നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം, ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ, ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ, ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. എന്താണ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു ചോദ്യമല്ലേ. സ്കോപ്പ് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ പാരൻസിൻ്റെയും മനസ്സിലുള്ള ഒരു വിചാരം എന്താണെന്നല്ലോ. ഞാൻ പറയുകയാണ്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് സ്കോപ്പ് ഉണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ ചുറ്റും ഒരു 10 കമ്പനികൾ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല വേൾഡ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും അറിയാലോ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ, വാട്ട് ദ വേൾഡ് ക്യാൻ ഓഫർ അസ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴുള്ള ചിന്ത. നേരെ തിരിച്ച് വാട്ട് ഐ ക്യാൻ ഓഫർ ദ വേൾഡ് ബാക്ക്, എനിക്ക് ലോകത്തിന് തിരിച്ചെന്താ കൊടുക്കാനുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഒരു കുട്ടിയോ പാരൻ്റോ ഒന്നും ചിന്തിക്കുന്നില്ല. ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തതിൽ നിന്നല്ല, ഇത് പലപ്പോഴും മിസ്ഇൻഫോർമേഷനിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ചുറ്റും എന്താണ്, ഒരുപാട് ഇൻഫർമേഷനാണ്, അവിടെ കുറേ ഇമോഷൻസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീൽ ചെയ്യുന്ന ആളുകളാണ് ഞാനും ഷാരിഖൊക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കുട്ടി MBBS ഇത്രയധികം വാല്യൂ നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്? ഒരു MBBS ഡോക്ടറുടെ സാലറി അത്ര വലിയ സാലറി ഒന്നും അല്ല, കുഴപ്പമില്ലാത്ത സാലറി ലഭിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് നമുക്കറിയാം. അതായത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു വിദേശ MBBS കൺസൾട്ടൻസി എടുത്താൽ അവർ ആദ്യം ചെയ്യുന്നതാണെന്നറിയോ, ഒരു കുട്ടിയെ അവർ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു കോഡ് സെറിമണി നടത്തും. കേട്ടിട്ടുണ്ടോ? കോഡ് സെറിമണി എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫസ്റ്റ് ഇയറിൽ എൻറോൾ ചെയ്ത്, അതായത് യൂണിവേഴ്സിറ്റിയിൽ പോകാത്ത കുട്ടികളെ മുഴുവൻ ഇവർ ഗ്യാദർ ചെയ്യും. എന്നിട്ട് അവരെ പാരൻസിനെയും വിളിക്കും. എന്നിട്ട് അവരെ പാരൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവർക്കൊരു വൈറ്റ് കോട്ട് ഇട്ട് കൊടുക്കും, ഒരു സ്റ്റെതസ്കോപ്പും വാങ്ങി തോളിലിട്ട് കൊടുക്കും. അപ്പോൾ പാരൻസിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. അപ്പോൾ ആ കുട്ടി പാരൻസും കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. ഈ കുട്ടി MBBSനെതിരെ ഫസ്റ്റ് ഇയറിൽ പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ടോ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിയ മാർക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് ഫൈൻ, അവരുടെ ചോയ്സ് ആണത്. പക്ഷേ ഈ ഒരു ഇമോഷനാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സെയിൽസ് ഡ്രൈവ് ചെയ്യുന്നത്, അല്ലേ? സെയിൽസ് എവിടുന്നാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഇമോഷൻ്റെ മേലെയാണ് നമ്മൾ പലപ്പോഴും എന്ത് കോഴ്സ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അല്ലേ? കാരണം എനിക്കിപ്പോഴും ഫുള്ളി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ 2026 ഇത്രയും ഇൻഫോർമേഷനും എല്ലാം ഫിംഗർ ടിപ്സിൽ ഉള്ളപ്പോഴും സ്കോപ്പ് നോക്കി പണ്ട് നമ്മുടെ കാലത്തൊക്കെ ഉള്ള പോലെയുള്ള ഡിസ്കഷനിലൂടെ അൺഇൻഫോംഡ് ആയിട്ട് ഇതുപോലെയുള്ള ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, മേ ബി ഇതുപോലെയുള്ള കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ പുറത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയോ ഡേർട്ടി മാർക്കറ്റിംഗ് ഗെയിംസിൽ വീണ് പോയിട്ടൊക്കെ ആണോ ആൾക്കാർ അത് കാണുമ്പോൾ അതിലാണ് സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു റോങ് നെറേറ്റീവ് ഉണ്ടാകാം. എവരിവൺ നീഡ്സ് സെയിൽസ്, റൈറ്റ്? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് വേണം, തങ്ങൾ ഇതിലോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രോഗ്രാമിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനും പറയുന്നത് 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് ആവണമെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ അത് മേ ബി ഈ പറഞ്ഞതുപോലെ ആളുകളെ സ്റ്റാർസിന് വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ആവാം, ഇത്തരം ഇമോഷൻസ് വെച്ചിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ആവാം. ഇതിലൊക്കെ യോജിച്ച കുറേ ആളുകളും പോകുന്നുണ്ടാവാം കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിനോട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ, ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അല്ല, ഇപ്പോൾ കേട്ട് വരുമ്പോൾ ഇപ്പോൾ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അതിശക്തം വോട്ട് എന്നൊരു ക്യാമ്പയിൻ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റയർ പോയിന്റ് വാസ്, ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ഇൻഫോംഡ് ആയിട്ടല്ല, പ്രോപ്പർലി ഇൻഫോംഡ് ആയിട്ടോ ഒരു ഫ്രെയിം വർക്ക് ഡ്രിവണോ ആയിട്ടല്ല, റാദർ ഇമോഷണൽ ആയിട്ട് എൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തു, ഇല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്ന് അവരാരോ പറഞ്ഞു, ഈ പാർട്ടി നല്ലതാണെന്ന്, സ്കോപ്പിന് ഇക്വലന്റ് ആണല്ലോ, ആ പാർട്ടി നല്ലതാണെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തു എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നത് ഭയങ്കരമായി മൂവ് ചെയ്തു. അങ്ങനെയാണോ വോട്ട് പോലൊരു ഇമ്പോർട്ടൻറ്റ് സാധനം ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഞാനിവിടെ ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനെയാണോ നമ്മൾ എന്ത് പഠിക്കണം, എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യന്മാർ നമ്മൾ അക്നോളജ് ചെയ്യേണ്ട ഒരു ഫാക്ട് എന്നുള്ളത്, മനുഷ്യൻ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ അല്ലേ, ഇമോഷൻസ് തന്നെ അല്ലേ മനുഷ്യനെ കുറേയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. കല്യാണം കഴിക്കുമ്പോൾ വരെ നമ്മൾ ഇമോഷൻ നോക്കിയിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ കുറേയൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ചിന്തയും ഉത്തരവാദിത്വ ബോധവും അതിലോട്ട് കൊണ്ടുവരുന്നിടത്താണ് നമ്മൾ കരിയറിൽ, ഇപ്പം ഒരാളെ കല്യാണം കഴിക്കുന്നു, ഒരു ഇമോഷൻ്റെ മാത്രം പുറത്ത് ഒരാളെ കല്യാണം കഴിച്ചാൽ നമുക്കൊരു 40 വർഷം കൂടെ ജീവിക്കാനുള്ള ഒരാളാണ് എന്നുള്ളത് എന്താണ്? വോട്ട് ചെയ്യുന്നത് നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരാളെ കല്യാണം കഴിക്കുന്നതും ഒരു കരിയർ ചൂസ് ചെയ്യുന്നതും മാറ്റുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോഴും വാപ്പാൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത മറ്റേ അങ്കിള് പറഞ്ഞു ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോഴും കോഴ്സ് എടുക്കുന്നു എന്ന് പറയുന്നതെല്ലാം
ശുദ്ധ ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് രണ്ടുപേരുടെ കേസിലും. ഇപ്പോൾ കുട്ടികളാണെങ്കിലും കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ഏജൻസി എന്നൊരു വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ ഞാൻ ഐ വുഡ് ലൈക്ക് ടു യൂസ് ഏജൻസി ആസ് എ വേർഡ്. അപ്പോൾ ഏജൻസി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരാൾ അയാളുടെ ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ പേരൻ്റ് ആണെങ്കിൽ കുട്ടികളുടെ ജീവിതത്തെ പറ്റി വളരെ റെസ്പോൺസിബിൾ ആവുന്നതാണ്. എന്താണ് ശരി എന്നുള്ളത് അന്വേഷിക്കലാണ്. ശരി എന്താണെന്ന് റൈറ്റ് രീതിയിൽ റൈറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് റൈറ്റ് രീതിയിൽ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി തെറ്റ് ഒഴിവാക്കി, തെറ്റ് ചെയ്തെങ്കിൽ അതിൽ നിന്ന് പഠിച്ച് ശരിയായ കാര്യം ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി, അഗൈൻ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾ കാണിക്കണം, പേരൻസ് കാണിക്കണം. ആ ഒരു ഉത്തരവാദിത്തം കാണിച്ചാൽ ഇന്ന് എല്ലാ ഇൻഫോർമേഷനും എല്ലായിടത്തും അവൈലബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ഇൻഫർമേഷനും എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ പ്രശ്നവും ഇല്ലേ? ഞാനിപ്പോൾ കുട്ടികളുടെ അടുത്ത് ഞാൻ വെറുതെ ഇൻട്രാക്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര ആളുകളെ കുറിച്ച് നിങ്ങളുടെ പാരൻസിന് നിങ്ങൾ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണെന്ന് പരാതി ഉണ്ട് എന്ന് ഞാൻ വെറുതെ കുട്ടികളോട് ചോദിക്കും. അപ്പോൾ ഒരു മേ ബി ഒരു 60 to 70% കുട്ടികൾ കൈ ഉയർത്തും. ലൈക്ക് ദേ നോ ദാറ്റ് ദേ ആർ സോഷ്യൽ മീഡിയ അഡിക്ട്സ്. അപ്പം ഞാൻ വെറുതെ അവരോട് ചോദിക്കും, നിങ്ങളിൽ എത്ര ആളുകൾക്ക് നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് സെയിം പരാതിയുണ്ട്? ഇതേ 60-70% ആൾക്കാർ കൈവെക്കും. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു പാരൻറ്റിങ് വാചകം എന്നുള്ളത്, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ഉമ്മയുടെ കൂടെ ഒരു ക്ലാസ്സിൽ ഉമ്മ ഒരു പാരൻറ്റിങ് ക്ലാസ്സിന് പോയപ്പോൾ കേട്ടൊരു വാചകമാണ്, ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ എന്നുള്ളത്. ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ, റൈറ്റ്? അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാരൻസ് എടുക്കുന്നതൊക്കെ ഒരു വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷനാണോ? അതല്ല ഈ പറഞ്ഞതുപോലെ ഒരു ഇമോഷൻ ഡ്രിവൺ ആയിട്ട് എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല അപ്പം എൻ്റെ കുട്ടി ഡോക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ഇന്ന ആളുടെ മോനാണ്, അവൻ അതാണ് ആയിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ കുട്ടി അതാവട്ടെ, അല്ലെങ്കിൽ ഇനി പറഞ്ഞതുപോലെ അതും പിന്നെയും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഡിസിഷനൊക്കെ എടുത്ത് നമ്മൾ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. പക്ഷേ ഒരു +2 എന്നെ ഒരു പാരൻറ്റ് വിളിച്ചിട്ട്, ഇപ്പം എനിക്ക് സ്ഥിരം വരുന്നൊരു കോളാണ്, 12th കഴിഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഇന്ന മാർക്കുണ്ട്, എൻ്റെ കുട്ടി ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? ഹൗ ദ ഹെൽ ഡസ് ഐ നോ നിങ്ങളുടെ കുട്ടി ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളത്? അതായത് 18 വർഷമായിട്ട് നിങ്ങളുടെ കുട്ടിയുടെ കൂടെ നടന്നിട്ട് നിങ്ങളുടെ കുട്ടി ഏത് കോഴ്സ് എടുക്കണം തീരുമാനിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ബേസിക് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും അവൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആസ് എ പാരൻറ്റ് നിങ്ങൾ വലിയൊരു ഫെയിലിയർ ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ പോഡ്കാസ്റ്റ് മേ ബി കുറച്ച് ഹാർഷായിട്ട് ഞാൻ പറയുന്നുണ്ടാവും, പക്ഷേ കാരണം ഇത് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഒരു +2 വരെ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ട് ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഏത് കോഴ്സിനാണ് പോവേണ്ടതെന്ന് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഈ പാരൻറ്റിന് ഇതിലൊരു ഉത്തരവാദിത്തമല്ലേ? ഈ പാരൻ്റ് എന്നുള്ളൊരു ഉത്തരവാദിത്തം കണ്ടിട്ടല്ലേ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? കുട്ടികൾ അത്തരം ഉത്തരവാദിത്തം എടുക്കുന്നത് എന്നുള്ള ആരെയാണ് കുട്ടികൾ റോൾ മോഡൽ ചെയ്യുന്നത്? ഈ പേരൻസ് കുട്ടികളെ ഒരു പ്രൊജക്റ്റായി കാണുന്ന ഒരു സംഭവം പണ്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറ്റ്ലീസ്റ്റ് വിചാരിച്ചിരുന്നത്. അതായത് അവരുടെ സെൽഫിഷ് ഇൻട്രസ്റ്റ് കുട്ടികളിലൂടെ ജീവിച്ച് നടത്തണം, അവർ ആഗ്രഹിക്കുന്ന വളരെ റിജിഡായിട്ട് പാത്തിലേക്ക് തന്നെ കുട്ടികളെ വിടണം എന്നുള്ളൊരു തോട്ട് ഒരു പ്രൊജക്റ്റായിട്ട് കാണുന്ന ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ ഇപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടാവാം, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ തീരെ കെയറിങ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കെയറിങ് ഇൻ ദ സെൻസ് നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം ഒക്കെ അങ്ങനെ കെയറിങ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു കുട്ടിയെ നമ്മളൊരു സ്കൂളിലാക്കി കൊടുത്താൽ എല്ലാമായി, അതിന് ഞാൻ 1 ലക്ഷം രൂപ ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമാണ് കുട്ടിയെ എവിടെയെങ്കിലും എത്തിക്കുക എന്നുള്ള ആ ഒരു ലെവൽ ഓഫ് കെയർലെസ്നെസ് ഉണ്ടല്ലോ. ഒരു കുട്ടി ഒരു 7 hours അല്ലെങ്കിൽ 8 hours ഒക്കെ സ്കൂളിൽ സ്പെൻഡ് ചെയ്താലും ബാക്കി 16 hours അവൻ വീട്ടിലാണുള്ളത്. അവൻ്റെ വീട്ടിലെ ഒരു കാര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ കെയർ ചെയ്യേണ്ടതില്ല. അവൻ്റെ പഠനം, അവൻ്റെ അക്കാഡമിക്സ്, അവൻ്റെ ഫ്യൂച്ചറൊക്കെ സ്കൂളിൽ നിന്ന് നോക്കിക്കൊള്ളും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് പാരൻസിനുള്ളതാണ്. എനിക്കൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ഫുള്ളി ഔട്ട്സോഴ്സ് ചെയ്ത് വെച്ചിരിക്കണം. നമുക്ക് അതിന് സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും ഫോണിലാണ്. ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ എന്നെ തന്നെ നിർത്തിയാണ് പറഞ്ഞത്, ഞാനൊരു പാരൻ്റാണ്, ഞാനും ഫോണിലാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്നലെ എൻ്റെ ചെറിയ മോനെ 2 വയസ്സുള്ള മോൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാനെന്തോ ഇങ്ങനെ വാട്സാപ്പിലോ എന്തോ നോക്കുകയാണ്, ഇലക്ഷനൊക്കെ വന്നാലേ റിസൾട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവന് 2 വയസ്സുള്ള അവനോട് പറഞ്ഞു, ഉപ്പച്ചി ഫോൺ അവിടെ വെക്ക്, അവന് കളിക്കാനാണ്, അവന് കളിക്കണം എന്നുണ്ടെങ്കിൽ അവനറിയാം ഞാൻ അവിടെ ഫോൺ വെച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളിക്കാൻ. ഞാൻ എന്നെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിവേസ്, അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും വേറൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത് ലോൺ എടുത്തിട്ട് കോഴ്സുകൾക്ക് പോയിട്ട് അതിൻ്റെ ROI ഒരിക്കലും വർക്കാകാതെ ഒന്നില്ലെങ്കിൽ പേരൻസ് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ലോൺ എടുത്ത് പഠിച്ച കുട്ടി ജീവിതം നന്നാക്കാനാണ് കോഴ്സ് പഠിക്കാൻ പോയത്, എന്നാൽ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? കുറേ ഇതും നേരത്തെ പറഞ്ഞ കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും ഒക്കെ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുന്ന സംഭവമാണോ, അതോ ആൾക്കാർ സ്വയം പോയിട്ട് കാൽക്കുലേഷൻ ഒന്നും നടത്താതെ പോയി? അതായത് കേരളത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ ലോൺ കഴിഞ്ഞ വർഷത്തേത് 10,000 crores ആണെന്നാണ് ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ചത്. 10,000 crores എന്നുള്ളത് ഒരു ചെറിയ നമ്പർ അല്ല, അല്ലേ? നാഷണലിലും എന്തോ നിയർലി 2 lakh crores ഉണ്ട്. 2 lakh crores ഉണ്ട്. എന്നെ ഈ അടുത്തൊരു പാരന്റ് വിളിച്ചു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നീറ്റ് പരീക്ഷ
എന്താ MBBS എടുക്കണം. അപ്പോൾ ഞാൻ നീറ്റ് പരീക്ഷ എഴുതിയില്ലേ, അല്ല അത് കിട്ടൂല, അതിന് അത്രയൊന്നും കുട്ടികൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ 2 കുട്ടികളുണ്ട്, ട്വിൻസാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഉസ്ബെക്കിസ്ഥാനിൽ MBBS വിടണം. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാവും? മിനിമം 30 lakhs ഒരാൾക്കാവും. അപ്പോൾ 2 ആളുകൾക്ക് ട്വിൻസ് ആകുമ്പോൾ 60 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കത് അഫോർഡബിൾ ആണോ? ഞാൻ എപ്പോഴും പാരൻസിനോട് ചോദിക്കുന്നതായിരുന്നു നിങ്ങൾക്കത് അഫോർഡബിൾ ആണോ? അപ്പോൾ പറഞ്ഞു അല്ല ഞാൻ ലോൺ എടുക്കും, എൻ്റെ വീട് പണയം വെച്ച് ലോൺ എടുക്കും. ഞാൻ നല്ല ചീത്ത വിളിച്ച അയാളെ, നിങ്ങളുടെ വീട് പണയം വെച്ച് ഇന്ന് പോവേണ്ട ഒരു കോഴ്സാണോ MBBS എന്നുള്ളത് നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ട. MBBS അല്ല, ഏതൊരു കോഴ്സും നിങ്ങളുടെ വീട് പണയം വെച്ച് നിങ്ങൾ പോകേണ്ട ഒരു കോഴ്സാണോ? അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ വലിയൊരു അഭാവത്തെയാണ് എന്ത് ചെയ്യുന്നത്, അത് കാണിക്കുന്നത്. 60 lakhs ഒരാളൊരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കത് തിരിച്ചടക്കാൻ ഒരു 6 year 7 year ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ലോൺ എടുക്കുന്നതിൻ്റെ മറ്റ് ധാർമ്മിക വശങ്ങളൊക്കെ മാറ്റി വെച്ചാലും അതിനൊരു 7% എത്ര ഇൻട്രസ്റ്റ് റേറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 10 to 12% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ അയാൾ തിരിച്ചടക്കേണ്ടി വരും? ഞാൻ മനസ്സിലാക്കുന്നത് 60 lakhs ലോൺ എടുത്താൽ മിനിമം ഒരു 90 lakhs എങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, അയാൾ തിരിച്ചടക്കേണ്ടി വരും. അയാളല്ല തിരിച്ചടക്കേണ്ടത്, അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, എൻ്റെ കുട്ടി തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, ഇത് തിരിച്ചടക്കും എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് എത്രയാണ് ഏൺ ചെയ്യാൻ പറ്റുക? ഒരു MBBS കഴിഞ്ഞ ആൾക്ക് നമ്മുടെ നാട്ടിൽ എത്ര സാലറി ഉണ്ട്? ഒരു 50K to 75K ആണ് ഒരു MBBS കിട്ടിയ ആൾക്കുള്ള സാലറി. എങ്ങനെ ഇയാൾക്കിത് ഒരു 50 lakhs ലോണ് അയാൾ തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഒരു 50 മാസം എന്ന് പറഞ്ഞാൽ എത്ര, 4 years റൈറ്റ്? അല്ലെങ്കിൽ 60 മാസം എടുക്കുക, 5 years എടുക്കുക. ഒരു മാസം 80,000 രൂപ വെച്ച് അയാൾ തിരിച്ചടക്കണ്ടേ? 80,000 രൂപ അയാൾക്ക് കിട്ടുന്ന സാലറിയേക്കാളും മുകളിലല്ലേ? എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ഡോക്ടറായിട്ട് അടുത്തത് എന്തിനാ പോകുന്നത്, PG പോകണം അല്ലേ? അയാൾക്കൊരു ബെറ്റർ ഏണിംഗ് കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ PG പോകണം. ഒരു PG റെസിഡൻറ്റിന് കേരളത്തിൽ കിട്ടുന്ന ശമ്പളം 55,000 രൂപയാണ്. 55,000 രൂപയാണ്. അതിനുശേഷം അവർ ബെറ്റർ ഏൺ ചെയ്യുന്നുണ്ടാവും, 2 lakhs or 3 lakhs ഏൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ 3 വർഷം 4 വർഷം 3 years ജൂനിയർ റെസിഡൻസി പ്ലസ് 1 year സീനിയർ റെസിഡൻസി അവർ മെഡിക്കൽ കോളേജുകളിൽ ചെയ്യണം. ഈ സമയങ്ങളിൽ അവർക്ക് എങ്ങനെയാണ് തിരിച്ചടക്കാൻ പറ്റുക? ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഫാമിലി ആവും, അവർക്ക് കുട്ടികളാവും, 25-26 വയസ്സ് കഴിയില്ലേ? എങ്ങനെയാണ് ഇവർക്ക് ഒരു ഫാമിലിയുമായി സർവൈവ് ചെയ്യാൻ സാധിക്കുക? ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വളരെ ബ്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ഡിസിഷൻ എടുക്കാറുള്ളത്. ഈവൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലടക്കം നമ്മൾ പോകുന്നത്, ഈവൻ വിദേശത്തടക്കം നമ്മൾ പോകുന്നത് ഹ്യൂജ് ആയിട്ടുള്ള ലോൺസ് എടുത്തിട്ടാണ്. വിദേശത്ത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഡൊമസ്റ്റിക്, ഇപ്പോൾ നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജസ് ആണെങ്കിലും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിലോ അവിടെ എവിടെയെങ്കിലും പോയി പഠിക്കുകയാണെങ്കിലും അവിടെയാണെങ്കിലും കോഴ്സിന് ഒരു 10 മുതൽ 20 ലക്ഷത്തിന്റെ ചിലവ് എന്തായാലും വരുന്നുണ്ട്. ആ 15 ലക്ഷത്തിന്റെ ലോൺ എടുത്താൽ പോലും ഒരു 10 വർഷത്തേക്കൊക്കെയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ 20-30,000 രൂപയുടെ EMI വരും. അതായത് ജോലി കിട്ടുന്നത് ഒരു 6 LPA ഏതാണ് ഇതുപോലുള്ള നോർമൽ Tier 2, 3 എഞ്ചിനീയറിംഗ് കോളേജസിൽ നിന്ന് പഠിച്ചാൽ 50,000 രൂപയുടെ സാലറി കിട്ടുമെന്ന് പോലും അറിയില്ല. അവിടെയാണ് 25,000-30,000 രൂപയുടെ EMI വരുന്നത്. അപ്പൊ എങ്ങനെയാണ്, അപ്പോൾ പറഞ്ഞു വരുന്നത്, ജീവിതം ബിൽഡ് ചെയ്യാനായിട്ട്, ജീവിതം നന്നാക്കാനായിട്ട് കരിയർ സെലക്ട് ചെയ്യണം. ആ കരിയർ സെലക്ട് ചെയ്യുന്നതിൽ മോശം പ്ലാനിങ് നടത്തുന്നതുകൊണ്ട് ആ സെലക്ട് ചെയ്ത കരിയർ കാരണം ജീവിതത്തിൽ കുറേ കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക്. അതായത് പല പാരൻസും എന്തുകൊണ്ടാണ് കുട്ടിയെ, അവർക്കൊരു നഷ്ടബോധം പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ല, ഞങ്ങളുടെ കുട്ടി ഏറ്റവും ബെസ്റ്റായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ ബെസ്റ്റായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ ലോൺ എടുത്തിട്ടും, ഞാൻ വിദേശത്തുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വിദേശത്തുള്ള ആളുകൾ അവർ ഫാമിലിയൊക്കെ നാട്ടിലോട്ട് അയച്ച് ആ കോസ്റ്റ് ബിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലോട്ട് അയച്ച് എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. എന്താ അവരുടെ ലക്ഷ്യം? ഇവനൊന്ന് പഠിച്ചൊരു 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാലോ, അല്ലെങ്കിൽ എനിക്ക് റിട്ടയർ ആവാലോ, എനിക്കൊന്ന് പീസ്ഫുള്ളി ഇരിക്കാലോ എന്ന് 20, 25, 30 വർഷം വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആളുകൾ അവർ വിചാരിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവനത് കഴിഞ്ഞിട്ട് എന്തെയില്ല, പലപ്പോഴും ജോലി കിട്ടൂല. ഈ പറഞ്ഞ പോലെ ട്രെൻഡുകളുടെ പിറകെ പോവുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. വിദേശത്ത് പോകുന്നു, കുറച്ച് ആളുകൾ വിദേശത്ത് പോയി പച്ച പിടിക്കുന്നു, അപ്പോൾ എല്ലാവരെയും നമ്മൾ വിദേശത്തോട്ട് വിടുന്നു. കുറച്ച് ആളുകൾ എഞ്ചിനീയറിംഗിന് പോയി പച്ച പിടിക്കുന്നു, അപ്പോൾ പിന്നെ എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകുന്നു. ആദ്യം പോയവരാണ് പച്ച പിടിച്ചത്, പോയവർക്ക് പ്രശ്നമാണ്. അതെ, അതിൽ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് നമുക്ക് ഏത് കേസിലും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് IT ബൂം വന്നപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർ, അല്ലെങ്കിൽ ഈവൻ BSc ഇലക്ട്രോണിക്സ് പഠിച്ചവർ വരെ ഇന്ന് IT ജോബിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ തുടങ്ങിയത്? നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മുടെ നാട്ടിൽ തുടങ്ങി. ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഗതി ഇന്ന് എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു ടോക്കിംഗ് പോയിന്റ് അല്ലേ. നമ്മുടെ KTUവിൻ്റെ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ പാസ് റേറ്റ് എന്നുള്ളത് കഴിഞ്ഞ വർഷം 50%. എഞ്ചിനീയറിങ്ങിന് പോയിട്ടുള്ള 40,000-50,000 കുട്ടികളിൽ 50% മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പാസ്സായി വരുന്നത്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇതൊരു ലൂപ്പാണ്. ക്വാളിറ്റി ഇൻപുട്ട് ഉണ്ടാവാതിരിക്കുമ്പോൾ
ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാവാതിരിക്കുമ്പോൾ വീണ്ടും ആ വരുന്ന ഇൻപുട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കോളേജുകളുടെ ഓവറോൾ അക്കാഡമിക്സ് മോശമാവുന്നു, വീണ്ടും വരുന്ന ഇൻപുട്സിനെ പോലും സെർവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നു. ഒരു BDS എടുക്കാം. ഒരു BDS ഇന്ന് കഴിഞ്ഞിറങ്ങുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു സാലറി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ 8,000 to 10,000 റുപ്പീസാണ്. നമുക്ക് ഇത്രയധികം BDS വേണോ? നമ്മൾ ഒരുപാട് പ്രൈവറ്റ് കോളേജുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. MBBS അല്ലാതെ തൊട്ട് താഴെ വരുന്ന ഒരു ആയുഷ് കോഴ്സസ്, ഹോമിയോപ്പതിയും അതേപോലെ തന്നെ ആയുർവേദമൊക്കെ എടുത്ത് വരുന്ന ആളുകൾ, നമുക്ക് ഇത്രയധികം ഇൻടേക്ക് ആവശ്യമുണ്ടോ? ഈ ഒരു പ്രൊഫഷൻ ഇത്രയധികം ഇൻടേക്ക് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ അപ്പോഴും എന്താണ്, ഇനി ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പഞ്ചാബിലോട്ട് കുട്ടിയെ വിടാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ പലപ്പോഴും ഉള്ളത്. ഇനി ഇതേ കാര്യം ഏതൊരു കോഴ്സിനും സംഭവിക്കുന്നത് എന്താണ്, ഫസ്റ്റ് നമ്മൾ ഒരുപാട് ആളുകൾ കൂടുമ്പോൾ നമുക്കൊരു എക്കണോമിക്സിൻ്റെ ഒരു ബേസിക് തിയറി അല്ല ഒരു സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് എന്നുള്ളത്. സപ്ലൈ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ അവർക്ക് കിട്ടുന്ന സാലറി കുറയുന്നു. എന്തുകൊണ്ടാണ് BDS സാലറി ഇല്ലാത്ത? BDS ജോലി തീരെ ഇല്ലാത്തതുകൊണ്ടല്ലോ. അവിടെ നീ പോയാലും വേറെ ആളെന്താണ് ഇവിടെ റെഡിയാണ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് ഈ സാലറി ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു, കരിയർ ചൂസ് ചെയ്യാൻ ആൾക്കാർക്ക് പ്രശ്നം, ഇത്രയും പ്രശ്നങ്ങൾ നാട്ടിൽ നിലനിൽക്കുന്നു, ലോൺ എടുക്കുന്നു, കഷ്ടപ്പെടുന്നു, കറക്റ്റ് സ്ഥലത്ത് എത്തുന്നില്ല, അവർക്ക് ഫുൾഫിൽമെന്റ് കിട്ടുന്നില്ല, ജീവിതത്തിൽ കരിയർ കൊണ്ട് നന്നാകണം എന്ന് ആഗ്രഹിച്ചിട്ട് അതേ കരിയർ എടുത്ത് പ്രശ്നത്തിലാകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ എന്നാലും ഒരു ചോദ്യം നിലനിൽക്കുന്നു, എന്നാലും ലോകം ഓടി പോകുന്നില്ലേ? എത്രയോ പേര് ജീവിതങ്ങൾ മുന്നിലേക്ക് പോകുന്നു, ജനറേഷൻസ് മുന്നിലേക്ക് പോകുന്നു. അപ്പോൾ വാട്ട് ഇസ് ദ റിയൽ ഇമ്പാക്ട്? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? റിയൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ഒരു സർവൈവർഷിപ്പ് ബയസ് എന്ന് പറയാറില്ലേ, നമ്മൾ കാണുന്നത് ഒക്കെ വിജയിച്ച ആളുകളെ മാത്രമാണ്. നമ്മുടെ ലൈഫിനെ വിലയിരുത്തുന്നത് ഈ കഷ്ടപ്പെടുന്നവരെ വെച്ചല്ലോ. കഷ്ടപ്പെടുന്ന ആളുകൾ പലപ്പോഴും ഇൻവിസിബിൾ അല്ലേ, തോറ്റ ആളുകൾ പലപ്പോഴും ഇൻവിസിബിൾ അല്ലേ. ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശ്നം. അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. സെലിബ്രേറ്റ് ചെയ്യുക മീൻസ് അത് ഒരു രീതിയിൽ നമുക്ക് പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ബൈ ലക്ക് പലതും ലഭിച്ച ആളുകളെ, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ്, അവരുടെ മെറിറ്റോറിയസ് ആയിട്ട് അവർ അച്ചീവ് ചെയ്ത എക്സെപ്ഷണൽ ആയിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. നമ്മളൊരു സൊസൈറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു പരിച്ഛേദം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 10,000 crore എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളതും ഇതാര് തിരിച്ചടക്കും എന്നുള്ളതാണ്. അടുത്ത വർഷങ്ങളിൽ ഇതാര് തിരിച്ചടക്കും എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം. നമ്മളെ നോളജ് എക്കോണമിയാണ്, അല്ലെങ്കിൽ അതിലോട്ട് പോവുകയാണെന്നുള്ളത് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷേ അതിൽ നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ നോളജ് എക്കോണമി ആവാൻ മാത്രം ഒരു നോളജ് പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നുണ്ടോ ആസ് എ സൊസൈറ്റി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഫുൾഫിൽമെൻ്റ് ഇല്ലാത്ത ലൈഫിലൂടെ. ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ലൈഫിൽ രാവിലെ എന്താ പറയുക ഒരു ശനി ഞായർ ഒഴിച്ച് നിർത്തിയാൽ, അല്ലെങ്കിൽ ശനി ഞായർ പോലും ആലോചിക്കേണ്ട, നമ്മളൊക്കെ ഓരോ കരിയേഴ്സ് ചൂസ് ചെയ്ത ആളുകളാണ്. നമ്മളത് എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് നിരാശ ബാധിച്ചു പോകും എന്നുള്ളതാണ്. റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുത്തില്ലെങ്കിൽ. ഒരാളെ ഞാൻ കഴിഞ്ഞ മാസം നമ്മുടെ ഒരു സ്റ്റാഫ് അവന് റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. റിസൈൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ മേ ബി അവൻ്റെ ഒരു ബാക്ക് സ്റ്റോറി കേട്ട് നോക്കി. അപ്പോൾ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഹി റിപ്പീറ്റഡ് ഫോർ നീറ്റ് ഫോർ 2 years. അപ്പോൾ അവന് മനസ്സിലായി ലൈക്ക് ഐ എം നോട്ട് സ്യൂട്ടബിൾ ഫോർ ദിസ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ തോന്നി എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പോകുന്നു. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പോയി. ഒരു 6 മാസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ളത്. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്കൊന്നും വർക്കാവുന്നില്ല. അടുത്തത് അടുത്തൊരു കോഴ്സിന് പോകാൻ നിൽക്കുന്നു. വൈ ദിസ് ലൂപ്പ് ഹാപ്പൻസ്? അപ്പോൾ ഇങ്ങനെ കുറേ ഇൻവിസിബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, നമ്മളാരും കാണാത്ത, നമ്മളാരും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരാളായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 80% ആളുകളും അല്ലെങ്കിൽ 90% ആളുകളും മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ ഈ റിയൽ ഇമ്പാക്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അത് നമ്പർ ഡ്രിവൺ ആയിട്ടാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള നാട് കേരളമാണ്. നിയർ 30% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കേരളത്തിനുണ്ട്. അതുപോലെ ഏറ്റവും വലിയ മൈഗ്രേഷൻ റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. പക്ഷേ ആ നമ്പേഴ്സിനേക്കാൾ ഉപരി ഈ ഒരു ചർച്ചയിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ആക്ച്വൽ ഇമോഷണൽ റിയൽ ഇമ്പാക്റ്റ് ആണ്. അതായത് ശരിയായ കോഴ്സ് പഠിക്കാതെ ശരിയായ സ്ഥലത്ത് എത്തിപ്പെടാതെ ഈ നീറ്റ് പഠിച്ചിട്ട് വേറെ പല പല ജോലികൾ ചാടി കളിക്കുന്ന ഒരാളുടെ കഥയിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് ഫുൾഫിൽമെന്റ് കിട്ടാതെ ഓരോ ദിവസവും രാത്രിയും ഞാനൊരു ഡിസപ്പോയിൻമെന്റ് ആണ് എന്ന് വിചാരിച്ച് ഉറങ്ങാൻ പറ്റാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആക്ച്വൽ ഡിസപ്പോയിൻമെന്റ് നേരിടുന്ന ഡിറക്ഷൻ ഇല്ലാത്ത ജനത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു പ്രശ്നം. ഈ മൈഗ്രേഷൻ റേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ വെറുതെ ഒരു നമ്പറായിട്ട് പറയുന്നു. ഇപ്പോൾ വാഴ 2 കണ്ടതുപോലെ ആൾക്കാർ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരിക്കലും രസമുള്ള സംഭവമല്ല. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രിവിലേജ് ആണ്. ഇന്നത്തെ ലോകത്തിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. സ്വന്തം നാട്ടിൽ
ഇഷ്ടമുള്ള ജോലി ചെയ്ത് സന്തോഷത്തോടു കൂടി ഫുൾഫിൽമെന്റുമായിട്ട് ഹാപ്പിലി പീസ്ഫുള്ളി ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജ് കിട്ടാതെ പോവുകയാണ് ശരിക്കും ഈ എൻറ്റയർ പ്രശ്നം ലീഡ് ചെയ്യുന്ന റിയൽ ഇമ്പാക്ട് എന്നല്ലേ പറഞ്ഞു വരുന്നത്. അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം. കാരണം ഓരോ കുട്ടിയും ഓരോ ആളുകളും എന്താണ് ഒരു ലൈഫും ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ ആണല്ലോ. ഒരുപാട് പ്രതീക്ഷകൾ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ അവരും. കാരണം ഞാൻ പലപ്പോഴും ഇതിന് മുൻപൊക്കെ കരിയറിനെ അറൗണ്ട് ചിന്തിക്കുമ്പോൾ വേറെ തന്നെ ഒരു ലെൻസിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതായത് നല്ലത് പഠിച്ച് നല്ലത് ചെയ്ത്, അല്ലെങ്കിൽ നല്ലത് എന്നുള്ള വാക്ക് വിടാം, റൈറ്റ് ആയിട്ടുള്ള സാധനം പഠിച്ച് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ പോയാൽ നല്ലൊരു സ്ഥലത്ത് എത്താം എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ ലെൻസ് ചെറുതായിട്ട് മാറിയിട്ട് ഇതൊന്നും ചെയ്തില്ല എങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ജീവിതം എത്തിപ്പോകില്ലേ, അവിടെ നിന്ന് ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? അഗെയിൻ ഒരു 60, 70, 80, 90 വർഷത്തിൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിലെ ഒരു 18 കഴിഞ്ഞിട്ടുള്ള ബാക്കി എൻറ്റയറിറ്റിയും ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന പോലുള്ള ഒരു പിവറ്റൽ ഡിസിഷനാണ് ഇത് എടുക്കേണ്ടത് എന്നുള്ളൊരു സ്ഥലത്തേക്കൊക്കെ അല്ലേ നമ്മൾ എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു പിവറ്റൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ അതൊരു കോഴ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മളിതിനെക്കുറിച്ചുള്ള ഒരു തോട്ട് പ്രോസസ്സ്, നമ്മളിതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മുടെ ലൈഫിനെ കാണുക. അപ്പോൾ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് യു ആർ ടെല്ലിംഗ് നൗ. സൊല്യൂഷനിലേക്ക് എത്തുന്നത് പോലെ അല്ലേ? അപ്പോൾ അതായത് ഞാൻ ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന പ്രശ്നം ഞാൻ ആദ്യം കണ്ടത് ആൾക്കാർ വ്യക്തമായി പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ ചിന്തിക്കുമ്പോൾ എല്ലാ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ആക്ച്വലി ഒന്ന് ഇരുന്ന് നോക്കി ചിന്തിച്ച് പ്ലാൻ ചെയ്താൽ, കറക്റ്റ് സാധനങ്ങൾ നോക്കി, കറക്റ്റ് എന്തൊക്കെ മെട്രിക്സ് ആണ് നോക്കേണ്ടത്, എന്തൊക്കെ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സിന് എന്ത് വെയിറ്റേജിലാണ് നോക്കേണ്ടതെന്ന് നോക്കിയാൽ വ്യക്തമായ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം അത് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇല്ല, 2 ചെയ്യാനുള്ള മനസ്സ് ആൾക്കാർ കാണിക്കുന്നില്ല എന്നുള്ള ഇതാണ് ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് എന്ന ലൈനായാൽ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. പക്ഷേ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ രണ്ടുപേരും കുറച്ചൊരു ജീവിതം ജീവിച്ച് ഇവിടെ എത്തി നിൽക്കുന്നതാണ്. എനിക്ക് 32 വയസ്സാണ്, അജുൽക്കാക്ക് 34 വയസ്സായി. 2 വയസ്സ് വ്യത്യാസം. അത് ശരി. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാതെ. നമ്മൾ അഗെയിൻ സക്സസ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കേണ്ട, അത്യാവശ്യം ഫുൾഫിൽമെന്റ് ഉള്ള സന്തോഷത്തിൽ ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ജീവിക്കാൻ പറ്റും. അത് മാത്രം നമുക്ക് നമ്മളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പ്രോബ്ലം പറഞ്ഞു, നമ്മൾ ഇനി ഒരു സൊല്യൂഷൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ നേരിട്ടിരുന്നു മേ ബി അറ്റ് സം പോയിന്റ് ഓഫ് അവർ ലൈഫ്. നമ്മൾ 17, 18 വയസ്സ് കഴിഞ്ഞ് വന്നവരാണ്. എന്ത് പഠിക്കണം, എന്ത് കോഴ്സിന് പോകണം, എന്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് ചിന്തിച്ച് കടന്നു വന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് വന്നിട്ട് നമ്മൾ ഇന്ന് ഫുൾഫിൽമെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മുടെ കഥ ഒന്ന് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അജ്മൽക്ക് എങ്ങനെയാണ് 17, 18 വയസ്സിൽ എന്താണ് ചിന്തിച്ചത്, എന്താണ് ഏത് കോഴ്സിന് പോകണമെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്തു, എന്ത് ജേണിയിലൂടെയാണ് ഇന്ന് പഠിച്ചതുമായിട്ടൊക്കെ ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വലിയ തോതിൽ ബന്ധമില്ലാത്തൊരു കാര്യം ചെയ്ത് ഫുൾഫിൽമെന്റ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അല്ല, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂരിഭാഗം ആൾക്കാരും അവർ പഠിച്ചതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവർ ലൈഫിൽ ചെയ്യുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നവേ എന്താ പറയുക, ഈ പഠിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തല്ല, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു കോളേജിൽ നമ്മൾ മേ ബി പഠിക്കുന്നത് ചിലപ്പോൾ ഫിസിക്സോ മാത്സോ മാത്രമായില്ല, നമ്മൾ വേറെ ഒരുപാട് സ്കിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ഏൺ ചെയ്യുന്നുണ്ട്. മേ ബി നമുക്ക് അതിലോട്ട് വരാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഫസ്റ്റ് ഡോക്ടർ ആവണം എന്നുള്ളതായിരുന്നു. വളരെ സിമ്പിൾ റീസൺ, എൻ്റെ ഫാദർ ഡോക്ടറാണ്. എൻ്റെ ഫാദറിനെ കാണുന്നു, ഷാരിഖ് അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ 11th സ്റ്റാൻഡേർഡ് വരെ ഞാൻ 11th സ്റ്റാൻഡേർഡ് വരെ ഒന്നുമില്ല, മേ ബി ഒരു 6th 7th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഡോക്ടർ ആവണം എന്നുള്ളതായിരുന്നു. റൈറ്റ്. പിന്നെ ഒരു സിവിൽ സർവൻ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം, അത് മേ ബി കുറച്ചൊക്കെ എൻ്റെ ഉമ്മയും എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ കുറച്ചൊക്കെ ഇൻജെക്ട് ചെയ്തൊരു സംഭവമായിരുന്നു. എന്ത് ഒരു സിവിൽ സർവൻ്റ് നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ വേണം, അല്ലെങ്കിൽ അത് നല്ലൊരു പൊസിഷനാണ്, ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആവുക എന്നുള്ള സംഭവമൊക്കെ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, മേ ബി അത് നമുക്ക് പിന്നെ പറയുകയും ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി 9th വരെ ഞാൻ കുഴപ്പമില്ലാത്ത നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ മാത്സിൽ ഞാൻ അത്ര നല്ലതല്ലായിരുന്നു, അത്ര നല്ല സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് 10th എന്ന് പറഞ്ഞു, നീ മാത്സ് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, ഷാരിഖിന് അറിയുന്നുണ്ടാവും, ഫാബി, എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്ന PM ഫെല്ലോ ആയിട്ടുള്ള ഡോക്ടറായിട്ടുള്ള ഫാബിയുടെ ഫാദറും മദറും മാത്സ് ടീച്ചേഴ്സാണ്. അപ്പോൾ ഫാബിയുടെ ഉപ്പയുടെ ഉമ്മയുടെ അടുത്ത് ഞാൻ ട്യൂഷന് പോകുന്നു. അപ്പോൾ ഹുസൈൻ സാർ എന്നാണ് സാറിൻ്റെ പേര്. സാറ് വരുന്നു. സാറ് വന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാർ എന്തെങ്കിലുമൊക്കെ ലൈക്ക് സ്കൂൾ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും പഠിപ്പിക്കും, സ്പൂൺ ഫീഡ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ സാറ് വന്നിട്ട് പറയുന്നു, 10th ക്ലാസ്സിലെ 10th ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണികൾ, ഇത് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം, 2 ഫോർമുലയാണ് പഠിക്കാനുള്ളത്, nth ടേമും സമ്മും കാണാനുള്ള ഫോർമുല. എന്നിട്ട് പറഞ്ഞു പാഠം തീർന്നു. അപ്പോൾ പറഞ്ഞു പാഠം തീർന്നു ഫസ്റ്റ് ഡേ തന്നെ, ഇത്ര പെട്ടെന്ന് മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തല്ലേ, ട്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാശോ കൊടുക്കുന്നല്ലേ, ഇയാൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരും. എന്നിട്ട് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കിട്ടിയില്ല പ്രത്യേകിച്ച്. ഞാൻ വിചാരിച്ചു അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും വന്ന് ഇതൊക്കെ പറഞ്ഞു തരുമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇയാൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരികയാണ്, എന്നിട്ട് സോൾവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു.
ഓരോ ദിവസവും ഇയാൾ ഓരോ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പുള്ളി അന്ന് വാട്സാപ്പും ഫേസ്ബുക്കും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പുള്ളി ഇത് ഫുള്ള് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയോ ഓരോ ടീച്ചർ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ഓരോ സ്കൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തെടുത്ത് ഇങ്ങനെ തരും. അങ്ങനെ അന്നത്തെ ക്വാർട്ടർലി എക്സാം വന്നപ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു മാത്സ് പേപ്പർ. എൻ്റെ ഒരു ഫ്രണ്ട് ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി, നിങ്ങൾ എന്നെ കാണൂല എന്ന് പറഞ്ഞിട്ട്. അത്ര ടഫായിട്ടുള്ളൊരു മാത്സ് പേപ്പർ. മാത്സ് നമുക്ക് അറിയാലോ. എനിക്ക് 80-ൽ 76 മാർക്ക്. എല്ലാവരും ഞെട്ടി. കാരണം സ്കൂളിലെ സെക്കൻഡ് ടോപ്പർ 56 മാർക്ക്, 20 മാർക്കിൻ്റെ ഡിഫറൻസ്, ഭീകരമായ ഡിഫറൻസ്. അപ്പോൾ ഇവനെന്താ പറ്റിയെന്നുള്ള എല്ലാവരും നോക്കി. അതോടുകൂടി സാറിന് ട്യൂഷനിൽ കൂടുതൽ ആളുകളായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്ത്, മാത്സ് പഠിക്കണം. മാത്സിൻ്റെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ സയൻസ് പഠിക്കുന്ന പോലെയായിരുന്നു മാത്സ് പഠിച്ചിരുന്നത്. അപ്പോൾ മാത്സ് ആണെങ്കിൽ ചെയ്ത് പഠിക്കണം. അപ്പോൾ അത് ചെയ്തിങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാലോ. ഞാൻ മാത്സിൽ ആ ഒരു കോമ്പിറ്റൻസ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ മാത്സിൽ ബെറ്ററായി. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടി പറ്റിയ ഫീൽഡ് ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ എഴുതുന്നതായിരിക്കും, റൈറ്റ്. പിന്നെ 12th കൂടി കഴിഞ്ഞപ്പോൾ ഫിസിക്സും കൊള്ളാം. അപ്പോൾ മാത്സും ഫിസിക്സും ഉള്ളൊരു ഫീൽഡിൽ പോകാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് ജെയ് പരീക്ഷ എഴുതുന്നത്. ജെയ് പരീക്ഷയും കീമൊക്കെ എഴുതി അത്യാവശ്യം നല്ല റാങ്കൊക്കെ കിട്ടി. അപ്പോൾ ഇനി അടുത്ത കോഴ്സ് എടുക്കണം. അപ്പോൾ വളരെ ഇല്ലോജിക്കലായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടും. കമ്പ്യൂട്ടർ സയൻസ് IITസിൽ കിട്ടുക എന്നുള്ളത് ഇന്നും അന്നും വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സസ് എന്ന് പറയാവുന്ന. ഞാനത് എടുത്തില്ല. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. ഞാൻ പഠിച്ചത് PCMB ആയിരുന്നു. അന്ന് PCMC, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ് ഞാൻ പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചില്ല. അപ്പോൾ ഈ C++ എന്നൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു. വളരെ ആയിട്ടുള്ളൊരു തിങ് ആയിരുന്നു. ഞാനും പഠിക്കുമ്പോൾ അങ്ങനെയാണ്. കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല, 11th-12th കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടില്ല പിന്നെ പാടാണ് എഞ്ചിനീയറിംഗ്. പിന്നെ പാടാണ്, അല്ലെങ്കിൽ അതിലൊരു കമ്പ്യൂട്ടർ സയൻസ് എന്തോ ഒരു സംഭവമാണ്, നമുക്ക് പറ്റുന്ന ഒരു സംഭവമല്ല എന്നുള്ളത്. പ്രിന്റ് ഹലോ വേൾഡ് പഠിച്ചിട്ടുള്ള അത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പ്രെജുഡൈസ് വന്നു. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ അതിൽ രസം എന്താണെന്ന് വെച്ചാൽ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എനിക്ക് ഡുവൽ ഡിഗ്രിയാണ് കിട്ടുക. ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി, BTechഉം M.Techഉം, ഈ 2 ഡിഗ്രീസ് ഒരുമിച്ച് ചെയ്യുന്ന പ്രോഗ്രാം. അതായത് ഇന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. അന്ന് M.Tech എന്താ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ തീരുമാനിക്കണം. ശരിക്കും ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. നമ്മൾ അന്നേ തീരുമാനിക്കണം M.Tech ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ +2 തീരുമാനിക്കണം. അപ്പോൾ അന്ന് 4 സബ്ജക്റ്റ് എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ ഞാൻ ഉറപ്പിച്ചു. കാരണം ഇലക്ട്രിക്കൽ എനിക്കറിയാം, ഫിസിക്സും മാത്സും വരുന്നൊരു ഫീൽഡാണെന്നറിയാം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇലക്ട്രിക്കൽ പഠിക്കാം. ഇനി അതിൽ ഇത് ചൂസ് ചെയ്യുമ്പോൾ VLSI ഡിസൈൻ ഉണ്ട്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പിന്നെ പവർ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ബയോമെക്കാനിക്സ്, ഇങ്ങനെ എന്തൊക്കെയോ 4 M.Tech ഫീൽഡ് ഉണ്ട്. ആരോ എന്നോട് പറഞ്ഞു VLSI ഡിസൈൻ എടുത്താൽ ഇൻ്റൽ ജോലി കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിലും കാണുന്ന ഒരു ഇതാണ് ഇൻ്റൽ ഇൻസൈഡ്, ഇൻ്റൽ ജോലി. അത് കൊള്ളാലോ, കുഴപ്പമില്ല, ഒരു ആസ്പിറേഷണൽ സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെടുക്കാം, VLSI ഡിസൈൻ എടുത്തേക്കാം. അങ്ങനെ ഞാൻ +2 തന്നെ ഡിസൈഡ് ചെയ്യുകയാണ്, ഞാൻ VLSI ഡിസൈൻ എടുക്കുകയാണ്. സംഭവം അത് കുഴപ്പമില്ലാത്തൊരു ഡിസൈനായിട്ട്, മേ ബി അക്കാഡമിക്കലി ഞാൻ കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കാം കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഡിസൈനായിട്ട് അത് ടേൺ ഔട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഫ്രെയിം വർക്ക് ഡ്രിവണോ സയന്റിഫിക്കലി സെലക്ട് ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു ഇല്ല. ആകെ മേ ബി റൈറ്റ് ആയിട്ട് പറയാവുന്ന ഒരു സംഭവം, മാത്സും ഫിസിക്സും കുറേ ചെയ്തപ്പോൾ എനിക്ക് തോന്നി I will do better at this. അതന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. മാത്സ് കുറേ ചെയ്തപ്പോൾ I became better at maths. ഞാൻ 9th മാത്സിൽ അത്ര ബെറ്റർ അല്ലായിരുന്നു. ഞാനത് ചെയ്തപ്പോൾ ഞാൻ ബെറ്ററായി. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കിതൊരു റൈറ്റ് ഫീൽഡ്, ഇതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് രാത്രി ഇരുന്ന് മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളത്. പക്ഷേ ഇനി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രീം കമ്പനി ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ള ലൈഫിലൊരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ അവിടെ ഈ മാത്തമാറ്റിക്സ് ഒക്കെ അത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പക്ഷേ അന്ന് പഠിച്ച മാത്തമാറ്റിക്സ് വേ ഓഫ് തിങ്കിങ് ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയർ എന്നുള്ള എനിക്ക് പ്രോബ്ലം സോൾവിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ദ ഒരു ഡിസിഷൻ മേക്കിംഗ് ജേണി അങ്ങനെയാണ് എത്തി നിന്നത്. നമ്മൾ പറഞ്ഞു വന്നതാണ്, നമ്മുടെ ജേണിയിൽ എന്തെങ്കിലും റൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മേ ബി ഒരു ഫ്രെയിം വർക്ക് ഒന്നുമില്ല, ഇൻഡ്യൂഷൻസ്, ആ ഒരു ഫിസിക്സും മാത്സും വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു റൈറ്റ് ഡൊമൈനിലേക്ക് തന്നെ പോയി എന്നുള്ള ഒരു റൈറ്റ് തിങ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി എൻ്റെ കഥയിലേക്ക് നോക്കാനാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തായാലും ഇല്ല. അതായത് ഞാൻ അക്കാഡമിക്കലി നല്ലതായിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ കുഴപ്പമില്ല, അക്കാഡമിക്കലി നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ കരിക്കുലർലി എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മേ ബി അതിലായിരുന്നു കാണണം കുറച്ചുകൂടി നന്നായിരുന്നത്. എവിടെ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും ആദ്യം പ്രസംഗിക്കാനായിട്ട്. എന്ത് പ്രസംഗം പരിപാടി ഉണ്ടെങ്കിലും വിളിച്ച് പിടിച്ച് ഉണ്ടായിരുന്നില്ല. എന്റെ മദർ നന്നായിട്ട് പുഷ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ വെരി ഗ്രേറ്റ്ഫുൾ ടു ഹെർ ഫോർ ദാറ്റ്. അങ്ങനെ പുഷ് ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് പ്രസംഗത്തിനൊന്നും സമ്മാനം കിട്ടില്ല. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ പിന്നീട് ഡെവലപ്പ് ചെയ്തൊരു സ്കില്ലാണ് മേ ബി സംസാരിക്കുക എന്നുള്ളതും ഒക്കെ കാര്യങ്ങളൊക്കെ. യെസ്, ഞാൻ എന്നാൽ എവിടെ പരിപാടി ഉണ്ടെന്ന് കേട്ടാൽ എങ്ങനെയെങ്കിലും വണ്ടി പിടിച്ച് അവിടെ എത്തി പ്രസംഗിക്കുമായിരുന്നു. 11th-ലും 12th-ലും ഒക്കെ ബാക്ക് ടു ബാക്ക് കേരള സ്റ്റേറ്റ് CBSEയിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇംഗ്ലീഷ് മലയാളം 2 പ്രസംഗങ്ങളിലും 2 ഭാഷകളിലും കിട്ടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. എന്നാലും ഈ വാപ്പ ഡോക്ടർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഡോക്ടർ ആകണം എന്നുള്ള ഒരു സാധനം ഇറാഷണലി ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത്
മറ്റ് 2 സിബ്ലിങ്സിനും ഡോക്ടർ ആകാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഡോക്ടർ എന്നുള്ള അത്ര ഇറാഷണലി ഡോക്ടർ ആകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 11th ആയപ്പോൾ അതുകൊണ്ട് ഞാനും PCMB എടുത്തു, ബയോളജി എടുത്തു. പക്ഷെ പിന്നെ എന്തോ ബയോളജി ഇഷ്ടമല്ല എന്ന് എന്തോ തോന്നൽ വന്നു. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ആകുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓപ്പണായി, ഇനി എന്ത് ചെയ്യണം എന്ന്, ഇനി എങ്ങനെ തീരുമാനിക്കും. അപ്പോൾ ഞാൻ എഗെയിൻ എനിക്ക് എന്തോ അന്ന് എനിക്ക് തോന്നി, ഞാൻ സംസാരിക്കുന്ന ഒരാളല്ലേ, ഞാൻ വാദിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ എനിക്ക് നല്ലൊരു ലോയർ ആകാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് തന്നെ വന്നൊരു ചിന്തയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഉപ്പാടുത്ത് പറഞ്ഞു, ഞാൻ ലോയർ ആയാൽ എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ വിത്ത് ഓൾ ദിയർ ഇറാഷണാലിറ്റി അവർ പറഞ്ഞു, ലോയർ ആയാൽ ജൂനിയർ ആയിട്ട് തുടങ്ങണം, പിന്നെ കുറേ നാൾ സ്ട്രഗിൾ ചെയ്തിട്ട് പോകുമ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലോയർ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്കോപ്പ് എന്ന വാക്ക് ഇവിടെ വരെയാണ്. ലോയറിന് സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ലോയർ എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് വിട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചർച്ച ഇവിടെ ഇല്ല. പക്ഷെ തെറ്റായിരുന്നത് വളരെ ഒരു ഡേറ്റാ ബാക്ക്ഡോ പ്രോപ്പർലി റിസർച്ച്ഡോ അല്ലാത്തൊരു അഭിപ്രായമായിരുന്നു അഡ്വക്കേറ്റ് ആകുന്നതിന് സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നത്. ഒരു ന്യൂആൽസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ NLUയിൽ നിന്നൊക്കെ നല്ലൊരു അതിനുള്ള കേപ്പബിലിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. കോടി ലക്ഷങ്ങൾ വാങ്ങേണ്ട ഒരു അഡ്വക്കേറ്റ് ആകാമായിരുന്നു. ബട്ട് എനിവേസ്, അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഫ്രെയിം വർക്ക് ഡ്രിവൺ അല്ലാതെ സംഭവിച്ചു പോയത് അതാണ്. സ്കോപ്പ് അതിനില്ല എന്നുള്ളത് വെറുതെ ഈ ഓഫീസിലെ നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ വല്ലാതെ അണ്ടർമൈൻ ചെയ്യും ആളുകൾ. അതിനെ നമ്മൾ അത്ര പരിഗണിക്കാറില്ല, നമ്മുടെ പാരന്റ്സും അതൊന്നും അത്ര വലിയൊരു കാര്യമായിട്ട്. അതാണ്. അപ്പോൾ ശരിയായ ഒരു ഇൻഫർമേഷൻ സീക്ക് ചെയ്തിട്ടുള്ള ഒരു അഡ്വൈസ് നമ്മളിലേക്ക് അന്ന് എത്തിയില്ല. അങ്ങനെയാണ് പിന്നെ ഫിസിക്സ് ഇഷ്ടപ്പെട്ടിട്ട് NIT കാലിക്കറ്റിൽ എന്നൊരു പരിപാടി ഉണ്ടായി. അതിനൊക്കെ പോയിട്ട് റിച്ചാർഡ് ഫെയ്ൻമാൻ്റെ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര ഒരു ആസ്ട്രോഫിസിക്സ് തലയിൽ കയറി. അപ്പോൾ ഇനി അതാകണം എന്ന് ഒരു ചിന്ത വന്നു. പക്ഷേ അതെന്താണത്, അതിനെന്ത് പഠിക്കണം, അത് പഠിച്ചാൽ എന്താകാൻ പറ്റും, എവിടെ പോകാൻ പറ്റും, എന്ത് കോഴ്സാണ് എടുക്കേണ്ടത്, അത് പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പോൾ പിന്നെ അത് എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഫ്ലോയിൽ എല്ലാവരും എഞ്ചിനീയറിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമില്ല, പഠിക്കാനൊക്കെ മോശമില്ല, എവിടെയെങ്കിലും അപ്പിയർ ചെയ്താൽ മോശമില്ലാത്തൊരു കോളേജ് കിട്ടും. അപ്പോൾ ഞാൻ JEE കോച്ചിങ്ങിന് പോയിട്ടില്ല. അന്ന് ഇതാണല്ലോ AIEEE JEE ആണ്. JEE കോച്ചിങ്ങിന് പോയതേ ഇല്ല, AIEEE കോച്ചിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ നോർമൽ ട്യൂഷനെ പോയിട്ടുള്ള ഡോക്ടർ ആകണം എന്നുള്ളതുകൊണ്ട് 11th ബയോളജി വിട്ടിട്ട് ഞാൻ AIEEE ഞാൻ വെറുതെ എഴുതി. അങ്ങനെ വെറുതെ എഴുതിയപ്പോഴും നോർമൽ റാങ്ക് എന്തോ എനിക്ക് 20,000 റാങ്ക് ആയിരുന്നു. അപ്പോൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിന് നല്ല റാങ്ക് ഉണ്ടായി. ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ജോയിൻ ചെയ്തു. സീറ്റ് കിട്ടാനുള്ള റാങ്ക് ഉണ്ടായില്ല. TKM കിട്ടി. പക്ഷേ TKM വീടിന് അടുത്തായതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ തൃശ്ശൂർ ജോയിൻ ചെയ്തു. അങ്ങനെ AIEEE സ്പോട്ട് അഡ്മിഷൻ വഴിയിട്ട് എനിക്ക് NIT ജംഷഡ്പൂർ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ പോകുമ്പോഴും ഞാനത് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അതെന്താണെന്ന് അറിയില്ല, എന്ത് സ്ട്രീം എങ്ങനെ സെലക്ട് ചെയ്യണം എന്നറിയില്ല, CS എടുക്കുന്നത് നല്ലതാണെന്ന് പോലും അറിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ മോശം ഡിസിഷൻ ആയിരുന്നു. പക്ഷെ അത് അവിടെ എത്തി, NITയിൽ എത്തി എന്നുള്ളൊരു നല്ല കാര്യം മാത്രമാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ഇന്ന് ഞാൻ റൈറ്റ് എന്ന വാക്ക് ഉപയോഗിക്കും, ഒരു റൈറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ചെന്ന് പെട്ടു. ആ റൈറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എൻ്റെ ഉള്ളിലെ കഴിവുകളെ എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്ന് ചാനൽ ചെയ്ത് കാണും. അതായത് എനിക്ക് കുറച്ച് സംസാരിക്കാൻ അറിയാം, എനിക്ക് കുറച്ച് സംഘടിപ്പിക്കാൻ അറിയാം കാര്യങ്ങൾ, മേ ബി കുറച്ച് മീഡിയം കാര്യങ്ങളും അറിയാം. അപ്പോൾ അവരെന്നെ കൊണ്ട് ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കിപ്പിച്ചു. നമ്മൾ ഒരു ഫിൽം മേക്കിംഗ് ക്ലബ്ബ് ഉണ്ടാക്കി, ഒരു ഓൺടർപ്രണർഷിപ്പ് ക്ലബ്ബ് അതിൻ്റെ ഭാഗമായി. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യണം, എങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യണം, അങ്ങനെ ബിസിനസ് എന്നുള്ളതും മീഡിയ എന്നുള്ളതും എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണമെന്നുള്ള എൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പല സാധനങ്ങളെയും അവിടെ നിന്ന് ചാനലായിട്ടാണ് ശരിക്കും ഞാൻ ഇന്ന് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു കോളേജൊക്കെ കഴിയുമ്പോൾ തന്നെ എനിക്ക് ക്ലാരിറ്റി ആയി, എന്തായാലും എഞ്ചിനീയറിംഗ് ജോബിനല്ല പോകേണ്ടത്, എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ നല്ലത്, ഇനി അതല്ല എങ്കിലും ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുമ്പോൾ റൈറ്റ് അഡ്വൈസ് കിട്ടിയിട്ടില്ല, എങ്ങനെയൊക്കെയോ പോയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. റൈറ്റ് എൻവയോൺമെന്റിൽ എത്തി എന്നുള്ളതാണ് അതാണ് അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഞാൻ പഠിക്കുന്നത് എൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജേർണിയിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന 2 സൊല്യൂഷനാണ്. ഒന്ന്, റൈറ്റ് എൻവയോൺമെന്റിൽ എത്തിപ്പെടുക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഓപ്പൺ ആകുക. നമ്മൾ ആദ്യമേ റിജിഡ് ആകിയിട്ട് കാര്യമില്ല. നമ്മൾ എക്സ്പോഷറിലൂടെ നമുക്ക് ട്രിഗേഴ്സ് കിട്ടി അകത്തേക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആക്ട് ചെയ്ത് ബെറ്റർ ആകാനുള്ള ഒരു സംഭവം ഉണ്ടാകണം. വിച്ച് ടേക്സ് മീ ടു പോയിന്റ് നമ്പർ 2, വിച്ച് ഇസ് ഏജൻസി. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കോളേജിലുള്ളപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ഞാൻ ആലോചിക്കുക എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഞാൻ കാണും ചിലർ എപ്പോഴും ഞാൻ എവിടെയാണ് പോവുക, ഞാൻ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ എൻ്റെ കരിയറിൽ ബെറ്റർ ആവും, ഞാൻ പ്ലേസ്മെൻറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഞാൻ എൻ്റെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. എൻ്റെ സ്റ്റേറ്റസ് കോ എന്നും അതായിരുന്നു. ഞാൻ എപ്പോഴും ഉറങ്ങാൻ പോകുമ്പോൾ ചിന്തിക്കും എങ്ങനെ ലൈഫ് ബെറ്റർ ആകാമെന്ന്. എന്നാൽ അതേസമയം വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, അവർക്ക് ഡെയിലി ഗെയിം കളിക്കണം, അല്ലെങ്കിൽ പുറത്ത് പോകണം, കറങ്ങാൻ പോകണം. അതാണ് അവരുടെ സ്റ്റേറ്റസ് കോ. ഒരു പരീക്ഷ വരുമ്പോഴോ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിൻ്റെ സമയമാകുമ്പോഴാണ് അവർ സീരിയസ് ആകുന്നുള്ളൂ ലൈഫിനെ പറ്റി. പക്ഷെ ഞാൻ എപ്പോഴും ഒബ്സസ്ഡ് ആയിരുന്നു ആസ് ടു എന്താ ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ചെയ്യും, അത് ഫെയിലാവും, അതിൽ നിന്ന് ലേൺ ചെയ്യും. അപ്പോൾ ആ ഒരു ഏജൻസിയും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഡ്രൈവും ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിക്കും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് ഫസ്റ്റ് പോയിന്റിൽ എനിക്ക് തോന്നിയ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യൻ. എന്നോട് പല ആൾക്കാരും ചോദിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് CET ഒരു എക്സാമ്പിൾ പറയാം, ഒരു CET നിങ്ങൾക്ക് BTech CSE കിട്ടും,
അതേപോലെ തന്നെ NIT കാലിക്കറ്റിൽ മേ ബി പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കിട്ടും. ഏത് ചൂസ് ചെയ്യണം, റൈറ്റ്? എന്താ പറയാറ്? ഞാൻ പറയാറുള്ളത്, വാട്ട് യു വാണ്ട്. ഇഫ് യു റിയലി വാണ്ട് CSE, എനിക്ക് CSE ആണ് റൈറ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ട് അല്ലെങ്കിൽ IT ജോബിലോട്ട് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചൂസ് BTech CSE ഇൻ CET. എന്നാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 18 വയസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, പക്ഷേ ആയിരിക്കും ഞാനടക്കം നമ്മൾ ക്ലാരിറ്റി ഉള്ള ഡിസിഷൻ അല്ല എടുത്തത്. ആൻഡ് ഈ ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെന്ത് ഡിസിഷൻ എടുക്കണം? ഞാൻ പറയും, നിങ്ങൾ യു ഗോ ടു NIT കാലിക്കറ്റ് ഇൻ വാട്ട് എവർ ബ്രാഞ്ച് യു ഗെറ്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങൾ ബിസിനസ്സിന് പോകണോ, നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോകണോ, നിങ്ങൾ റിസർച്ചിന് പോകണോ എന്നുള്ളത് യു ക്യാൻ ഫിഗർ ഔട്ട് ഫ്രം ദർ. അതാണ് റൈറ്റ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രാധാന്യമുള്ള ഒരു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ECക്ക് സ്കോപ്പ് ഉണ്ടോ, സിവിലിന് സ്കോപ്പ് ഉണ്ടോ, അതേപോലെ മെക്കാനിക്കലിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അപ്പുറം കുറച്ചുകൂടി നമ്മൾ നമ്മുടെ കഴിവുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. മേ ബി അതിലോട്ട് നമുക്ക് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകേണ്ട ഒരു ഏരിയ അതാണ്. പ്ലസ് നമ്മൾ ആ റൈറ്റ് എൻവയോൺമെൻറ്റിലോട്ടാണോ നമ്മുടെ കുട്ടികൾ പോകുന്നത് എന്നുള്ളത് ഞാൻ ഫസ്റ്റേ പറഞ്ഞു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഫസ്റ്റ് അഡ്വൈസ് ചെയ്യാനുള്ളൊരു കാര്യം എന്നുള്ളത്. ആ റൈറ്റ് എൻവയോൺമെൻ്റ് ആണ് നിങ്ങളെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റുന്നത്. UPSC സിവിൽ സർവീസ് എക്സാംസ് എടുക്കുക. സാധാരണ ആളുകളുടെ ഇടയിലുള്ള ഒരു പറയും, UPSC സിവിൽ സർവീസിന് എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ? ഏത് ഡിഗ്രി എടുത്താലും സിവിൽ സർവീസ് എടുക്കാം, ശരിയാണല്ലോ? ഏത് ഡിഗ്രി എടുത്താലും സിവിൽ സർവീസ് എടുക്കാം. പക്ഷേ ഏതെങ്കിലും ഡിഗ്രി എടുത്തവർക്കാണോ സിവിൽ സർവീസ് കിട്ടുന്നത്? ഇപ്പോൾ ഞാൻ എനിക്കൊന്ന് 2024 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ 10 ആളുകളിൽ ടോപ്പ് 10 റാങ്ക്സിൽ 4 ആളുകളും ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളാണ്. 2 ആളുകൾ NIT പഠിച്ച ആളുകളാണ്, 2 ആൾ IIT പഠിച്ച. യെസ്, വൈ? അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് എന്താണ് പ്രത്യേകത? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ സിവിൽ സർവൻസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഡൽഹി. അതേപോലെ സ്വാഭാവികമായിട്ടും അവരുടെ സീനിയേഴ്സിൽ ഒരുപാട് ആൾക്കാർ സിവിൽ സർവൻസായി മാറിയിട്ടുണ്ടാവും. ഇവരെ ഗൈഡൻസും മെൻറ്റർഷിപ്പും ഇവിടെ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉള്ള സ്ഥലമാണ് ഡൽഹി. സ്വാഭാവികമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൂടുതൽ സിവിൽ സർവൻസ് ഉണ്ടായി വരുന്നു. വൺ ഓഫ് ദ റീസൺസ് ബീയിങ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത് നല്ല ടാലൻറ്റ് വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പം നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാകുന്നു, അവർ ഒരുമിച്ച് പഠിക്കുന്നു, അവർ കോമ്പീറ്റ് ചെയ്യുന്നു, അവർ ചിന്തിക്കുന്നു, റൈറ്റ്? സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, റൈറ്റ്? അപ്പോൾ ഇത്രയും നമ്മുടെ രണ്ടുപേരുടെയും കഥകൾ പറയുമ്പോൾ അജ്മൽക്ക് നേരത്തെ പറഞ്ഞ സർവൈവർഷിപ്പ് ബയസിന്റെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളൊക്കെ മേ ബി ഇല്ലേ ആ ഒരു നമ്മൾ ഔട്ട്ലയേഴ്സ് ആയിരിക്കാം, നമ്മൾ എക്സെപ്ഷൻസ് ആയിരിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ +1 +2 പഠിച്ച ആളാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും എന്നതൊരു ഫ്രെയിം വർക്ക് ആയിട്ട് എനിക്ക് പറയാനൊന്നും പറ്റില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് മേ ബി എനിക്ക് എന്ത് പറയാം. മൈറ്റ് ബി എൻ എക്സെപ്ഷൻ. അതെ, അപ്പോൾ നമ്മുടെ കഥകൾ പറഞ്ഞതും ഒരു എക്സാമ്പിൾസ് ആയിട്ട് മാത്രമാണ്. മോറിലേക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്, രണ്ടുപേരും ഫ്രെയിം വർക്ക് ഫോളോ ചെയ്തിട്ടൊന്നും അല്ല എത്തിയത്. എന്നാലും നമ്മൾ ഫുൾഫിൽമെന്റ് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യേണ്ട എന്നുള്ളൊരു മെസ്സേജും അല്ല നമ്മൾ കൊടുക്കുന്നത്, റൈറ്റ്? അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആക്ച്വൽ സൊല്യൂഷനിലേക്ക് വരാം. അതായത് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ത് കോഴ്സ് പഠിക്കണമെന്ന് തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ലൈഫിൽ ഫുൾഫിൽമെന്റിലേക്ക് ലീഡ് ചെയ്യുന്നില്ല, ഇൻഫാക്ട് ഡിസപ്പോയിന്റ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശരിക്കും ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് മുന്നിലേക്ക് വെക്കണം. ഒരു ഫ്രെയിം വർക്ക് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഫ്രെയിം വർക്ക് മേ ബി ഞാനൊന്ന് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കാം. അതൊരു ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ മേ ബി ഒരു മെന്റൽ മോഡലാണ്. ഞാൻ ആളുകളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ഫോളോ ചെയ്താൽ അവർക്ക് ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങളിലൊന്നും പെടാതെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇൻഫോംഡ് ആയിട്ട് റൈറ്റ് ആയിട്ട് അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ്, കുറച്ചുകൂടി ചൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇനി ചൂസ് ചെയ്യാൻ പറ്റിയിട്ട് അവർക്ക് അത് റൈറ്റ് കരിയർ അല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി ഇതിന്റെ കൂടെ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഒരു റൈറ്റ് കരിയറിൽ നമ്മൾ ചിലപ്പോൾ എത്തിക്കോണമെന്നില്ല. മാത്രമല്ല നമുക്കറിയാം ഇന്നത്തെ കാലം വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മൾ ചൂസ് ചെയ്തൊരു ഏരിയയിൽ ചിലപ്പോൾ ഡിസ്റപ്ഷൻസ് വരാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോഴും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഇന്ന് നടക്കുന്ന വളരെ അന്ധമായ തെറ്റായിട്ടുള്ള പ്രോസസ് അല്ല, കുറേ കൂടി ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിലൂടെ ചെയ്താൽ റൈറ്റ് സാധനം സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടും എന്നുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോകാം. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്? ഒന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന് പേഴ്സണാലിറ്റിയാണ്, 2 ഇൻട്രസ്റ്റ് ആണ്, റൈറ്റ്? അപ്പോൾ പേഴ്സണാലിറ്റി എന്നുള്ളത് പലപ്പോഴും നമുക്ക് അത്ര പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ത് പേഴ്സണാലിറ്റി എന്നുള്ളത് ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ അപ്ബ്രിങ്ങിങ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങൾ അതൊന്ന് ശരി തെറ്റ് എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളും. ഒരു ഇൻട്രോവേർട്ട് ആവുക എന്നുള്ളതൊരു മോശം കാര്യമല്ല. ഞാനൊരു ഇൻട്രോവേർട്ടാണ്,
എന്നാണ് ഞാൻ എടുത്ത എല്ലാ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പ്രകാരം ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എന്താ പറയുക, പക്ഷേ അതിനർത്ഥം ഞാൻ പബ്ലിക് സ്പീക്ക് ചെയ്യുന്നത് ഒരു എക്സ്ട്രോവേർട്ട് ആവുന്നതിൻ്റെ ഒരു മാനദണ്ഡമൊന്നുമല്ല. നമുക്ക് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ എക്സ്ട്രോവേർട്ട് ആവുക ഇൻട്രോവേർട്ട് ആവുക എന്നുള്ളത് ഒരു മോശം കാര്യമല്ല. പക്ഷേ എന്താണ്, അത് നമ്മുടെ കരിയറിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സോഷ്യലി എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത്, നമ്മളൊരു ടീമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പൊതുവേ പറയാറുള്ളൊരു ഫ്രെയിം വർക്ക് ഒന്ന് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ ഒരു ഓഷ്യൻ ബിഗ് 5 പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കാണ്. റൈറ്റ്. ഓഷ്യൻ, OCEAN. O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺനെസ്, C സ്റ്റാൻഡ് ഫോർ കോൺസെൻഷ്യസ്നെസ്, അതേപോലെ E എക്സ്ട്രോവേർഷൻ, A അഗ്രിയബിൾനെസ് ആൻഡ് N ന്യൂറോട്ടിസിസം. ഇതെന്താന്നുള്ളത് മേ ബി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ 5 പേഴ്സണാലിറ്റി ടൈപ്സ് ആയിരിക്കും എല്ലാവരും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എല്ലാവരും? ഏതെങ്കിലും ഒന്നല്ല, ഇതിൽ ഏറിയും കുറഞ്ഞുള്ള രീതിയിലായിരിക്കും. അതായത് ഓപ്പൺനെസ് എന്നുള്ളത് ഹൈ ആയവരുണ്ടാവാം, ലോ ആയവരുണ്ടാവാം. എക്സ്ട്രോവേർഷൻ ഹൈ ആയവരുണ്ടാവാം, ലോ ആയവരുണ്ടാവും. അപ്പോൾ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഹോട്ടലിൽ കയറി, നമ്മൾ മെനു അരിച്ച് പെറുക്കിയിട്ട് നമ്മൾ അവസാനം ഒരു ബിരിയാണി അല്ലെങ്കിൽ മന്തി എന്ന് പറയും. അതിനർത്ഥം എന്താ, നമുക്ക് ഓപ്പൺനെസ് കുറവാണ്. അത് ബേസിക്കലി റിസ്ക് എടുക്കാൻ ഇവിടെ അതാണ് ഒരു സേഫർ ബെറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഈ സേഫർ ബെറ്റ് ചൂസ് ചെയ്യുന്ന ആളുകൾ ഭാവിയിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളത് അവർക്ക് മേ ബി കുറച്ച് ഹാർഡർ ആയിരിക്കാം. ഈ പേഴ്സണാലിറ്റി മാറാട്ടോ, ലൈഫ് എക്സ്പീരിയൻസുകളിലൂടെ കുറേ മാറ്റങ്ങൾ വരാം. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് തന്നെ പല ഡിഫറെന്റ് കാര്യങ്ങളിൽ ഡിഫറെന്റ് ഓപ്പൺനെസ് ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. ഫുഡ് കഴിക്കുന്നതിൽ ഓപ്പൺനെസ് അല്ല, എന്നാൽ വസ്ത്രധാരണത്തിൽ ഓപ്പൺനെസ് ഉണ്ടാകാം. അങ്ങനെയും ഉണ്ടാകാമല്ലോ. ഉണ്ടാകാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആസ് സച്ച് അതിൽ ഒരേ കാര്യങ്ങളിൽ തന്നെ ആയിരിക്കും ജനറലി ട്രെൻഡ് ചെയ്യുന്നതായിട്ടാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ഈ ഓപ്പൺനെസ് എന്നുള്ളൊരു കാര്യത്തിൽ പിന്നെ ഓരോ വിഷയങ്ങൾക്ക് അനുസരിച്ച് വരാം. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നതിലുള്ള ഓപ്പൺനെസ് ആവില്ല ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ബഞ്ചി ജമ്പിങ്ങിനുള്ള ഓപ്പൺനെസ് എന്നുള്ളത്. റൈറ്റ്. അത് ഡിഫറെൻ്റ് ആയിട്ട് വരാം. C സ്റ്റാൻഡ്സ് ഫോർ കോൺസെൻഷ്യസ്നെസ്. കോൺസെൻഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എത്രത്തോളം ഒരു അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വൈഫ് പറയാറുള്ള പരാതിയാണ്, നിങ്ങളതെന്താ നിങ്ങളുടെ മേശൊക്കെ ആകെ എപ്പോഴും വൃത്തിയായിരിക്കും. എൻ്റെ അമ്മയും വൈഫൊക്കെ പറയാറുള്ള പരാതിയാണ്, എപ്പോഴും വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ ആ സാധനമൊക്കെ വിളിച്ച് എനിക്കതിലൊരു ഓർഡർ കാണാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ അവർക്കതിലൊരു ഓർഡർ കാണാൻ പറ്റുന്നുണ്ടാവില്ല. റൈറ്റ്. ഇതിനൊക്കെ ഒരു ഭീകരമായിട്ട് OCD ഉള്ള ആളുകളുണ്ടാവും. റൈറ്റ്. അപ്പോൾ ഞാൻ പൊതുവെ പറയാറുള്ളത്, ഇപ്പം നിങ്ങൾ ഇപ്പോൾ CA ആവണമെന്ന് പറയും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെന്ന്. ഒരു കമ്പനിയുടെ ഫൈനാൻസസിനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരാളാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് പ്രൊഫഷണൽ എന്നുള്ളത്. സ്വന്തം ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശരിക്കും അഗ്രി ചെയ്ത വളരെ എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് ഈ 5 എണ്ണമെങ്കിൽ 5 എണ്ണം അത് മനസ്സിലാക്കിയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ട്രീമിലേക്കല്ലേ നമ്മൾ പോകേണ്ടത് എന്നുള്ള സ്ഥലത്തേക്കാണല്ലോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നതിന് പറ്റില്ല എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അല്ലേ, C എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ അടുക്കും ചിട്ടയുമായിട്ട് വ്യക്തമായി പ്ലാൻ ചെയ്യുന്നു, ഡിസിപ്ലിൻ ഉണ്ടാവുന്നു, ഓർഗനൈസ്ഡ് ആവുന്നു. ലൈഫ് അങ്ങനെ ഓർഗനൈസ്ഡ് ആയ ആളുകളുണ്ടാവും, തീരെ ഓർഗനൈസ്ഡ്. ഇതിന്റെ മിഡിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇതിൽ കുറെ ഗ്രേ ഏരിയാസും എന്തുണ്ടാവും ഇതിലുണ്ടാവും. അതേപോലെ തന്നെ E എന്നുള്ളത് എക്സ്ട്രോവേർഷൻ എന്നുള്ളത്. എക്സ്ട്രോവേർഷൻ കൂടിയ ആളുകളുണ്ടാവാം, കുറഞ്ഞ ആളുകളുണ്ടാവാം. ഞാൻ പറഞ്ഞത് വീണ്ടും ഈ ഒരു ഓർഗനൈസ്ഡ് ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് വളരെ എന്താ പറയുക ഒരു പോസിറ്റീവും അല്ലാത്തത് വളരെ നെഗറ്റീവും എന്നുള്ളതല്ല, നമ്മൾ പറയുന്നില്ല. റൈറ്റ്. എക്സ്ട്രോവേർഷൻ ഇൻട്രോവേർഷൻ ഇപ്പോൾ നമുക്ക് പല കരിയർ എക്സാമ്പിൾസ് നമുക്ക് പറയാലോ. വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു ടീം ആക്ടിവിറ്റീസ് ഒക്കെ ലീഡ് ചെയ്യുന്ന ഒരു HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അല്ല ഒരു പുതിയ ഒരാളെ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരാൾ ഒരു HR ടീം ലീഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനേജറോ ആവുക എന്നുള്ളത് എന്തായിരിക്കും ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു പീപ്പിൾ മാനേജർ ആവുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം. മേ ബി ട്രെയിനിങ്സ് ഒക്കെ എടുക്കുന്ന ആളുകൾ. റൈറ്റ്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. റൈറ്റ്. A എന്നുള്ളത് അഗ്രിയബിൾനെസ് എന്നുള്ളത് കുറച്ചുകൂടി എന്താ പറയുക, നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്ന ആളാണ് നമ്മൾ. അതല്ല വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്ന ആളാണ് നമ്മൾ. രണ്ടിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. റൈറ്റ്. ഒരു നല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ലൊരു ടീമുമായി ജെൽ ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കാം. എന്നാൽ ഇങ്ങനെ ഹാർഡായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർക്കും പ്രോബ്ലി ഒരു ബെറ്റർ ഓൺടർപ്രണർ ആവാൻ സാധിക്കാം. റൈറ്റ്. എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യുന്ന, റൈറ്റ്, എല്ലാത്തിനോടും അഗ്രി ചെയ്യാത്ത ആളുകളെയും നമുക്ക് വേണം. റൈറ്റ്. അപ്പോൾ ഇത് ഒരു ഫാക്ടറാണ്. 2 N എന്നുള്ളത് ന്യൂറോട്ടിസിസം ആണ്. എനിക്ക് മേ ബി എന്ത് ചെയ്യാനുള്ളത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട സമയം നമുക്ക് എത്രത്തോളം ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളത്. റൈറ്റ്. ഇപ്പോൾ ചില ജോബ്സ് മാത്രമല്ല,
അപ്പോൾ ഹൈ ന്യൂറോട്ടിസിസ് ഉള്ള ആളുകൾ, അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറഞ്ഞാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പരീക്ഷ വരുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറില്ലേ? അവർ ചിലപ്പോൾ നന്നായി പഠിക്കുന്നുണ്ടാവും, പക്ഷേ അവർക്കൊരു എക്സാമിൻ്റെ സ്ട്രെസ്സിനെ നേരിടാനുള്ള ഒരു കാര്യം അവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരാൾക്ക് മേ ബി ഒരു 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഹെൽപ്പ് ഫോർ ദം. ഇത് പലപ്പോഴും പാരൻസോ കുട്ടികളോ എന്ത് ചെയ്യില്ല, പലപ്പോഴും മനസ്സിലാക്കില്ല. ഒരു സർജിക്കൽ ടേബിളിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട ഒരു ഘട്ടം, റൈറ്റ്? ആ സമയത്ത് ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഒരു എന്താ പറയുക കൺട്രോൾ ലഭിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾക്കൊരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, റൈറ്റ്? അപ്പോൾ ഏത് കാര്യത്തിനും നമുക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ളത് ജനറലി നല്ലതാണ്. പക്ഷേ ചില ഇമോഷണലി കൺട്രോൾ ഇല്ലാത്ത ചില വിഷയങ്ങളിൽ ഇമോഷണലി അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചില കരിയറുകൾ ഡെഫിനറ്റ്ലി ക്യൂബ് ഡിസിഷൻ മേക്കിംഗ് വരുന്ന സംഭവങ്ങളൊന്നും പലപ്പോഴും യോജിക്കുന്നില്ല നമുക്ക് പറയേണ്ടി വരും. അതാണ്. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ ഇല്ല എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ഒരാൾക്ക് എന്ന് മനസ്സിലായാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ അധികം കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് കാര്യങ്ങളെ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷെ അതാണ് അങ്ങനെ ഒരു വ്യക്തി ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴാണ് അയാൾ വിജയിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുമ്പോഴാണ് ആളെ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒരാൾക്ക് ഉണ്ടാകും, അത് കണ്ടെത്തുക എന്നുള്ളതാണ് ബിഗ് 5. ഇത് രണ്ടും ഒരു ബിഗ് 5 എന്നുള്ളത് ഒരു സയന്റിഫിക് പേപ്പേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ പല പേഴ്സണാലിറ്റി ടൈപ്സ് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ MBTI എന്ന് പറഞ്ഞിട്ട്, മേയേഴ്സ് ബ്രിഗ്സ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില ചെറിയ ടെസ്റ്റുകൾ, ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിലടക്കം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ്, ഒരു 30-40 ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങൾ ജെന്യൂനായിട്ട് ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണോ, എങ്ങനെയാണ്? അതായത് നിങ്ങൾ ചില സ്റ്റേറ്റ്മെന്റ്സിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഇതാണ് ചോദിക്കുന്നത് ബേസിക്കലി. ചില സിനാരിയോസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനാണ്. അഗെയിൻ നോ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എൻ്റെ unlearnwithajmal.com പോയിട്ട് കരിയർ ടൂൾസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് താഴെ കൊടുക്കാം. പക്ഷേ ഇതൊരു അതൊക്കെ മിനിമം ലെവൽ ടെസ്റ്റ് ആണ്. ഐ മീൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രോപ്പർ ടെസ്റ്റ് നിങ്ങൾക്ക് മേ ബി ChatGPT ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർ ടെസ്റ്റുകൾ വേറെ ബിഗർ ടെസ്റ്റുകൾ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ളതും പലതും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലെ 30, 40, 50 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അപ്പോൾ അതിന്റെ അവസാന ഉത്തരമായിട്ട് ഈ 5 ട്രേറ്റ്സിൽ ഓരോ ട്രേറ്റും നമുക്ക് എത്രയുണ്ട്, എന്താണ് നമ്മുടെ ഡോമിനന്റ് ട്രേറ്റ്, ഏതാണ് ഡോമിനന്റ് അല്ലാത്ത ട്രേറ്റും ഒരു പെർസെന്റേജ് വൈസ് നമുക്കത് ഏകദേശം മനസ്സിലാവും എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു 12th കോഴ്സ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നവർ പോലും ആയിരിക്കില്ല കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ചെയ്യുന്ന ജോബ് മാച്ചിങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാൻ താഴെ എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ്, എത്രത്തോളം. ഞാൻ ആ ടൂൾ 100% ഫുൾ പ്രൂഫ് എന്ന് പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു ക്യൂരിയോസിറ്റിയുടെ മേലെ ഡെവലപ്പ് ചെയ്ത ടൂളാണ്. സോ ദാറ്റ് ആളുകൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കലാണ്. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിനെ ഒരു ഹോളണ്ട് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ എന്തുണ്ട്, ഒരു ഫ്രെയിം വർക്ക്, എഗെയിൻ ഒരു സയന്റിഫിക് പേപ്പേഴ്സിലൊക്കെ ഉള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. റിയാസക് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. റിയാസക് RIASEC എന്നുള്ളതാണ്. അല്ല, അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തരും. അപ്പോൾ ഒരാൾ ഇമോഷണലി നല്ല കൺട്രോൾ ഉള്ള ആളാണ്, നല്ല ഓപ്പൺനെസ് ഉള്ള ആളാണ്, അതുപോലെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് വന്നു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെ മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ ഇൻട്രസ്റ്റ് എന്താണ്? ഒരു എക്സാമ്പിൾ എന്തായിരിക്കും? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആർട്ടിസ്റ്റിക് ആയിട്ട് താല്പര്യമുള്ള ആളുകൾ, വരക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്കൊരു കാര്യം ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, അതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, അതിലാണ് ഏറ്റവും താല്പര്യമുള്ളത്, റൈറ്റ്? അതേപോലെ തന്നെ ഇപ്പോൾ ചില കുട്ടികളുണ്ടാവും ഹാൻഡ്സ് ഓൺ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില കുട്ടികളുണ്ടാവും വളരെ ക്യൂരിയസ് ആയിട്ട് ഒരു കാര്യത്തിന് പിന്നിലുള്ള കാര്യം അന്വേഷിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില ആളുകൾ ഇപ്പോൾ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. ദാറ്റ്സ് ദെയർ ഇൻട്രസ്റ്റ്, റൈറ്റ്? ഇങ്ങനെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകളുള്ള ആളുകൾ. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കാര്യങ്ങളുടെ മുന്നിൽ നിന്ന് ഓർഗനൈസ് ചെയ്ത് പരിപാടികളൊക്കെ നടത്താൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാള് ഒരിക്കലും പോയിട്ട് ബാക്ക് എൻഡില് ഒരു ടീമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒറ്റക്കുള്ള ഒരു ജോലിയിലേക്ക് പോകരുത് എന്നുള്ളത് മനസ്സിലായി. മേ ബി അയാൾക്ക് അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. പേഴ്സണാലിറ്റി ട്രൈറ്റും ഇപ്പൊ എന്താ പറയുക, ഇൻട്രസ്റ്റ് എന്നുള്ളത് വേറെയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനും ഫ്രെയിം വർക്ക് ഉണ്ട്. നമുക്ക് റിയാസക് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റിയാസക്കിൽ R സ്റ്റാൻഡ്സ് ഫോർ റിയലിസ്റ്റിക്. ഈ പറഞ്ഞ പോലെ ഹാൻഡ്സ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ടെൻറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ഒരു മടി പിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് I സ്റ്റാൻഡ്സ് ഫോർ ഇൻവെസ്റ്റിഗേറ്റീവ്.
അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ മേ ബി എന്താ പറയുക, ഒരു എക്സാമ്പിൾ, ഇവർ ഈ കരിയറിലോട്ട് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. പോകാവുന്ന ഒരു കരിയർ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയേഴ്സ് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഹാൻഡ്സ് ഓൺ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഭൂരിഭാഗം എഞ്ചിനീയേഴ്സിനും വേണ്ടിയിട്ടാണ്. ഈവൻ പല ഡോക്ടേഴ്സിനും വേണ്ട ഒരു സംഭവമാണ്, റൈറ്റ്, ഹാൻഡ്സ് ഓൺ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ശരിയല്ലേ? ഇപ്പോൾ സർജൻസ് ആയിട്ടുള്ള ആളുകൾ, പല ഡോക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഹാൻഡ്സ് ഓൺ ആയി ചെയ്യേണ്ടത്. പല ജോബ്സിനും പ്രാധാന്യം വരുന്ന കാര്യമാണ് ഹാൻഡ്സ് ഓൺ ആയിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങി നമ്മൾ പണിയെടുക്കുക എന്നുള്ളത്, റൈറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ്. ചില കാര്യങ്ങളുടെ പിന്നിൽ ക്യൂരിയസ് ആയിട്ട് ഡെപ്തിൽ പോകുന്ന ആളുകളുണ്ടാവും. ഇവരായിരിക്കും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു റിസർച്ച്, ഒരു PhD എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും, അല്ലേ? ആ ഇൻവെസ്റ്റിഗേറ്റീവ് ട്രേറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെയുള്ളൊരു ഫീൽഡിൽ ഒരു പേപ്പറൊക്കെ വായിച്ച്, ഒരു PhD-കാരൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പേപ്പറൊക്കെ വായിച്ച് അതിൽ ഡെപ്തിൽ പോയി അതിന് പിന്നിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് പോകാന്നുള്ളത് എന്താണ്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. യെസ്. എന്നുള്ളത് ആർട്ടിസ്റ്റിക്. ഇത് പിന്നെ പൊതുവെ ജനറലി പെട്ടെന്ന് വിസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. ലൈക്ക് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചെറുപ്പത്തിലേ ഉണ്ടാവും വരക്കുന്ന ആളുകൾ, അല്ലേ? അത് നമുക്ക് അറിയാം, ഇവരാണ് ഈ വരക്കുന്ന ഡിസൈൻ ചെയ്യുന്ന ആളുകൾ എന്നുള്ളത്. പക്ഷേ അതിൽ അവർ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ കാലത്ത് UI/UX ഡിസൈനേഴ്സ് ഉണ്ട്, യൂസർ ഇൻ്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ്. അപ്പോൾ ഇവർ വരുന്നത് ഇന്നിപ്പോൾ പല ആളുകളും ഇപ്പോൾ വരക്കുന്ന ആളുകളൊക്കെ ഒരു നോർമൽ ഗ്രാഫിക് ഡിസൈനിലോട്ട് ചുരുങ്ങി പോകുന്നു. പക്ഷേ അവർക്ക് എന്തുകൊണ്ട് IIT-കളിൽ BDS ഉണ്ട്, ബാച്ചിലർ ഇൻ ഡിസൈൻ ഉണ്ട്, ഇപ്പോൾ IIT ബോംബെയിലുണ്ട്, ഗോഹട്ടി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, NIDs ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസ് ഉണ്ട്. എന്തുകൊണ്ട് അവിടെ പോയി പഠിച്ചുകൂടാ? ഓക്കെ. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിക് എബിലിറ്റി ഉള്ള ആളുകൾ അതിൻ്റെ ആ ഇൻട്രസ്റ്റിൻ്റെ മേലെ ബിൽഡ് ചെയ്താൽ ദേ വിൽ ഹാവ് ലോട്ട് ഓഫ് കരിയർ ഓപ്ഷൻസ്, റൈറ്റ്. ഈവൻ സയൻസും മാത്സും ഒന്നും പഠിക്കാതെ തന്നെ അവർക്ക് ഒരുപാട് കമ്പനീസിൽ, ഒരുപാട് ആപ്സിൽ, ഒരുപാട് വെബ്സൈറ്റ്സിൽ ഇത്തരത്തിലുള്ള ഡിസൈനിലോട്ട് അവർക്ക് പോവാം. അപ്പോൾ RIA നമ്മൾ പറഞ്ഞു. S എന്നുള്ളത് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഔട്ട്വേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള, ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. മേ ബി ഒരു ഇവൻറ്റ് മാനേജറൊക്കെ ആവാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ്, റൈറ്റ്, ഒരു മാനേജ്മെൻറ്റ്, റൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ ഈ സോഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. ഒരു ഗ്രൂപ്പിൽ അവർ എത്രത്തോളം കംഫർട്ടബിൾ ആണ്. നമ്മളൊന്ന് ഒരു പാരലൽ ഡ്രോ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രോവേർഷൻ്റെ ഒരു കുറച്ചുകൂടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മാച്ചിങ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് കുറേ കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഈസിലി സെലക്ട് ചെയ്യാൻ പറ്റും. യെസ്. ആൻഡ് ഈസ് എന്റർപ്രൈസിങ്. പുതിയ കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുന്ന ആളുകൾ. സ്കൂളിൽ തന്നെ നമ്മൾ പലപ്പോഴും കാണൂലേ, പുതിയ ക്ലബ്ബ് ഉണ്ടാക്കുന്നവർ, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നവർ, പുതിയൊരു ഈവൻറ്റ് പ്രപ്പോസ് ചെയ്യുന്ന ആളുകൾ, റൈറ്റ്, അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ. ഇവരൊക്കെ ആയിരിക്കും ഭാവിയിൽ ഒരു ഓൺട്രപ്രണേഴ്സ് ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതൽ. അത് താല്പര്യമുള്ള ആളുകളായിരിക്കും. ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ കൺവെൻഷണൽ. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ വളരെ റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. അവർക്ക് ഇൻസ്ട്രക്ഷൻസ് വേണം. ദേ വിൽ ബിക്കം എ ഗുഡ് ഓഫീസ് വർക്കർ, റൈറ്റ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് പുറത്ത് പോകുന്നുള്ളത് അവർക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ടുള്ള. നേരത്തെ നമ്മൾ പറഞ്ഞ ഓഷ്യനിലെ സീനായിട്ട് നമുക്ക് മേ ബി കുറച്ചും കൂടി കണക്ട് ചെയ്യാം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകൾ, റൂൾസ് ഫോളോ ചെയ്യാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ നല്ല കുട്ടികളായിരിക്കും. കൺവെൻഷണൽ ആയിട്ടുള്ള ആളുകൾ ജനറലി പാരൻസ് പറയുന്നത് കേൾക്കുന്ന, അവർ നാളെ ഒരു ബോസ് പറയുന്നതും അതേപോലെ കേൾക്കും, അങ്ങനത്തെ ആളുകളായിരിക്കും. ആ റൂൾസ് ഇല്ലെങ്കിൽ അവർക്ക് പല ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ, അല്ലേ, നമ്മുടെ ഓഫീസിൽ തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അത് അവർ വളരെ വെടിപ്പായിട്ട് എന്ത് ചെയ്യും, അവർ ചെയ്യും, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്റ്റുകൾ, ഇതിൻ്റെ ഒരു മിക്സ് ഓഫ് കോമ്പിനേഷൻസ് എന്നുള്ളത്, ഈ പേഴ്സണാലിറ്റിയുടെയും ഇൻട്രസ്റ്റിൻ്റെയും ഒരു മിക്സ് ഓഫ് കോമ്പിനേഷൻസ് എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടർ, അതായത് നല്ല എന്താ പറയുക, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി എഴുതുമായിരുന്ന, നന്നായി പ്രസംഗിക്കുമായിരുന്ന ഒരാൾ, അവർ ഡോക്ടർ ആവുകയാണ്, നല്ല റാങ്കോട് കൂടിയിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. പക്ഷേ പിന്നീട് ഡിപ്രഷനിലോട്ടും ആങ്സൈറ്റിയിലോട്ടൊക്കെ പോകുന്നു. കാരണം ഈ ആർട്ടിസ്റ്റിക് എബിലിറ്റി എന്താണ്, വളരെ കൂടുതലാണ്, അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് മേ ബി ഇന്ന് കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആയിരിക്കാം, ഒരു ആർട്ടിസ്റ്റിക് എബിലിറ്റി ഉള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കില്ല എന്നുള്ളത് വൺ ഓഫ് ദ റീസൺസ് ആണ്. അപ്പോൾ നമ്മൾ എത്ര പഠിപ്പിച്ചാണ്, നമ്മൾ എത്ര നല്ലതായി പഠിക്കാനുള്ള കഴിവാണെങ്കിൽ പോലും ഈ ഇൻട്രസ്റ്റിനോട് അലൈൻ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ലൈഫ് ഫുൾഫിൽമെന്റ് കിട്ടില്ല, ഡിസപ്പോയിന്റഡ് ആവും, റൈറ്റ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ വളരെ പ്രധാനമായിട്ടും കുട്ടികളുടെ കേസിൽ കൺസിഡർ ചെയ്യണം. റിയാസൊക്കെ നമ്മളൊരു ടെസ്റ്റായിട്ട്
ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ ട്രൈ ആൻഡ് ടേക്ക് ഇറ്റ്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതെ, അപ്പൊ ഈ same link. റിയാസിക്കിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണോ? അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിലും നമ്മൾ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഡോമിനന്റ് ഡോമിനന്റ് ആയിട്ടുള്ള നമ്മുടെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു 2-3 ട്രേറ്റ്സ് ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ കിട്ടുന്ന 2-3 ട്രേറ്റ്സ് ഏതാണ്, അതിന് നമുക്ക് മേ ബി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ അതെ. സാധിക്കും. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് സ്റ്റെപ്പ് 2 കഴിയുമ്പോഴേക്കും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്പ് 1ന്റെ ആൻസറും സ്റ്റെപ്പ് 2ന്റെ ആൻസറും ഒരുമിച്ച് വെച്ച് അത് രണ്ട് മാരി ചെയ്യുമ്പോഴാണ് കുറെ കൂടെ ഒരു ക്ലിയർ. നമ്മളൊന്ന് ശരിക്കും ഒന്ന് ആലോചിക്കേണ്ട ഒന്നാണ് എന്ത് നമ്മൾ എന്താ പറയാ, ഇത് രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോൾ നമുക്ക് എന്ത് നമ്മുടെ പേഴ്സണാലിറ്റി ഹൂ ആർ യു എന്നും വാട്ട് ഡു യു ലൈക്ക് എന്നുമുള്ള രണ്ടിന്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തും. യെസ്. അപ്പൊ അത് കിട്ടിയ സ്ഥിതിക്ക് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമുക്ക് ശരിക്കും ലൈഫിൽ എന്താ വേണ്ടതെന്ന് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. വാട്ട് യു നീഡ് ഇൻ യുവർ ലൈഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമുക്ക് എന്ത് കൈൻഡ് ഓഫ് ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് താല്പര്യം. ഈവൺ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് US പോയി ജീവിക്കണോ, നമുക്ക് യൂറോപ്പിൽ പോയി ജീവിക്കണോ, നമുക്ക് എന്താ പറയുക, നമുക്ക് ഇന്ത്യയിലാണോ ജീവിക്കേണ്ടത്, എനിക്കൊരു 9 to 5 വർക്കാണോ എനിക്ക് വേണ്ടത്, അതല്ല എനിക്കൊരു മേ ബി എന്താ പറയുക ഏത് സമയത്തും വർക്ക് ചെയ്യാവുന്ന ഞാൻ തന്നെ ഓൺ ചെയ്യുന്നൊരു വർക്ക് ടൈം ആണോ ബാലൻസ് എങ്ങനെയാണ് വേണ്ടത്? അതെ. ഇപ്പം ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ ഒരു 4 വർഷം 4 വർഷത്തിൽ 4 ദിവസം മാത്രമാണ് ഞാൻ ബാംഗ്ലൂരിൽ ഓഫീസിൽ പോയിട്ടുള്ളത്. ബാക്കി സമയത്തൊക്കെ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അതേസമയം എൻ്റെ വൈഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യാണ്. അവൾക്ക് ഞാൻ വർക്ക് ഫ്രം ഹോം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്ക് ഡിമാൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കരിയറിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. ഇപ്പോൾ അത് ബൈ ചോയ്സ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്താവും, നമുക്ക് ഒരു നേച്ചറിലേക്ക് ചിലപ്പോൾ നമുക്ക് ആ കരിയറിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റൂല. കാരണം ചില കരിയേഴ്സ് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ സാധാരണ പറയാറുള്ളൊരു എക്സാമ്പിൾ, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ട് 2ാമത്തെ കുട്ടി ഡെലിവർ ചെയ്യാൻ പെയിന് വരുന്നത് രാവിലെ 4:30 മണിക്കാണ്. 4:30 മണിക്ക് പെയിന് വന്നപ്പോൾ ഞാൻ ഇവളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഞാൻ നേഴ്സിനോട് ചോദിക്കുകയാണ്, അല്ല ഡോക്ടറില്ലേ, വരൂലേ? അപ്പോൾ നേഴ്സ് പറഞ്ഞു ഡോക്ടർ ഒരു പ്രസവം എടുത്ത് ഉറങ്ങാൻ വീട്ടിൽ പോയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. രാവിലെ 4:30 മണിക്കാണ്. അപ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം നമ്മൾ ഇത്രയും കാലം കാണിച്ച ഡോക്ടർ അവർ നമ്മുടെ ഈ പ്രസവം എടുക്കാൻ ഉണ്ടാവില്ല, നമുക്ക് ടെൻഷൻ. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഡോക്ടർ അവിടെ എത്തുകയാണ് രാവിലെ 4:30. ഒരു ഗൈനക്കോളജിസ്റ്റിനോട് രാത്രി 12 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നാൽ നിങ്ങൾ നാളെ വരൂ, നാളെ പ്രസവിക്കാന്ന് പറയാൻ പറ്റുമോ? ആ ഗൈനക്കോളജിസ്റ്റ് ആവാൻ ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ അയാളെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷനാണ് എന്ത്, ദിസ് ഈസ് ദ വേ ഐ ആം ഗോയിങ് ടു വർക്ക്. അറിയാതെയല്ലേ എന്നാൽ ഇൻഫാക്ട് ഇന്ന് കുറെ ഗൈനക്കോളജിസ്റ്റും ആകുന്നത്, അല്ലെങ്കിൽ പല ഡോക്ടേഴ്സും ആകുന്നത് ആയിരിക്കാം. പല ഫീൽഡിലും അങ്ങനെ തന്നെ ആയിരിക്കാം ഉണ്ടാവുന്നത്. അപ്പൊ ഈ പല ഫീൽഡിലും ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷയം പറഞ്ഞു. ഞാൻ പക്ഷെ ചിന്തിക്കുകയാണ്, ചില ഫീൽഡിൽ ഷൈൻ ചെയ്താൽ പോലും ഡിസപ്പോയിന്റ്മെന്റ് ആയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാള് ഇതൊന്നും ചിന്തിക്കാതെ നല്ല രീതിയിൽ എന്തോ ഒരു സാധനം എടുത്തു പഠിച്ചു, അമേരിക്കയിൽ ജോലി കിട്ടി, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ ആഗ്രഹം നാട്ടിൽ ജീവിക്കാനായിരുന്നു കാണാം, പേരൻസുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു കാണാം. എന്നാൽ US ഉണ്ടായിട്ട് അവിടെ ഷൈൻ ചെയ്തു പൈസ ഉണ്ടാക്കിയിട്ട് പോലും കരിയറിൽ ഫുൾഫിൽമെന്റ് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായേക്കാം. എവിടെ ജീവിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് പല ആളുകളും ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പല ആളുകൾക്കും അറിയില്ല. ഇത് വലിയൊരു പ്രശ്നമല്ലേ? ചില ആളുകൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഇപ്പോൾ അവർ കല്യാണം കഴിഞ്ഞാൽ പല ആളുകളും തിരിച്ചു വരും. കാരണം ഈ പറഞ്ഞ പോലെ അവർക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഫ്രെയിം വർക്കിൽ 3ാമത്തെ പോയിന്റ് വെച്ച് നമ്മൾക്ക് എന്താണ് ജീവിതത്തിൽ ആഗ്രഹം, നമ്മൾ എന്ത് കൈൻഡ് ഓഫ് ലൈഫാണ്, എക്സാമ്പിൾ കൂടി പറയാം, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഒരു ഗവൺമെന്റ് സെർവന്റ് ആണെങ്കിൽ പ്രോബ്ലി അയാളുടെ ജോബ് ഒരു 9 to 5 ആയിരിക്കും. അതിനുശേഷം അയാൾക്ക് ബാക്കി എന്തിനൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്യാം, ഫാമിലിയുടെ കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സോഷ്യൽ വർക്കിലുള്ള ആളുകളുണ്ടാവും, റിലീജിയസ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 9 to 5 ഫിക്സ്ഡ് ജോബ് അല്ലേ നല്ലത്. അയാളൊരു ഓൾ അറൗണ്ട് ദ ക്ലോക്ക് ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും, അത് ബുദ്ധിമുട്ടായിരിക്കും. റൈറ്റ്? ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർഷിപ്പ് പല ആൾക്കാരും പറയുന്നത് എന്താ, ബി യുവർ ഓൺ ബോസ് ഏത് സമയത്ത് എന്താ. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മൾ 24/7 നമ്മുടെ കമ്പനിയെ കുറിച്ച്, അതിന്റെ ഗ്രോത്തിനെ കുറിച്ച്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ച്, നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും എന്തില്ല, ഈ ഒരു ആളുകൾക്ക് അറിയില്ല. റൈറ്റ്? അപ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ എന്നുള്ള ഒരു ഓഫ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആകാൻ പറ്റുമോ? അത് നമ്മൾ ലൈഫിൽ എടുക്കുന്ന ഒരു ഹാർഡ് ചോയ്സ് ആണ് അല്ലേ? നമ്മുടെ സാറ്റർഡേ സൺഡേ അടക്കം പലപ്പോഴും എന്തായിരിക്കും, നമ്മൾ പുറത്ത് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ കുറെ പൈസയെ പറ്റി ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഒരു മണി റിലേറ്റഡ് എക്സാമ്പിൾ എനിക്ക് വരെയാണ്. കുറെയൊക്കെ
പൈസ മോശമില്ലാത്തൊരു എമൗണ്ട് ഓഫ് പൈസ ഉണ്ടാക്കി കുറച്ച് ലക്ഷറിയസ് ആയിട്ട് ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് എന്നാൽ ഒരു IAS ആകാൻ പോവുകയാണ്. IAS അത്രയും ഡിഗ്നിറ്റി ഉള്ള, വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, അത്രയും റെസ്പെക്ട് കിട്ടുന്ന, അത്രയും പവർ ഉള്ള ഒരു ജോബിലേക്ക് പോയാൽ പോലും ചിലപ്പോൾ അവർക്ക് ഫുൾഫിൽമെന്റ് കിട്ടില്ല. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് അൺലിമിറ്റഡ് പൈസ അവർ പണിയെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടില്ല. എന്തൊക്കെയാണ് അപ്പൊ ശരിക്കും നോക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നോക്കാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു. എവിടെയാണ് ജീവിക്കേണ്ടത്, എത്ര പൈസ ഉണ്ടാക്കണം, ഡിഗ്നിറ്റി ആണോ ആഗ്രഹിക്കുന്നത്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. വളരെ ക്ലിയർ ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടോ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ പണം നമുക്ക് ഏത് സമയത്ത് നമുക്ക് എത്ര ഏൺ ചെയ്യാൻ തുടങ്ങണം, നമ്മുടെ ഫാമിലിയുടെ റിക്വയർമെന്റ് എന്താണ്, നമ്മുടെ പാരന്റ്സിന് എത്ര ഏജ്ഡ് ആയിട്ടുണ്ട്, അവരുടെ റിക്വയർമെന്റ് എന്താണ്. ചില ആളുകൾക്ക് പവർ ആയിരിക്കും വേണ്ടി വരിക. ആ പവർ എന്നുള്ളടത്ത്, പ്രസ്റ്റീജ് എന്നുള്ളിടത്ത്, ആ സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്, ഫെയിം എന്നുള്ളിടത്ത് നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്. അതേപോലെ തന്നെ ഒരു വർക്ക് ടൈമിങ്ങിൽ, വർക്ക് കൾച്ചറിൽ നമ്മുടെ ഇതാണ് നമുക്ക് റഫ്ലി ആലോചിക്കാവുന്ന സിറ്റിയിൽ ജീവിക്കണോ വില്ലേജിൽ ജീവിക്കണോ, ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു പോകുന്നത്, 18 വയസ്സുള്ള, അല്ലെങ്കിൽ 17, 18, 16 വയസ്സുള്ള ഒരു വളരെ യങ് ആയിട്ടുള്ള, അധികം ജീവിതമൊന്നും കാണാതെ, വേൾഡ്ലി വിസ്ഡം അധികം കിട്ടാത്ത, അധികം എക്സ്പോഷർ ഇല്ലാത്ത ഒരു യങ് കിഡിനോടാണ് നമ്മൾ ചോദിക്കുന്നത് ജീവിതത്തിൽ എന്താണ് ആഗ്രഹം, എന്താണ് പ്രയോറിറ്റി എന്ന്. അതൊരു ഭയങ്കര ഹെവി ക്വസ്റ്റ്യൻ അല്ലേ? ആ ചോദ്യത്തിന് നല്ലൊരു ഉത്തരം തരാൻ ശരിക്കും അവർ പ്രാപ്തരാണോ? മേ ബി ആയിക്കൊള്ളണമെന്നില്ല. അത് വളരെ ഒരു വലിയൊരു പോയിന്റാണ്. പക്ഷേ ഈ കാര്യങ്ങൾ അവർ ചിന്തിച്ചു തുടങ്ങിയാൽ ഇവഞ്ച്വലി അവർ മേ ബി ഒരു 4-5 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ അവർ ഈ ഉത്തരത്തിലോട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എത്തുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് പാരൻസിനും ടീച്ചേഴ്സിനും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതായത് വേൾഡ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലേ? അവർക്ക് ചില പോയിന്റേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് ചിലപ്പോൾ ഒരു കുട്ടി ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ പാരന്റിന് കുറച്ചുകൂടി റൈറ്റ് ആയിട്ട് പക്ഷേ എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം, ഫോർ എക്സാമ്പിൾ ഏത് നാട്ടിൽ ജീവിക്കണം എന്നുള്ളത്, അതൊക്കെ ഒരു 18 വയസ്സുള്ള കുട്ടി ഐ എം ഷുവർ ചിന്തിക്കുന്നുണ്ടാവില്ല. ഞാനൊരു 31 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ അന്ന് ആക്റ്റീവ്ലി ചിന്തിച്ചത്, ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണോ ഒരു പ്രായം കഴിയുമ്പോൾ ഉണ്ടാകേണ്ടത്, അതോ ദൂരെ ജീവിച്ചാൽ കുഴപ്പമില്ലേ. അപ്പോൾ ഞാൻ നവൽ രവികാന്ത് ഫേമസ്ലി പറയുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾ ഏത് സിറ്റിയിൽ ജീവിക്കുന്നോ അതാണ് നിങ്ങളുടെ ഔട്ട്കം ഡിഫൈൻ ചെയ്യുക. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അത് ചിന്തിച്ച് പോയപ്പോഴാണ് കിട്ടിയത്. 30 വയസ്സ് കഴിഞ്ഞു അത് ചിന്തിക്കാൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പിന്നീടല്ലേ റിയലൈസ് ചെയ്യുക ആയിരിക്കാം. അത് ഞാൻ വീണ്ടും പറയുന്നത്, ഇപ്പോൾ ഷാരിഖിനും എനിക്കൊക്കെ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു പുറത്ത് പോയി പഠിക്കുന്നത്, നമ്മളൊക്കെ ഫസ്റ്റ് ജനറേഷനിൽ ആണ്, ലൈക്ക് അത് ചെയ്ത ഫസ്റ്റ് ജനറേഷനാണ് നമ്മുടെ ഫാമിലീസിലൊക്കെ നമ്മൾ. ഇപ്പം ഞാൻ IIT പോയ സമയത്ത് IITസിൻ്റെ NITസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളത്, വർഷം 4 മാസം വെക്കേഷനാണ്. അതേപോലെ 4 മാസം വെക്കേഷനുള്ള വേറെ ഒരു കോളേജും ഉണ്ടാവില്ല. അപ്പോൾ ഈ 4 മാസം വെക്കേഷന് ഷാരിഖ് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഫസ്റ്റത്തെ 2 ഇയേഴ്സ് ഞാൻ ചെയ്തത്, ഞാൻ വന്ന് വീട്ടിലിരുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളത്. ഞാൻ വളരെ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ കൂടെയുള്ള പല ആളുകളും അവർ ആ സമയത്ത് എന്തെങ്കിലും പ്രൊജക്ട്സൊക്കെ അവരുടെ പ്രൊഫസേഴ്സിനോട് പോയി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്സിൽ വർക്ക് ചെയ്യുന്നു. അവർ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ഈ കാര്യം സ്പെൻഡ് ചെയ്യുന്നു. ആ പല ആളുകളും പിന്നീട് എത്തിപ്പെട്ടത് ഈവൻ US ടോപ്പ് യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് സ്കൂളിലൊക്കെയാണ്. അതിനുള്ള റീസൺ എന്താണ്? അതിനുള്ള റീസൺ എന്നുള്ളത് മേ ബി ഒരു സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഈവൻ കരിയർ ക്യാപിറ്റൽ നമുക്ക് വിളിക്കാം, അത് അവർക്ക് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ പാരൻസ് പല ആൾക്കാരും IITയിൽ പഠിച്ച ആളുകളാണ്, റൈറ്റ്? അവർക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിരുന്നു. നമുക്കും ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ, നമുക്ക് കിട്ടിയ ഈ വിസ്ഡം എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പാരൻസിന് മേ ബി ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ദിസ് എ കൺസിഡറേഷൻ പോയിന്റ്. ആ ഡിസിഷൻ നിങ്ങൾ ഇന്ന് എടുക്കണം എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ എവിടെ ജീവിക്കണം എന്ന് തീരുമാനിക്കണം, എന്തായിരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കണം. പക്ഷേ ലൈഫ് ഈസ് ലൈക്ക് ദിസ്, ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ എന്നുള്ളത്. എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ ഓരോ വിഷയത്തിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. പേരൻസ് ആകാം, അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത വ്യക്തികളാകാം, അവരോട് ചോദിച്ചിട്ട് പ്രോസും കോൺസും മനസ്സിലാക്കിയിട്ട് ഉള്ള വിസ്ഡം വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. അവൈലബിൾ ആയിട്ടുള്ള നമുക്കുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പോൾ AI വന്നാൽ എന്താവും ആലോചിച്ച് നമുക്ക് ഒരു ഡിസിഷൻ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിക്കോളന്നില്ലല്ലോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് എത്താം എന്നുള്ളതേ ഉള്ളൂ. ഓരോ വിഷയത്തിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. പേരൻസ് ആകാം, അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത വ്യക്തികളാകാം, അവരോട് ചോദിച്ചിട്ട് പ്രോസും കോൺസും മനസ്സിലാക്കിയിട്ട് ഉള്ള വിസ്ഡം വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. അവൈലബിൾ ആയിട്ടുള്ള നമുക്കുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പോൾ AI വന്നാൽ എന്താവും ആലോചിച്ച് നമുക്ക് ഒരു ഡിസിഷൻ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിക്കോളന്നില്ലല്ലോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് എത്താം എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇവിടെയാണ് നേരത്തെ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, ഏറ്റവും അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യും, ഈ ഫ്രെയിംവർക്ക് പ്രകാരം ഒരു കാര്യം സെലക്ട് ചെയ്ത് ഒരു കരിയറിലേക്ക് പോയി അത് തെറ്റിപ്പോയാലും പിന്നീട് കോഴ്സ് കറക്റ്റ് ചെയ്യാനും ഒരു മെത്തേഡ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു റെലവൻസ് ഇവിടെ കൂടുന്നു.
അത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ തെറ്റിപ്പോയാലും പ്രശ്നമില്ല എന്നുള്ള ഒരു കംഫർട്ടോട് കൂടി നമുക്ക് മുന്നിലേക്ക് പോകാം. ഡെഫിനറ്റ്ലി ലൈഫ് നമ്മൾ എന്താ പറയുക, ഹോപ്പ്ഫുള്ളി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ആവറേജ് ലൈഫ് എക്സ്പീരിയൻസി ഇന്നത്തെ ഒരു 70+ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. ഡെഫിനറ്റ്ലി അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഈ 1, 2, 3 പോയിന്റ്സ് ഒന്നും ഇങ്ങനെ ഭയങ്കരമായി നമ്മൾ പാരനോയിഡ് ആയിട്ട് ഇത് തെറ്റിപ്പോയാൽ തീർന്നു പോയി എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കണ്ടിട്ട് എന്റെ എന്താ പറയാ കുറഞ്ഞു പോയി, ഈ കൂടി പോയി അല്ലേ. ഞാനിപ്പോ ചൂസ് ചെയ്ത ഇപ്പൊ ചിലപ്പോ കോളേജിൽ ഇരിക്കുന്നവരുണ്ടാവാം, ഞാൻ ഇന്ന് എന്താണ് എനിക്ക് റിയലിസ്റ്റിക് തീരെ ഇല്ല, പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്, ഞാൻ ആകെ തകർന്നു പോയി എന്ന് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതല്ല ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു ഗൈഡ് പോലെ നമുക്ക് ഒരു സയന്റിഫിക് ആയ ഒരു ഡിസിഷനിലേക്ക് എത്താനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇതിലൊന്നും നമ്മൾ പാരനോയിഡ് ആകേണ്ട ആവശ്യമില്ല. തെറ്റിപ്പോയാലുള്ള കോഴ്സ് കറക്ഷനുള്ള മെത്തേഡ്സും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സ്കൂൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സ്റ്റെപ്പ് ക്ലിയർ ആയി. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലായി, നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലായി, നമുക്ക് എന്താണ് ജീവിതത്തിൽ നിന്ന് വേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് നമ്മളിതിന് റെഡി ആണോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഞാൻ പറയുന്നത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ബെസ്റ്റ് ഓപ്ഷൻസിലോട്ട് എത്തിച്ചേരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആലോചിക്കാം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എത്താവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുമ്പോൾ ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ന് നാട്ടിൽ ഒരു 100 കോഴ്സ് അവൈലബിൾ ആണെങ്കിൽ എക്സ് കോഴ്സസ് അവൈലബിൾ ആണെങ്കിൽ അതിൽ കുറേ എലിമിനേറ്റ് ആകും. നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ച് ആവാത്തതുകൊണ്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള സാധനമായിട്ട് മാച്ച് ആവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രയോറിറ്റിയുമായിട്ട് മാച്ച് ആകുന്നില്ല എങ്കിൽ കുറേ കോഴ്സ് തനിയെ എലിമിനേറ്റ് ആകും. അപ്പോൾ കുറച്ച് കോഴ്സുകൾ ബാക്കി നിൽക്കും. അപ്പോൾ ഇനി ബാക്കി കുറച്ച് കോഴ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണോ അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത്? യെസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നമ്മൾ നോക്കേണ്ടത് നമുക്കുള്ള ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് ആ കോഴ്സിലോട്ടുള്ള ഫീ നമുക്ക് എത്രത്തോളം ബിയർ ചെയ്യാൻ പറ്റും. ഒരു ലോണൊന്നും എടുക്കാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഒരു ROI നോക്കിയിട്ട് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ, ആ ഫീൽഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഭാവിയിൽ AI റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, അവിടെ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4 നമുക്ക് എലിമിനേഷൻ ഓഫ് നോട്ട് മാച്ചിങ് കോഴ്സസ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ദ റൈറ്റ് കോഴ്സസ് എന്നുള്ളത് നമുക്ക് പറയാം. സ്റ്റെപ്പ് നമ്പർ 4. അപ്പോൾ എനിക്ക് തോന്നുന്നു എലിമിനേഷൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇന്ന് നാട്ടിൽ എത്ര കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്നിട്ട് അതിൻ്റെ ഒരു മാപ്പിംഗ് വേണ്ടേ. ഈ കോഴ്സുകൾ ഈ പറഞ്ഞ സാധനങ്ങളായിട്ട് മാച്ചിങ് അല്ല, ഈ കോഴ്സുകളാണ് എൻ്റെ സ്വഭാവമായിട്ടും എൻ്റെ ആഗ്രഹങ്ങളുമായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും മാച്ചിങ് എന്നൊരു മാപ്പിംഗ് അറിയാമെങ്കിലല്ലേ എലിമിനേഷൻ നടത്തി ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് നമുക്ക് ജനറലി നമുക്ക് ഏകദേശം അറിയുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ നാട്ടിലുള്ള കോഴ്സസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഒരു UG പ്രോഗ്രാമിൽ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിതൊക്കെ നോക്കിയിട്ട് ഒരു കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 കോഴ്സസോ 10,000 കോഴ്സസോ നമ്മുടെ നാട്ടിലുണ്ടാകും. ഫോർ എക്സാമ്പിൾ AI ആൻഡ് ഡാറ്റാ സയൻസ് പഠിക്കട്ടെ എന്ന് പല ആൾക്കാരും ചോദിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആണ് AI ആൻഡ് ഡാറ്റാ സയൻസ്. AI ഡാറ്റാ സയൻസിൻ്റെ ഏരിയയാണ്, ഞാൻ അതിൽ ഹാൻഡ്സ് ഓൺ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതാണ് നല്ലത്, ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതാണ് നല്ലത്. റൈറ്റ്? കാരണം AI ആൻഡ് ഡാറ്റാ സയൻസ് ഹെവിലി മാത്തമാറ്റിക്കലാണ്. ആ മാത്തമാറ്റിക്സ് എൻ്റെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈവൻ കമ്പ്യൂട്ടർ സയൻസിലോട് തിരിച്ചു പോകുക എന്നുള്ളത് എന്തായിരിക്കും, എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മളൊരു റോങ് ഡിസിഷൻ എടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ നീഷും കുറേ മൾട്ടിപ്പിൾ ടിയേഴ്സ് താഴോട്ട് പോകാതെ കുറച്ചൊന്ന് സർഫസ് ലെവലിലുള്ള ഒരു ബ്രോഡർ ലെവലിലാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവലിൽ ആ ഒരു കാര്യം തരും. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു പ്രശ്നം, ഇവിടെ ക്ലാരിറ്റി കുറവുള്ളത് ഇപ്പോൾ എഞ്ചിനീയറിംഗിന്റെ എക്സാമ്പിൾ എടുത്തത്. നമുക്ക് അതും ഒന്ന് മാറ്റിയിട്ട് ഒരു അൺറിലേറ്റഡ് കുറച്ച് സ്ട്രീമുകൾ സെലക്ഷനിൽ വന്നു എന്ന് വിചാരിക്കും. എനിക്ക് എക്സാമ്പിൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അജ്മൽക്കാർക്ക് ചിന്തിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. മേ ബി ഇപ്പോൾ ഒരു ഓഷനിൽ ഏതോ കുറച്ച് ഒരെണ്ണം ഡോമിനന്റ് വന്നു, റിയാസക്കിൽ ഏതോ വന്നു, അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന സ്റ്റെപ്പ് നമ്പർ 3 ഒക്കെ നോക്കിയപ്പോൾ അവർക്ക് ഒരാൾക്ക് ആർട്ട് എന്ന ഡൊമൈനും വന്നു, അതേസമയം അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഏതെങ്കിലും 2 സ്ട്രീം പറയാനാണെങ്കിൽ ഏതായിരിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ആർട്ടിസ്റ്റിക് ആണെന്ന് വിചാരിക്കാം, അതേപോലെ തന്നെ അയാൾ ഓപ്പൺനെസ് കൂടുതലാണെന്ന് അതെ, അയാൾക്ക് മേ ബി ഓണ്ടർപ്രണോറിയൽ ആകാമെന്നും മനസ്സിലായി, അയാൾക്ക് മേ ബി ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും കുഴപ്പമില്ല എന്നുള്ള മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം എലിമിനേറ്റ് ആയി പോയി എന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരാൾക്ക് എഞ്ചിനീയറിംഗ് എലിമിനേറ്റ് ആയി പോയി, ഡോക്ടർ ആകുന്ന എലിമിനേറ്റ് ആയി പോയി, MBAക്ക് പോകണം, BBAക്ക് പോകണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എലിമിനേറ്റ് ആയി പോയിട്ട് എഗെയിൻ അസ്യൂമിങ് അത് കുറേ കൂടി എലിമിനേഷൻ ഈസിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ മാപ്പിംഗ് അധികം പാടില്ല. പക്ഷെ ഇങ്ങനെ ഒരു 3 കുറച്ച് അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീംസ് വരാലോ. അപ്പോൾ ഇനി അതിലെങ്ങനെ സെലക്ഷൻ ശരിക്കും ചെയ്യും? ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ എന്താണ്
എന്താണ്, ഫോർ എക്സാമ്പിൾ ഞാൻ ആർട്ടിസ്റ്റിക് ആണ്, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു സൈഡിൽ ആർട്ടിസ്റ്റിക് ആണ്, ഒരു സൈഡിൽ മേ ബി നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് എഞ്ചിനീയറിംഗ് എന്നുള്ളടത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒരു താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഒരാൾക്ക് താല്പര്യം ഷോർട്ട് ലിസ്റ്റിൽ വന്നു, എഞ്ചിനീയറിംഗും വന്നു, അതേപോലെ ആർട്ടിസ്റ്റിക്കും വന്നു. അപ്പോൾ അയാൾ മേ ബി ചൂസ് ചെയ്യേണ്ടത് ഞാൻ ബിടെക് എടുക്കണോ, ഞാൻ BDS എടുക്കണോ. അവിടെ അയാൾ നോക്കേണ്ടത് ഡെഫിനറ്റ്ലി മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അഗൈൻ ദിസ് ഇസ് നോട്ട് ലൈക്ക് അഗൈൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സ് അല്ല. അയാൾ നോക്കേണ്ടത് ഒരു BDS എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ഒരു ലൈഫ് എന്തായിരിക്കും, ഒരു ബിടെക് എടുക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് മനസ്സിലായി. ഇപ്പോൾ അനലിറ്റിക്കലി സ്റ്റാറ്റിസ്റ്റിക്കലി സൊല്യൂഷൻ ഉണ്ടല്ലോ. അതായത് സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ ഒരു 5-6-7 കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറഞ്ഞു. അതിന് ഓരോരുത്തരും അവരുടെ സ്വഭാവം വെച്ചിട്ട് ഒരു വെയിറ്റ് അസൈൻ ചെയ്യാം. ആ വെയിറ്റ് അസൈൻ ചെയ്തിട്ട് ഓരോന്നിനും സ്കോർ കൊടുക്കുക. ആ സ്കോർ കൊടുത്തിട്ട് ആ വെയിറ്റഡ് ആവറേജ് എടുക്കുമ്പോൾ ഇതിനാണോ ബെറ്റർ സ്കോർ വരുന്നത് അത് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇനി അതിൽ തന്നെ ഈ 2 നമുക്ക് 2 ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താലും മറ്റതിനെ കുറിച്ച് നമ്മൾ നിരാശരാകേണ്ട ആവശ്യമൊന്നുമില്ല. പല ഫീൽഡുകളും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളാണ്. നമുക്ക് പലതിലോട്ടും തിരിച്ചു വരാനും ഒക്കെ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ തന്നെ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ മാനേജ്മെന്റ്, ഇത്തരം ഫീൽഡുകളിലോട്ടൊക്കെ ഒരാൾക്ക് ഇനി UG കഴിഞ്ഞാലും അയാൾക്ക് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരാൾ MBBS എടുത്തിട്ടും അയാൾക്ക് ഒരു മാനേജ്മെന്റിലോട്ട് പോകാമല്ലോ. ഒരാൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും അയാൾക്ക് ഓൺടർപ്രണറായിട്ട് മാറാം. ഒരാൾക്ക് ടീച്ചിങ് ആണെന്ന് വിചാരിക്കുക, ഈ ഏത് ഫീൽഡ് കഴിഞ്ഞാലും അയാൾക്ക് ടീച്ചിങ്ങിലോട്ട് പോകാൻ സാധിക്കും. റിസർച്ച് ആണെന്ന് വിചാരിക്കുക, റിസർച്ച് എന്നുള്ളത് ഏത് ഫീൽഡ് കഴിഞ്ഞാലും പോകാവുന്ന ഒരു ഫീൽഡാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും അയാൾക്ക് എന്തിനു പോകാം, അയാൾക്കൊരു PhDക്ക് പോകാം, അയാൾക്ക് പല വിഷയങ്ങളും റിസർച്ചിനോട്ട് പോകാം. ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഫീൽഡുകൾ വളരെയധികം കൂടിയിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇത്. അത്തരം ഫീൽഡുകളിലോട്ട് എന്ത് ചെയ്യാം, ആളുകൾക്ക് ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ദർ ഈസ് എന്താ പറയുക, നമുക്കൊരു നഷ്ടബോധത്തിൻ്റെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വലിയൊരു നഷ്ടബോധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ ആ ഒരു സയന്റിഫിക് പ്രോസസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ എല്ലാത്തിലും നമുക്കൊരു സ്കോറിംഗ് കൊടുത്ത് വന്നാൽ നമുക്ക് ഏത് സ്ട്രീമാണ് നമുക്ക് മാച്ചിങ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും ഏത് സ്ട്രീമിന് ഏതിൽ സ്കോർ കൂടുതൽ കിട്ടിയാലാണ് മാച്ചിങ് എന്നുള്ള ലോജിക്ക് ഇല്ല എങ്കിൽ ഒരു സാധാരണക്കാരൻ അത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇതിനൊരു ടൂള് ഇല്ല എങ്കിലുണ്ടോ? അങ്ങനെ ടൂള് അങ്ങനെ വളരെ എവിഡന്റ് ആയിട്ടുള്ള ടൂള് കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ പോപ്പുലർ സ്ട്രീംസും എടുത്തിട്ട് ഈ നമ്മൾ 3 സ്റ്റെപ്സിൽ പറഞ്ഞ സാധനങ്ങളുമായിട്ട് ഏതിന്റെ എന്ത് ആട്രിബ്യൂട്ട് ഏതിലേക്ക് ഉണ്ടെങ്കിൽ ഏത് ആണ് വരേണ്ടത് എന്നുള്ളൊരു ലോജിക്ക് ബിൽഡ് ചെയ്താൽ മാത്രം മതി. ആദ്യത്തെ എല്ലാത്തിലും ഒരാൾ അയാളുടെ സ്കോർ ഇട്ട് പോവുകയാണെങ്കിൽ ആൻസേഴ്സ് അതിനനുസരിച്ച് വരും. ഈസിലി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇങ്ങനത്തെ ഒരു A ബേസ്ഡ് ടൂൾ ആലോചിക്കുന്നുണ്ട്. പ്രോബ്ലി വിൽ ലോഞ്ച് ഇറ്റ് ഇൻ ദിസ് മന്ത് ഓർ സംതിങ്. ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സംഭവം എല്ലാവർക്കും അവൈലബിൾ ആക്കണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് കുറച്ച് ഗൈഡൻസ് എപ്പോഴും ആവശ്യം ഉണ്ടാവും. നമ്മൾ പല ഫീൽഡിലുള്ള ആളുകളായിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ മേ ബി അധികം ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റാണ്. ഇതിലുള്ള പല ആളുകളുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മേ ബി ഒരു ടൂൾ മാത്രം വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സംഭവം മാത്രമായിരിക്കില്ല. അതല്ല, പക്ഷെ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രെയിംവർക്ക് കൊടുക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു അവിടെ ഹെൽപ്പ് കൊടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഈ നേരത്തെ പറഞ്ഞ പോലെ അന്ധമായിട്ട് എവിടെയോ കേട്ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നല്ലതാണെന്ന് പറഞ്ഞു, എന്നിട്ട് അവരങ്ങ് അസ്യൂം ചെയ്യും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആൾക്ക് 6 സംതിങ് വേണം, ഇല്ലെങ്കിൽ അതിൽ കുറെ പൈസ ഉണ്ടെന്നോ. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ അവരുടെ തെറ്റിദ്ധാരണയായിരിക്കും. അവർ എവിടെന്നോ കേട്ടൊരു റോങ് ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഇതാണ് മാച്ചിങ് എന്നുള്ള ഒരു റോങ് ഡിസിഷൻ എടുത്തേക്കാം. അതുകൊണ്ട് അവിടെ റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കണം, അത് ടോളിലൂടെയും കൊടുക്കാം. അവർ ദേ ഷുഡ് ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ടു പീപ്പിൾ, ടോക്ക് ടു പീപ്പിൾ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ റിയാലിറ്റി ഓഫ് ഈച്ച് സ്ട്രീം, ദെൻ മാപ്പ് ഇറ്റ് ടു ഹൂ ദേ ആർ, വാട്ട് ദേ ആർ, വാട്ട് ദേ ആർ. അതായത് കുറച്ചൊരു കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് അവിടെ കുറച്ച് പണി സ്വയം എടുക്കണം. അതെ, കുറച്ച് പണി സ്വയം എടുക്കുകയും ആലോചിക്കുകയും വേണം. നമ്മളെടുത്ത ഡിസിഷൻസിനെ നമ്മൾ ഓൺ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ അതാണ്. അപ്പോൾ അത് എനിക്ക് എങ്ങനെ ആലോചിച്ചോട്ടെ, എങ്ങനെ പെട്ടെന്ന് ബാക്കിയെല്ലാം ഒരു ടൂൾ ചെയ്യുമ്പോൾ ആൻസർ കിട്ടി, ജീവിതത്തിൽ എന്ത് വേണം എന്നുള്ളത് കുറച്ചൊന്ന് ചിന്തിക്കുമ്പോഴും പാരന്റ്സിനോട് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടി. പക്ഷേ ഇതിൽ കുറച്ചൊരു പണിയുണ്ട്. അപ്പൊ ആ പണി എടുക്കണം. സിമ്പിൾ ഈസി ആയിട്ടുള്ള സാധനമല്ല, ലൈഫിന്റെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. അപ്പൊ കുറച്ച് പണിയെടുത്ത് തന്നെയാണ് അത് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് മാച്ചിങ് അല്ലാത്ത സ്ട്രീംസ് നമ്മൾ ഒഴിവാക്കി നമുക്ക് മാച്ചിങ് ആയ സ്ട്രീമുകൾ കണ്ടെത്തി അതിൽ പോലും നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രീമും അപ്പോൾ അതിനകത്തുള്ള ഒരു കോഴ്സും ഒക്കെ നമുക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാകും. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതായി കഴിയുമ്പോൾ പിന്നെ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നമ്മൾ പോകാന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നല്ല കോഴ്സ് കിട്ടിയെങ്കിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന് എത്രത്തോളം റെഡിയാണ് എന്നുള്ളത്. കാരണം റെഡിനെസ് എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളുടെ റെഡിനെസ് ആയിരിക്കില്ല 12th. ഇപ്പം നിങ്ങളിതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ
വിചാരിക്കുകയാണ് ഞാൻ എഞ്ചിനീയറിങ്ങിനാണ് പോവേണ്ടത്, റൈറ്റ്? അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പോവുക എന്നുള്ളത്, ഞാൻ 12th കാരനോട് നീ എഞ്ചിനീയറിങ്ങിന് പോകുമ്പോൾ നമ്മളെന്താ പറയുക, നീ JEE എഴുതിയിട്ട് IIT പോകണം. 10th കാരനോടും പറയുന്നത് JEE എഴുതിയിട്ട് IIT പോകണം. പക്ഷേ 12th കാരനേക്കാളും പ്രോബിലിറ്റി കൂടുതൽ ആർക്കാണ്? 10th കാരനാണ്. കാരണം അവന് 2 വർഷമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ 8th ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 4 വർഷം അവനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 12th കാരനോട് ചിലപ്പോൾ നീ എന്താ പറയുക, നമ്മളിതൊക്കെ പറഞ്ഞിട്ട് നീ എഞ്ചിനീയറിങ്ങിനാണ് സൂപ്പർ, നീ IIT പോകണമെന്ന് പറഞ്ഞാൽ അവനത് പറ്റിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൽ എന്താണോ റിയൽ ആൻഡ് പോസിബിൾ അതിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പോകും. അവിടെയാണ് നമ്മൾ ചില ട്രേഡ് ഓഫ്സ് ഒക്കെ, അവിടെയാണ് ROI പോയിന്റും ചിലപ്പോൾ വരും. എന്താണ് ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുകൂടിയൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നോക്കേണ്ടി വരും. ഏത് കോളേജ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ മേ ബി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നു, IIT മദ്രാസിൽ നിങ്ങൾക്ക് ഓഷ്യൻ എഞ്ചിനീയറിംഗ് കിട്ടുന്നു, ഏത് ചൂസ് ചെയ്യണം? പല ആളുകളും ഉള്ളൊരു ഡിസിഷൻ പാരാലിസിസ് വരുന്നൊരു സമയമാണ് എന്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ഫോർവേഡ് ലുക്കിംഗ് വേണ്ടത്, അതിൽ നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സെക്കൻഡ് ഇയർ കോളേജിലോട്ട് നമുക്ക് പോകേണ്ടി വരും. കാരണം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ അതായിരിക്കും. അപ്പോൾ നമുക്കതിൽ നിരാശ തോന്നിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തില്ല, നമുക്ക് കാര്യം നമുക്കിതൊക്കെ കിട്ടണ്ടേ. ഇനി ഒരാൾക്ക് ഡോക്ടർ ആവണമെന്നാണ് വന്നു എന്ന് വിചാരിക്കുക, അയാൾ നീറ്റ് എഴുതി, അയാൾക്ക് MBBS കിട്ടിയില്ല, അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് പഠിക്കാനുള്ള പൈസ ഇല്ല, അയാൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടിയത് ചൂസ് ചെയ്ത് പോകണം. അപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമല്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 2 ഓപ്ഷനല്ല, ഒരു 3 ഓപ്ഷനോ 4 ഓപ്ഷനോ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. നമ്മളൊരു കാര്യം ചൂസ് ചെയ്ത് വിചാരിച്ചിട്ട് നമുക്കവിടെ സീറ്റ് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. തീർച്ചയായും. അപ്പോൾ അത് ശക്തമായിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്ന ഫ്രെയിംവർക്കിന്റെ ഒരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുക, രണ്ടാമത് നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക, മൂന്നാമത് നമുക്ക് എന്താണ് ജീവിതത്തിൽ നിന്ന് വേണ്ടത് എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക, നാലാമത് ഇതെല്ലാം മാച്ചിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രീംസിൽ അനാവശ്യമായ സ്ട്രീംസ്, മാച്ചിങ് അല്ലാത്ത സ്ട്രീംസ് എലിമിനേറ്റ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രീംസിൽ നിന്ന് ഏറ്റവും നല്ലതിനെ കണ്ടെത്തുക, അതിന്റെ ബെസ്റ്റ് കോളേജിൽ ജോയിൻ ചെയ്യുക. ലുക്കിംഗ് അറ്റ് റെഡിനെസ്, അല്ലെ, നമ്മുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഏതാണോ പറ്റുന്നത് അതിൽ ജോയിൻ ചെയ്യുക. മേ ബി നമ്മുടെ മുമ്പിൽ 4-5 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ MBBS എന്നുള്ളത് മാത്രമാവില്ല, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ മീ, അതിൽ നമുക്ക് എവിടെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കണം. ഒരു കുറച്ച് കോംപ്ലക്സ് ആണ് ഈ പറഞ്ഞതുപോലെ, കുറച്ച് ഡിസിഷൻ മേക്കിംഗ്. പക്ഷേ ഇങ്ങനൊരു ഫ്രെയിം വർക്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിരാശപ്പെടരുത് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. കാരണം പല കുട്ടികൾക്കും ഒരു സിംഗിൾ പോയിന്റ് മുന്നോട്ട് വെച്ചായിരിക്കും പോവുക, നീറ്റ് എഴുതണം, ഡോക്ടർ ആവണം. ദാറ്റ്സ് ഗുഡ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു പ്രൊമൈസിൽ നിന്നാണ് നമ്മൾ ഈ ഫ്രെയിംവർക്ക്. അപ്പോൾ 22 ലക്ഷം ആളുകളിൽ 50,000 ആളുകൾക്ക് ഡോക്ടർ ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ വെല്ലുവിളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കത് ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ ജീവിതം മുഴുവൻ പോയി എന്നുള്ള ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ട എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. മേ ബി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മുഴുവൻ ഫ്രെയിംവർക്ക് മുന്നിൽ കിട്ടുമ്പോൾ 1, 2, 3, 4 ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരികയാണ്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കോഴ്സ് എലിമിനേറ്റ് ചെയ്തിട്ട് ഏത് സ്ട്രീം അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ റെഡിനെസ്സിൽ AI-ന്റെ ഇമ്പാക്റ്റും AI പ്രൂഫും കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ടോ? അതായത് ഇപ്പോൾ ഒരു 3-4 സ്ട്രീമുകൾ നമ്മുടെ മുന്നിൽ വന്നു, ഇതുപോലെ 3-4 കോഴ്സുകൾ മുന്നിൽ വന്നു. ഇതിൽ AI-ന്റെ ഇമ്പാക്ട് ഏതിലാണോ കുറവുണ്ടാവുക എന്നുള്ളത് പോലും ഒരു റെഡിനെസിന്റെ ഒരു ഫാക്ടറായി ചിന്തിച്ചിട്ടാണോ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? നല്ലതാണ്. AI എന്നുള്ളത് എല്ലാ ഫീൽഡിലും ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാം, ഉറപ്പാണ്. പക്ഷെ ചില ഫീൽഡുകളെ എന്ത് ചെയ്യില്ല, അധികം ഉടനെ ഇമ്പാക്ട് ചെയ്തോണമെന്നില്ല. ഇപ്പോൾ ആന്ത്രോപ്പിക്കിൻ്റെ ലേറ്റസ്റ്റ് ലേബർ റിപ്പോർട്ടിന്, ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലൗഡിൻ്റെ പാരന്റ് കമ്പനി, അപ്പോൾ അവർ ഒരു നൈസ് ഗ്രാഫ് മേ ബി വീഡിയോയുടെ കൂടെ ഷാരിക്കിന് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു നൈസ് ഗ്രാഫായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്, അതായത് ചില ഏരിയാസിനെ AI തിയററ്റിക്കലി എന്ത് ചെയ്യും, പല സ്ഥലങ്ങളും ബീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇത്രയധികം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനെ വേണോ എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സംശയമാണ്. ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഡിസിഷൻ ഫ്രെയിം വർക്കിലോട്ട് വരാം. നമുക്ക് എഞ്ചിനീയറിംഗ് പറഞ്ഞ പോലെ റിയലിസ്റ്റിക് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. നമുക്കൊരു സൈഡിൽ മേ ബി ഒരു 3rd tier എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്കൊരു കമ്പ്യൂട്ടർ സയൻസ് BTech കിട്ടും, നമ്മൾ അത്രയൊന്നും പഠിച്ചിട്ടില്ല. അപ്പുറത്ത് മേ ബി AIക്ക് ഇപ്പോഴും അധികം റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഹാൻഡ്സ് ഓൺ എഞ്ചിനീയറുടെ വർക്ക്, അതായത് ഒരു BTechകാരൻ്റെ വർക്കിനെ ചിലപ്പോൾ AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ഡിപ്ലോമക്കാരൻ്റെ വർക്കിനെ AIക്ക് അത്ര റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പാണ് ഒറാക്കിൾ വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനീസിൽ ഒന്നാണ്. അവർ 30,000 ആളുകളെയാണ് രാവിലെ 6 മണിക്ക് മെയിൽ അയക്കുന്നത്, നിങ്ങൾ പുറത്തോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ഈ 30,000 ആളുകളിൽ ഭൂരിഭാഗവും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സാണ്. എന്തുകൊണ്ടാണ് അവർ പുറത്താക്കിയത്? അവർക്ക് പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞിട്ടാണോ? അല്ല, അവരുടെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഏറ്റവും ബെസ്റ്റ് റവന്യൂ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാർട്ടറാണ്. പകരം അവർ ആ റവന്യൂ എടുത്തിട്ട് അവർ AI ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റാ സെൻറ്റേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ ഡിപ്ലോയ് ചെയ്യുകയാണ്. ഇവിടെ ആരാ വർക്ക് ചെയ്യുക?
ഇവിടെ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസുകാരനാണോ അതല്ല ഒരു ഡിപ്ലോമക്കാരനാണോ. അപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ്സിൻ്റെ പ്രസക്തി കുറച്ചൊക്കെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ ഇമ്പാക്ട് ചെയ്യുന്ന, AI കുറച്ചുകൂടി പെട്ടെന്ന് ഇമ്പാക്ട് ചെയ്യുന്നത് വൈറ്റ് കോളർ ജോബ്സിനെ ആയിരിക്കും, ബ്ലൂ കോളർ ജോബ്സിനാവില്ല. ആ ബ്ലൂ കോളർ ജോബ്സിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, കൂടും. അവിടെ നമ്മൾ മേ ബി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് ആ ഒരു മലയാളിക്കുള്ളൊരു പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ അവിടെ നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്താൽ, ഞാൻ പറയുന്നത് മേ ബി നമ്മുടെ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജസിനെ നമ്മൾ ഡിപ്ലോമ കോളേജസ് ആക്കി മാറ്റണം. നമുക്ക് ഇത്രയധികം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമില്ല. വി ആർ ഹാവിങ് ഓവർ സപ്ലൈ. തീർച്ചയായും. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്ത് ഉള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വരുമ്പോഴും ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടില്ലേ, സമരം തമാശ രൂപേണ പറയും, സമരം നടന്ന നാടാണെന്ന് പറയും. പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ മെഷീൻസ് വന്നപ്പോൾ അത് ചെയ്ത ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടെങ്കിലും മറ്റ് പല ജോലികൾ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ജോബ്സ് മുന്നിലേക്ക് പോയുള്ളൂ, പ്രൊഡക്ടിവിറ്റി കൂടിയുള്ളൂ, ആൾക്കാരുടെ ജീവിതം ബെറ്റർ ആയുള്ളൂ എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എയുടെ കേസിൽ ആ വാദം ശരിക്കും ഒരിക്കലും നടക്കില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. AI കോഗ്നിറ്റീവ്ലി കേപ്പബിൾ ആണ്. അവർക്ക് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ ബിൽഡ് ചെയ്യാനും അതിനെ ഷിപ്പ് ചെയ്യാനും അതിന്റെ ഇമ്പാക്ട് റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരാനുമുള്ള എൻറ്റയർ എൻഡ് ടു എൻഡ് കേപ്പബിലിറ്റി AI ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അജ്മൽക്ക് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ റിയൽ ആകുന്നത്. അപ്പോൾ AI നമ്മുടെ മനുഷ്യന്റെ ഹിസ്റ്ററിയിൽ ഒരിക്കലും ഇതുവരെ നടന്നതുപോലെയല്ല, ഇത്തവണ മനുഷ്യൻ ആക്ച്വലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം നടക്കുന്നത് ഈ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന, മോസ്റ്റ്ലി ഒരു കാര്യം അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിനൊരു ഔട്ട്പുട്ട് വരുന്ന പോലുള്ള വർക്കുകളിലാണ് ഏറ്റവും ആദ്യം ഇമ്പാക്ട് ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ AI പ്രൂഫ് എന്നുള്ള ഒരു ലെൻസ് കൂടി വെച്ച് നോക്കണം എന്നുള്ളത്. അതായത് വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഇപ്പോൾ പല കുട്ടികളും ഉണ്ടാവും, അവർ ചിലപ്പോൾ ഇത്രയും കാലം അവർ എക്സലൻ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പല റീസൺസും ഉണ്ടായിരിക്കും. അവർ എൻവയോൺമെൻറ്റ് കാരണമോ അവർ ചിന്തിക്കാത്ത കാരണമോ ഒക്കെ ആയിരിക്കും. പക്ഷെ എപ്പോഴും പാരൻസിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്താ, എൻ്റെ കുട്ടി വളരെ അടിപൊളിയാണ്, ഉഷാറാണ്, അവന് ചാൻസ് കിട്ടിയാൽ അവൻ ഇത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവനെ ബിടെക്കിന് വിടാം. ഞാൻ പറയുന്നത് അവനെ ബിടെക്ക് വിടുന്നതിനേക്കാളും നല്ലത് അവന് മേ ബി എക്സൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഡിപ്ലോമ പ്രോഗ്രാമിലായിരിക്കാം. അവന് ചിലപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ബേർഡൻ അത്ര ഉണ്ടാവില്ല, അവന് വലിയൊരു അക്കാഡമിക് ലോഡ് എടുക്കേണ്ടി വരില്ല. പക്ഷേ അവന് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ കൂടുതൽ കിട്ടും. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ എന്നുള്ളത്. ഇതേപോലെ തന്നെ ബ്ലൂ കോളർ ജോബ്സിന് ഹാൻഡ്സ് ഓൺ ആയിട്ട് പല കാര്യങ്ങളിൽ ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവാം. നമ്മൾ ആ അഭിമാനബോധമൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ഇതെല്ലാം ഡിഗ്നിഫൈഡ് ആയിട്ട് കാണേണ്ടതാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലോട്ട് നമ്മുടെ സൊസൈറ്റി എത്തുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കൂടിയാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എത്തട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ? അതായത് AI കാരണം ഇമ്പാക്റ്റ് ആകാൻ പോകുന്ന, ഏറ്റവും ആദ്യം ഇമ്പാക്റ്റ് ആകാൻ പോകുന്നത് ഏതൊക്കെ മേഖലകളായിരിക്കും? ഡെഫിനറ്റ്ലി കോഡിങ് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റ് ഈ പറഞ്ഞതുപോലെ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ടീമിൻ്റെയോ ഒരുപാട് വലിയ എൻജിനീയേഴ്സിൻ്റെയോ ആവശ്യമില്ല. അത്യാവശ്യം ഒരു ലോജിക്കൽ തിങ്കിങ് മറ്റൊക്കെ ഉള്ള ആൾക്ക് വൈബ് കോഡിങ് വഴി തന്നെ, അല്ലെങ്കിൽ അയാൾക്ക് ഇനി വൈബ് കോഡിങ് അല്ലെങ്കിൽ പോലും അയാൾക്ക് ഒരു 5 ആളെടുക്കേണ്ട പണി ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് എടുക്കാം. റൈറ്റ്? ഇത്തരത്തിലുള്ള പല ഫീൽഡുകൾ, ഇപ്പോൾ ലീഗൽ ഫീൽഡ് ആവട്ടെ, ഈവൻ മാനേജ്മെൻറ്റ് ഈസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിറ്റ് പോകുന്നൊരു പ്രോഗ്രാമാണ് BBA എന്നുള്ളത് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ. പക്ഷേ മാനേജ്മെൻറ്റ് എന്നുള്ളിടത്ത് എന്താണ്, ഈവൻ വലിയ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് കമ്പനീസ് പോലും ഇന്ന് AI ടൂൾസ് വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിക്കുന്നില്ലേ. അത്രയധികം മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിന് ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു ഈ കോഗ്നിറ്റീവ് എബിലിറ്റി, റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാം അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ കുറച്ച് ഫിസിക്കൽ സംഭവങ്ങൾ ഉള്ള സാധനങ്ങൾ ലെസ് ചലഞ്ചഡ് ആണെന്ന് പറഞ്ഞു. ആസ് ഓഫ് നൗ അതുപോലെ തന്നെ ലെസ് ചലഞ്ചഡ് ആയിട്ടുള്ള സാധനമല്ലേ ഹ്യൂമൻ ഇമോഷൻസ്, എംപതി, അക്കൗണ്ടബിലിറ്റി നിലനിൽക്കുന്ന മേഖലകളിലും ലെസ് ഇമ്പാക്റ്റഡ് ആയിരിക്കും. അതായത് AI എന്നുള്ളത്, എന്നോട് പല ആൾക്കാർ ചോദിക്കും AI ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യും. ഞാൻ പറയുന്നത് AI ആസ് ഓഫ് നൗ ഒരു മീഡിയോക്രിറ്റിയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ AI-നെക്കാളും ബെറ്റർ ഡിസൈൻ ചെയ്യാൻ, ജെമിനിനേക്കാളും ബെറ്റർ ഡിസൈൻ ചെയ്യാൻ സാധിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനർ ആവാൻ സാധിക്കുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളെന്തിനാ, നമുക്കൊരു AI ടൂള് പോലെ. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജെമിനി ഈസ് ലേണിംഗ് മച്ച് ഫാസ്റ്റർ ദാൻ അസ് എന്നുള്ളതാണ്. റൈറ്റ്? അത് ഒരു 3 വർഷം മുമ്പുള്ള ഒരു ജെമിനിയോ ChatGPT എല്ലാം മുമ്പുള്ള ആ ബേസ് ലൈൻ ഇങ്ങനെ മാറുകയാണ്. ബേസ് ലൈൻ മാറുന്നതിനനുസരിച്ച് മനുഷ്യന്മാരും ഇങ്ങനെ ബെറ്റർ ആയിട്ട് വരണം. പക്ഷേ മനുഷ്യന്മാർ ബെറ്റർ ആയിട്ട് വരുമ്പോൾ മനുഷ്യന്മാരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിർത്തുന്നത് എന്താണ്? അത് ഈ പറഞ്ഞ പോലെ അവൻ്റെ ഒരു ഹ്യൂമൻ ഇമോഷൻസുമായി ബന്ധപ്പെട്ട, ഹ്യൂമൻ സ്കിൽസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റൈറ്റ്? ഇപ്പോൾ ഒരു ഡോക്ടറെ നമുക്കെടുക്കാം. ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് നടത്താൻ ഇന്നൊരു AI ടൂളിന് ഒരു പക്ഷേ
ഡോക്ടറെക്കാളും ബെറ്റർ ആയിട്ട് പറ്റും. പക്ഷേ അതൊരു എമ്പതിയോട് കൂടിയിട്ട് ഒരു രോഗിയോട് നിങ്ങൾക്കുള്ള അസുഖം എന്താണെന്നുള്ളതും നിങ്ങൾ ആശ്വസിക്കണം എന്നുള്ളതും നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതും മേ ബി ഒരു രോഗിയോട് കൺവേ ചെയ്യാൻ വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള നല്ലൊരു ഡോക്ടർക്കായിരിക്കും എന്ത് ചെയ്യുക, അയാളാണ് ഇനി നല്ല ഡോക്ടർ ആവുക. അതായത് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പോയിന്റ്, നമ്മളൊരു പ്രൊഫഷൻ്റെ ഒരു ടോപ്പ് 1% എത്താൻ നമുക്ക് പ്രയാസമാണ്, ശരിയല്ലേ? ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയർ ആവാൻ, ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ആവാൻ, ഏറ്റവും ബെസ്റ്റ് കോഡർ ആവാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷേ നമുക്ക് 2 നമുക്ക് ടോപ്പ് 20% വന്നൂടെ? ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വെൻ ഡയഗ്രാം അല്ലെ, 2 സർക്കിൾസ് ഇൻ്റർസെക്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. അത് രണ്ടുമുള്ള ഒരു ടോപ്പർ ആവാൻ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ ജോബ് ലിസ്റ്റുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ആളുകളെ ആവശ്യമുണ്ട്. ഗൂഗിൾ പോലത്തെ ഒരു സോഫ്റ്റ്വെയർ കമ്പനീസിന് എന്തിനാണ് ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ഒരാൾ ആവശ്യം? ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളത് ഭാഷാശാസ്ത്രമാണ്, ഈവൻ ലാംഗ്വേജ് പോലെയല്ല. അതായത് ഞാൻ ഹായ് ഗൂഗിൾ എന്നോ അല്ലെങ്കിൽ ഹായ് അലക്സ, ഹായ് സിരി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ആക്സെൻറ്റിലോ സ്ലാങ്ങിലോ അല്ല ഒരു US ആൾ പറയാം, ഒരു ആഫ്രിക്കക്കാരൻ പറയാം, ഒരു അറബ് പറയാം, ഒരു UK ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ ലാംഗ്വേജിൻ്റെ വളരെ സ്മോളർ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാൾ ആവശ്യമാണ്. ഈ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാൾ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു, അല്ലേ, നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വലിയൊരു ഏരിയ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആൾക്ക് കുറച്ച് മെഷീൻ ലേണിംഗ് അയാൾ അറിയേണ്ടതുണ്ട്, എന്നാലേ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മെഷീൻ ലേണിംഗ് പഠിച്ച ഒരാൾക്ക് കുറച്ച് ലിംഗ്വിസ്റ്റിക്സും അറിയേണ്ടതുണ്ട്. ഈ കോമ്പിനേഷൻ വരുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു എക്സ്പേർട്ടീസ് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്യുവർ ലിംഗ്വിസ്റ്റിനോ ഒരു പ്യുവർ കോഡർ അല്ലെങ്കിൽ പ്യുവർ മെഷീൻ ലേണിംഗ് എക്സ്പേർട്ടിനോ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഇത് രണ്ടും കൂടി അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അത് അയാളെ ഒരു സ്കിൽ സെറ്റിനെ ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റും. ഇത് ഇനി ഡെഫിനറ്റ്ലി ഒരു ഡൊമൈൻ റിലേറ്റഡ് സ്കില്ലാവണമെന്നില്ല, നല്ല എംപതി ഉള്ള ഒരു ഡോക്ടർ, ഒരു നല്ല പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉള്ള, നല്ല അനലിറ്റിക്കൽ തിങ്കിങ് ഉള്ള ഒരു നല്ല എഞ്ചിനീയർ, റൈറ്റ്? ഒരു വക്കീലിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെ 1965 സുപ്രീം കോർട്ടിലെ ഇന്ന കേസിൽ ഇന്ന് പറഞ്ഞു എന്നുള്ളതൊന്നും അയാൾ ഇന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതാര് ചെയ്യും? ChatGPT ക്ലോഡോ ജെമിനിയോ ചെയ്യും. പക്ഷേ 2 പാർട്ടീസ് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മേ ബി കോർട്ടിലെത്തിക്കാതെ അത് മീഡിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന നല്ലൊരു ലോയർ, റൈറ്റ്? ആ ഒരു മീഡിയേഷൻ കപ്പാസിറ്റി ഉള്ള ലോയർ. ഇത് ഇങ്ങനത്തെ 2-3 സ്കിൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്താണ് ഇനി ഹ്യൂമൻസിന് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പം മേ ബി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു 2-3 ഡൊമൈൻസിൽ, ഈവൻ അതൊരു ഹ്യൂമൻ സോഫ്റ്റ് സ്കിൽസ് ആവാം, അതിലൊരു ടോപ്പ് 20% എത്തുക. ഈ ഒരു ഇൻ്റർസെക്ഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടെത്താം. അപ്പോൾ ഈ ഒരു AI ചർച്ചയിലേക്ക് കടന്നു പോയാൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നീണ്ടു പോയുള്ളൂ. അതെ, കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇവിടെ പുറത്ത് വരുന്നത് ഞാൻ ഇത്രയും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഒന്ന്, AI ഇമ്പാക്ട് വളരെ റിയൽ ആണ്. മുന്നിലേക്ക് അത് എത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് കോൺസ്പിറസി തിയറികൾ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിലേക്ക് നമ്മൾ പോയാലാണ് നീണ്ടുപോവുക. അപ്പൊ അതെല്ലാം നിലനിൽക്കുമ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് നമുക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട് AI ഇമ്പാക്ട് കുറഞ്ഞ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. 1. 2, ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം, നമ്മൾ എപ്പോഴും ലേൺ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കുക എന്നുള്ള പോയിന്റാണ്. അപ്പോൾ കാരണം ഇന്ന് നമുക്കുള്ള വിസ്ഡം വെച്ചിട്ട് നമ്മൾ AI മനസ്സിലാക്കുന്നു, നമ്മുടെ സ്വന്തം സ്വഭാവം മനസ്സിലാക്കുന്നു, സ്വന്തം ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നു, എല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ എടുത്തിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ എന്തും മാറാം, നമ്മുടെ ആഗ്രഹങ്ങൾ മാറാം, നമ്മുടെ സ്വഭാവം മാറാം, AI ഇമ്പാക്ട് മാറാം. അപ്പോൾ മാറിയ ലോകത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആകണമെങ്കിൽ നമ്മൾ ലേണബിലിറ്റി ഉണ്ടാകണം. അപ്പോൾ കാര്യങ്ങൾ ക്വിക്കായി ലേൺ ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് മാറല്ലേ ഇപ്പോൾ ശരിക്കും സക്സസിന്റെ ഒരു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വേണ്ട ഒരു സ്കില്ല് എന്നുള്ളത് എന്തും ലേൺ ചെയ്തെടുക്കാനുള്ള സ്കില്ലാണ്. മനുഷ്യന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാരിക്കോ ഞാനോ യൂട്യൂബ് ആരോ നമുക്ക് പഠിപ്പിച്ചു തന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ നമുക്ക് ജന്മനാ കിട്ടിയ കഴിവോ അല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു എന്താ പറയുക, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്കില്ലാണ്. കുറേ ഒബ്സർവേഷനിലൂടെ, കുറേ പ്രാക്ടീസിലൂടെ നമ്മൾ ലേൺ ചെയ്തെടുത്തൊരു സ്കില്ലാണത്. ഇതേപോലെ ആർക്കും എന്തും ലേൺ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ബ്രെയിൻ എന്നുള്ളത് ഇസ് ന്യൂറോ പ്ലാസ്റ്റിക്, റൈറ്റ്? പുതിയ ന്യൂറോൺ കണക്ഷൻസ് ഉണ്ടാവും. ഉള്ള ന്യൂറോൺ കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യപ്പെടും. നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള റിസോഴ്സ് ടൈമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ടൈം നമ്മൾ എവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് ഒരു ഹാർഡായിട്ടുള്ള ഒരു പാത്ത് നമ്മൾ ചൂസ് ചെയ്യണം. ഒരു പക്ഷേ അന്ന് കുട്ടികൾക്ക് മേ ബി മിസ്സായി പോകുന്ന, പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇന്നെല്ലാം ഈസിലി അവൈലബിൾ ആണ്.
നമ്മളെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല ഇഷ്ടം. അപ്പോൾ അപ്പുറത്ത് ഒരു മാത്സ് പ്രോബ്ലം ഉണ്ട്, ഇപ്പുറത്ത് 10 റീല് കാണാം. നമ്മൾ 10 റീല് കാണുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുക. അതിന് കാരണം എന്താ, അതിന് നമ്മളൊന്ന് ആലോചിക്കേണ്ട, എങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. എന്നാൽ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇപ്പം നോട്ട് ചെയ്യുന്നത് കുട്ടികൾ മാൾ പ്രാക്ടീസുകളിലോട്ട് പോകുന്നുണ്ട്. ഈ ഒരു എക്സാം പ്രഷർ, മറ്റ് പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇത് ഒരു മാൾ പ്രാക്ടീസിലോട്ട് കുട്ടികൾ പോകുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കാര്യത്തിൽ ലേൺ ചെയ്യുക എന്നുള്ളത് ഒരു കഴിവായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് എക്സ്പോഷർ എപ്പോഴും പാരൻസ് ശ്രദ്ധിക്കേണ്ടത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇത് കേൾക്കുന്ന ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ദർ ഇസ് എ സർട്ടൻ സ്ട്രഗിൾ. ആ സ്ട്രഗിൾ ഇല്ലെങ്കിൽ ലേണിംഗ് ഇല്ല എന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ചിന്ത ഫ്രെയിംവർക്ക് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ശരിക്കും ഏജ് ഓൾഡ് അഡ്വൈസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനും വീഡിയോയിൽ കൊടുത്ത അഡ്വൈസ് ഉണ്ട്, പാഷനെ ഫോളോ ചെയ്താൽ പോരെന്ന്. അതൊരു പഴയൊരു ഫ്രെയിംവർക്ക് ആണല്ലോ. എന്താ പഠിക്കേണ്ടത്, എന്ത് കോഴ്സ് എടുക്കേണ്ടത്, എന്താണോ നിങ്ങൾക്ക് പാഷൻ ഉള്ളത് അത് ഫോളോ ചെയ്താൽ പോരെ എന്നൊരു അഡ്വൈസ് ഉണ്ട്. അപ്പോൾ ശരിക്കും അത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഇങ്ങനൊരു സയന്റിഫിക് ഫ്രെയിംവർക്ക് സംസാരിക്കുമ്പോൾ അത്രയും ഏജ് ഓൾഡ് ഫേമസ് ആയിട്ടുള്ള പാഷൻ ഫോളോ ചെയ്യൂ എന്നുള്ള ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഈ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് വി ലവ് ടു ഡു എന്നുള്ളതാണ്. പാഷനെ ഫോളോ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അഡ്വൈസാണ്. ഒന്ന്, പല ആളുകൾക്കും പാഷൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. നമ്മൾ കൂടെ പഠിച്ച എത്ര ആളുകളെ നമുക്ക് അറിയുന്ന എത്ര ആൾക്ക് സ്വന്തം പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2, പാഷനെ പലതും കരിയറാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പാഷനെ സാധാരണ പറയാറുള്ള എക്സാമ്പിൾ, രാത്രി 12 മണിക്കും നമ്മൾ ഉറങ്ങാതെ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സംഭവമാണ് പാഷൻ. രാത്രി 12 മണിക്ക് ഒരു പക്ഷേ ഒരു മന്തി കഴിക്കാൻ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ വിളിച്ചാൽ വരും. ഇതൊക്കെ നമുക്ക് കരിയറാക്കാൻ പറ്റുമോ? എല്ലാം നമുക്ക് കരിയറാക്കാൻ പറ്റുമോ? ഇല്ല, പറ്റിക്കോളന്നില്ല. എല്ലാ പാഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കരിയറാക്കാൻ പറ്റിക്കോളന്നില്ല. പക്ഷേ ഈ പാഷൻ, ഇപ്പം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ഫുട്ബോൾ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നു വിചാരിക്കാം. നമ്മളൊരു സ്കൂളിൽ ഫുട്ബോൾ ക്യാമ്പ് വെക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും ജനറലി ഫുട്ബോളിൽ ഇൻട്രസ്റ്റഡ് ആണല്ലോ. ഒരു 100 ആളുകൾ ആ ഫുട്ബോൾ ക്യാമ്പിലോട്ട് വരും. ഈ 100 ആളുകൾ വരുമ്പോൾ എന്തിനാണ് അവർ വരുന്നത്? ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോച്ച് അവിടെ വരുമ്പോൾ പറയും, ഫുട്ബോൾ കളിക്കാനായിട്ടില്ല, ആദ്യം നമ്മളൊരു 10 റൗണ്ട് ഓടണം, പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ സ്വപ്നങ്ങളൊക്കെ ഒന്നൊരു പരിപാടി. അപ്പോൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഫുട്ബോൾ കളിക്കും. അപ്പോൾ അവൻ ആലോചിക്കും, എന്തിനാ ഞാൻ ഈ ക്യാമ്പിൽ വന്നത്? അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഈ 100 ആളുകളുടെ ഒരു 50 ആളെ ക്യാമ്പിൽ ഉണ്ടാവുള്ളൂ. ഒരു വർഷം കഴിഞ്ഞാലോ ഒരു 10 ആൾ ക്യാമ്പിനുണ്ടാവും. പക്ഷേ ദ റിയാലിറ്റി ഈസ് ദാറ്റ് ഈ 10 ആളുകൾ ബാക്കി 90 ആളുകളെക്കാളും ബെറ്റർ ഫുട്ബോളേഴ്സായി മാറിയിട്ടുണ്ടാവും. ആൻഡ് ദേ ആർ റിയലി പാഷനേറ്റ് അബൌട്ട് ദാറ്റ്. പാഷൻ ഈസ് എ സൈഡ് എഫക്റ്റ് ഓഫ് മാസ്റ്ററിങ് സംതിങ് എന്ന് കാൽ ന്യൂപോർട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു വിഷയത്തിൽ നമ്മളിങ്ങനെ എന്താ പറയുക, പഠിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു വളരെ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അതിൻ്റെ ഒരു ചാലഞ്ച് നമുക്ക് ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇനിയും കുറേ പഠിക്കാനുണ്ടല്ലോ, റൈറ്റ്? ഇതിങ്ങനെ പഠിച്ചു പോകുമ്പോൾ അതിലെന്ത് ചെയ്യും, നമ്മൾ എക്സ്പെർട്ടീസ് നേടും. ഈ എക്സ്പെർട്ടീസ് നേടുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിലെന്തായി മാറുന്നത്, പാഷനേറ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. വളരെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിൽ എന്നെ വളരെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും എനിക്ക് പാഷൻ ആയിരുന്നില്ല. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പാഷൻ ആയിട്ട് പോയി പഠിച്ച് അതിൽ ഞാൻ നന്നായതല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ പല കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിന്റെ കൂടെ അത് ട്രൈ ചെയ്തു. അതിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയപ്പോൾ, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ, അവിടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയപ്പോൾ അതെന്റെ പാഷനായി മാറിയതാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായി ഞാൻ നേരത്തെ പറഞ്ഞ മാത്സിന്റെ കാര്യം, മാത്സ് എനിക്കൊരു പാഷൻ അല്ലായിരുന്നു. എന്നാൽ മാത്സ് കുറേ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ ചെയ്യാനുണ്ട്, റൈറ്റ്? ഇതിൽ നമുക്കൊരു ഹാപ്പിനെസ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇത് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് ദർ ആർ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ചാലഞ്ചസ്. അപ്പോൾ മാത്സ് എനിക്ക് പാഷനായി മാറി. ഞാനൊരിക്കലും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരിക്കലും ഒരു പബ്ലിക്കലി ഒരുപാട് സംസാരിച്ചിരുന്ന ഒരാളല്ല. പ്രസംഗത്തിനൊക്കെ ആരെങ്കിലും തള്ളിവിട്ടാൽ മാത്രം കയറിയിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഏതൊരു സമയത്ത് നമ്മൾ സംസാരിക്കേണ്ടി വന്നു. ആ സംസാരിക്കേണ്ടി വന്നപ്പോൾ അത് നമുക്ക് കുറച്ച് എക്സ്പെർട്ടീസ് കിട്ടി. അടുത്ത തവണ കുറച്ചുകൂടി ബെറ്ററായി സംസാരിച്ചു. അപ്പം മനസ്സിലായി ഇനിയും ബെറ്ററാക്കാമെന്ന് മനസ്സിലായി. അങ്ങനെ അതൊരു പാഷനായിട്ട് അത് മാറുകയാണ്. നമ്മുടെ കാൽ ന്യൂപോർട്ട് ഡീപ്പ് വർക്ക് പുസ്തകം എഴുതി അദ്ദേഹം ഇതിനെ വിളിക്കുന്നത്, നമുക്ക് പാഷൻ മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്, നമുക്കൊരു ക്രാഫ്റ്റ്സ്മാൻ മൈൻഡ് സെറ്റാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ക്രാഫ്റ്റ്സ്മാൻ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. നമ്മുടെ കരിയർ എന്നുള്ളത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട്, നമ്മൾ ആഴത്തിലോട്ട് ഇറങ്ങണം. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഈ പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മൾ ആക്ഷൻ എടുത്ത് നമ്മൾ അതിൽ ആഴത്തിലോട്ട് ഇറങ്ങണം. ആഴത്തിലോട്ട് ഇറങ്ങിയാൽ ദർ വിൽ ബി സ്ട്രഗിൾ.
ഡെഫിനറ്റ്ലി ദർ വിൽ ബി സ്ട്രഗിൾ. നമുക്ക് ഒറ്റയടിക്ക് നമുക്കൊരു പുതിയ കാര്യം നമുക്ക് പഠിച്ചെടുക്കാം. ലോകത്ത് എത്രയോ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. LLMs വന്നു, എല്ലാവർക്കും പുതിയതല്ലേ. ഇത് എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. LLMസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, റൈറ്റ്? പക്ഷെ ആഴത്തിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അതിൽ കോമ്പീറ്റൻസ് നമ്മൾ കൂടുക. ആ കോമ്പീറ്റൻസ് കൂടുമ്പോൾ നമുക്ക് വീണ്ടും ആഴത്തിൽ ഒരു നെക്സ്റ്റ് ലെവൽ പ്രോബ്ലം നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? ഇങ്ങനെ ആണ് മനുഷ്യൻ പോകേണ്ടത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പറഞ്ഞ പോലെ സ്ട്രഗിൾ എടുക്കാൻ നമുക്ക് വയ്യ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മേ ബി താഴെ ലെവലിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ദർ ഈസ് നോ ലേണിംഗ് വിത്തൗട്ട് സ്ട്രഗിൾ. ഈ സ്ട്രഗിൾ എടുക്കുമ്പോഴേ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തുകയുള്ളൂ. ഈ ക്രാഫ്റ്റ്സ്മാൻ മൈൻഡ് സെറ്റിന് 2 കാര്യങ്ങൾ വേണമെന്നാണ് കാൽ ന്യൂപോർട്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് യു ഷുഡ് ബി റെഡി ടു സ്ട്രഗിൾ ടു ലേൺ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വി ഷുഡ് ഓൾവേസ് സീക്ക് ഫീഡ്ബാക്ക്. ആളുകളുടെ അടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക, റൈറ്റ്? സോ ദാറ്റ് വി ക്യാൻ ബിക്കം ബെറ്റർ അറ്റ് ദാറ്റ്. അപ്പോൾ ഈ പാഷൻ എന്നുള്ളത് ഒരു ഏജ് ഓൾഡ് കൺവെൻഷണൽ ഒരു ഈസി വേ ടു പുട്ടിട്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ അതേ സെയിം സാധനത്തിന് തന്നെയാണ് നമ്മളൊരു സയന്റിഫിക്കായി സ്ട്രക്ചർ ആക്കി ഫ്രെയിംവർക്ക് ആക്കി ബെറ്റർ ആക്കിയത്. കാരണം നമ്മുടെ പോയിന്റ് നമ്പർ 2 എന്താണ്, വാട്ട് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. അപ്പൊ അത് പാഷന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്, ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ കൂടെ റിയൽ വേൾഡിൽ ആവശ്യമായ എന്നാൽ ഈ ഇഷ്ടമുള്ള സാധനം ഒരു നല്ല കരിയറിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ പൈസ ഉണ്ടാക്കി തരുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? അതുപോലെ നമ്മൾ ഏറ്റവും അവസാനം ഈവൻ അതിൽ ഒരു കാര്യം കൂടെ അറിയാം, നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? അതെ, കറക്റ്റ്. ഇപ്പൊ നിങ്ങൾ ആർട്ടിസ്റ്റിക് ആണ് ഒരു കുട്ടി എന്ന് പറയും, അവരൊരു ബിഡെസിന് പോകണമെന്നുണ്ടെങ്കിൽ ദേ വിൽ നീഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രാക്ടീസ്. കാരണം ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി അവർ റെഡി ആവണം. നേരത്തെ പറഞ്ഞ പോലെ അത് മേ ബി ഒരു ആർട്ട് കുറച്ചും കൂടി ഒഫീഷ്യലായിട്ട് അവർ പഠിക്കും. ആർട്ട് ഒഫീഷ്യലായി പഠിച്ചവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. പഠിക്കാത്തവരും വരക്കും, പഠിച്ചവരും വരക്കും. പക്ഷെ പഠിച്ചവർ വരക്കുമ്പോൾ അവർ കുറച്ചുകൂടി അതിൽ പ്രൊഫഷണൽസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ഉത്തരം നമ്മൾ ഓൾറെഡി കൊടുത്തു എന്നുള്ളത്. അതായത് നേരത്തെ പ്രോമിസ് ചെയ്തൊരു സംഭവം ഉണ്ട്, നമ്മളിങ്ങനെ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുമ്പോൾ ഏതെങ്കിലും സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ, എവിടെയെങ്കിലും ഉത്തരം തെറ്റിപ്പോയാൽ, എവിടെയെങ്കിലും നമ്മൾ റോങ് ഡിസിഷൻ എടുത്തു പോയാൽ പണി പാളിയില്ല എന്നുള്ളതിനൊരു ഫെയിൽ പ്രൂഫ് സാധനം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? നമ്മൾ കൊടുത്തു. ഞാനിപ്പോ പറഞ്ഞു വരുമ്പോൾ വളരെ നാച്ചുറലി എനിക്കും അത് വന്ന് ഫിറ്റായി. നമ്മൾ ഇന്ന് എടുക്കുന്ന ഡിസിഷൻ ഇതല്ലേ ആൻസർ. ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ പറയാം, ഇതല്ലേ ആൻസർ എന്ന് വേണമെങ്കിൽ കൺഫേം ചെയ്തോളൂ. അതായത് നമ്മൾ ഈ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒന്നും പേടിക്കേണ്ട. നമുക്ക് ഇന്ന് അറിയുന്ന വിസ്ഡം വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്നവരോട് റൈറ്റ് അഡ്വൈസ് ചോദിച്ച്, റൈറ്റ് ഗൈഡൻസ് ചോദിച്ച്, നമുക്ക് അറിയുന്നത് വെച്ച് ഡിസിഷൻ എടുക്കുക. തെറ്റി പോകുമെന്നുള്ള പേടിയേ വേണ്ട. ജീവൻ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. എന്നാണോ ക്ലാരിറ്റി കിട്ടുന്നത്, എടുത്ത ഡെസിഷൻ തെറ്റിപ്പോയി അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻ വന്നു, എടുത്ത ഡെസിഷൻ മാറ്റേണ്ടതുണ്ട് എന്ന് മാറ്റുമ്പോൾ മാറ്റിയാൽ മതി. അന്ന് അത് മാറ്റാനുള്ള മനസ്സ് കാണിക്കണം, അന്നൊരു ഏജൻസി കാണിക്കണം, അന്ന് ലേൺ ചെയ്യണം, അന്ന് അഡാപ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി. നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡും വേണം. ആറ്റിറ്റ്യൂഡ് ഇൻ ദ സെൻസ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് സീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഞാനൊരു കുട്ടിയുടെ കഥ, ഞാൻ ആ കുട്ടിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ കണ്ടു, ഒരു കുട്ടി ഹാർവാർഡിലോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ തേടി പിടിച്ചു. അപ്പോൾ അന്ന് ആൾ പോവാണ്. അപ്പോൾ അന്ന് സൂമിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുത്തു. 10-12 മിനിറ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇറ്റ് വെൻ ഫോർ 55 മിനിറ്റ്സ് അറൗണ്ട്. ഹനാൻ എന്നാണ് ആ കുട്ടിയുടെ പേര്, പെൺകുട്ടി. അപ്പോൾ ഹനാൻ്റെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നി. ഹനാൻ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ, അപ്പോൾ ഹനാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്തു, കിട്ടിയില്ല. അപ്പോൾ ആൾ വിചാരിച്ചു ഐ എം ഗുഡ് ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലിറ്ററേച്ചറിന് ചേർന്നു. ആ സമയത്താണ് ഐസർ ബർഹാംപൂറിൽ ബയോളജിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ആൾക്ക് തോന്നി ഐ എം ബെറ്റർ അറ്റ് ബയോളജി. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ഒഴിവാക്കിയിട്ട് ഐസർ ബർഹാംപൂറിൽ പോരാണ്. ഐസർ ബർഹാംപൂർ എന്നുള്ള പുതിയ ഐസേഴ്സിൽ ഒന്നാണ്. അങ്ങനെ ഐസർ ബർഹാംപൂറിൽ പോയപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ സയൻസ് റിസർച്ചിനോട് കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഫൈനൽ ഇയർ എനിക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ഉണ്ടാവില്ല, തീസിസ് ഉണ്ടാവും. പക്ഷേ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഐസർ കൊടുക്കുന്നില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേ ബി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പറയാണ് ഞാൻ മെയിൽ അയച്ചു, ഒരുപാട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സിന് മെയിൽ അയച്ചു. ഞാൻ ചോദിച്ചു എത്ര ആളുകൾക്ക് മെയിൽ അയച്ചിട്ടുണ്ടാവും? ഞാനൊരു 100 പ്രൊഫസേഴ്സിന് മെയിൽ അയച്ചു. 100 പ്രൊഫസേഴ്സിന് മെയിൽ അയക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെ ഏരിയ ഓഫ് വർക്ക് ഡിഫറൻ്റ് ആണ്. നമുക്കറിയാലോ, ഒരു പ്രൊഫസർക്കുള്ള മെയിൽ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഏരിയ, അവരുടെ വർക്കൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ആൾ റിപ്ലൈ ചെയ്യുന്നു? ഒരാൾ റിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് US ജനീലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസർ റിപ്ലൈ തരികയാണ്, ഇവിടെ വരാം. അങ്ങനെ അവൾ ഫുൾ ഫണ്ടിങ്ങോട് കൂടിയിട്ട് ഫൈനൽ ഇയർ ഇതിന് വേണ്ടിയിട്ട് അവിടെ പോവാണ്. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് കണ്ടപ്പോൾ ഇത് കൊള്ളാം, എനിക്ക് PhD ഇവിടെ തന്നെ വേണം. അപ്പോൾ അവിടെ ഒരു 5 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നു. അതിൽ ഹാർവാർഡ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻഡിയാഗോ, ടെക്സാസ് A&M, മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, 4 സ്ഥലത്ത് PhDക്ക് അവൾക്ക് അഡ്മിഷൻ കിട്ടുക. അതിൽ നിന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് പോവാണ്. അപ്പോൾ അവളിനോട് പറഞ്ഞു നിങ്ങൾക്ക് നോക്ക് വാട്ട് എവർ ഡോർസ് യു ക്യാൻ. അതാണ് അവളിനോട് പറഞ്ഞത്. നിങ്ങൾക്ക് മുട്ടാവുന്ന വാതിലുകളൊക്കെ നിങ്ങൾ മുട്ടുക. ലൈഫിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് സീസ് ചെയ്യുക. അത് ചിലപ്പോൾ ആരോടെയും സംസാരിക്കാനായിരിക്കും, ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിരിക്കും, ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിരിക്കും. വില്ലിങ്നെസ്,
ഇതിനൊക്കെ അപ്പുറം നമുക്ക് വേണ്ട ഒരു കാര്യം എന്തും ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ്. നമുക്ക് നഷ്ടം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഹനാനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ എനിക്ക് MBBS കിട്ടിയില്ല, എനിക്ക് എന്താ പറയുക ഇനിയിപ്പോൾ ഇത് ചെയ്യണ്ടേ, ആർട്സ് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ബയോളജി ഒരു ഐസർ പോയി പഠിക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ചാൽ എന്താ, ലൈഫ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. എത്ര ലൈഫ് വരെ നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ എത്ര കാലം ജീവിക്കണം? ഒരു 10-75 കൊല്ലം ജീവിക്കണ്ടേ? ആ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ നഷ്ടബോധം കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പം ഞാൻ അവളോട് ചോദിച്ചു എന്താ അടുത്ത പ്ലാൻ? അവൾ പറഞ്ഞു അടുത്തത് മേ ബി US ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആവണം. അത് കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് സിവിൽ സർവീസ് ട്രൈ ചെയ്യണം. ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു 20% എനിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ കുറച്ചും കൂടി നന്നായി പോയെന്ന് എനിക്ക്. റൈറ്റ്? അപ്പോൾ ഇതാണ് പ്രധാനം എന്നുള്ളത്. ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഫ്രെയിംവർക്കിന്റെ ഏറ്റവും താഴെ കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ ഇതൊരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു ലേണബിലിറ്റിയുടെ മനസ്സാണ്, അഡാപ്റ്റേഷന്റെ ഒരു മനസ്സാണ്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിലും പേടിക്കേണ്ട എന്നുള്ളതാണ്. ഡിസിഷൻസ് എടുത്ത് മുന്നിലേക്ക് ഒരു ഡിഗ്രി എടുത്തു, നിങ്ങൾക്ക് മേ ബി അതിലുള്ള എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക, ഒരു ഗവൺമെന്റ് ജോബിന് മേ ബി നിങ്ങൾക്ക് നോക്കാം. ഗവൺമെന്റ് ജോബിൽ തന്നെ കേരള PSC ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാം ഉണ്ട്, UPSC ഉണ്ട്. ഇനി അപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഏത് ഫീൽഡിൽ നിങ്ങൾ പോകുകയാണെങ്കിലും ടീച്ചിങ് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓപ്ഷനാണ്. ഇനി അതല്ല ആഴത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡും റിസർച്ച് എന്നുള്ളത് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് എബിലിറ്റി ഉള്ളവർക്ക് ഒരു ഓപ്ഷനാണ്. ഏത് ഫീൽഡിലും ബിസിനസ് തുടങ്ങാം, ഏത് ഫീൽഡിലും ബിസിനസ് തുടങ്ങാന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ്? ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ ചുറ്റും എന്ത് ചെയ്യുന്നത്, നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അല്ല, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ കഥകൾ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഫ്രെയിംവർക്ക് ഒന്നും ഫോളോ ചെയ്യാതെ എങ്ങനെയോ സർവൈവർഷിപ്പ് ബയസിൽ എത്തിപ്പെട്ടതാണെന്ന്. പക്ഷെ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ള സാധനം ഫ്രെയിംവർക്കിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ശരിക്കും എന്റെ ജീവിതത്തിലും അജ്മൽ ഖാന്റെ ജീവിതത്തിലും സംഭവിച്ചത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു സംഭവമല്ലേ. ഇപ്പൊ ഞാൻ ആണെങ്കിലും ഞാൻ പണ്ട് സംസാരിച്ചു, പിന്നെ ഞാൻ എങ്ങനെയോ എഞ്ചിനീയറിങ്ങിന് പോയിട്ട് പിന്നെ എൻ്റെ ആ ഒരു സംസാരവും പല സ്ഥലത്തു നിന്ന് കിട്ടിയ സ്കില്ലിനെയൊക്കെ വെച്ച് യൂട്യൂബ് എന്നൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അപ്പായി വന്നപ്പോൾ 2010 കഴിഞ്ഞ് 15 ആയപ്പോഴാണ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ യൂട്യൂബ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റ് ആവുക എന്നുള്ളത് പോപ്പുലർ ആയത്. 2017 ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനലാണിത്. അപ്പോൾ അന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി, എൻ്റെ സ്കിൽസ് അതിനോട് മാച്ചിങ് ആണെന്ന് മനസ്സിലാക്കി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ അത് ഉണ്ടായത് എന്ന് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചെങ്കിലും എന്നിൽ ഉള്ളത് കൊണ്ടാണല്ലോ അത് നടന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു ഫ്രെയിംവർക്ക് ഡ്രിവൺ ആയിരുന്നല്ലോ നമ്മളെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഒരു 3rd ഇയർ കോളേജിൽ പഠിക്കുമ്പോൾ നിരാശയുള്ള ആളുകൾ ഉണ്ടാവും, എനിക്കത് പറ്റില്ലല്ലോ, ഞാനത് ആലോചിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു യൂത്ത് അല്ലെങ്കിൽ 17-18 വയസ്സ് വളരെ നന്നായി സ്പെൻഡ് ചെയ്തില്ലോ എന്നൊക്കെ ആലോചിച്ച് നിരാശപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ആ നിരാശ മാറ്റി വെച്ച് നമ്മളൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നിരാശപ്പെട്ടിട്ട് നമുക്ക് ലൈഫിൽ എന്താ കാര്യം അല്ലേ? നമുക്കിങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഇറങ്ങി നമ്മളെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഷോ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഷാരിക്ക് കമ്പനി റൺ ചെയ്യുന്നു, ഞാനൊരു കമ്പനി റൺ ചെയ്യുന്നു, നമ്മൾ ഹയർ ചെയ്യുന്നത് ആളുകളുടെ ഡൊമൈൻ സ്കില്ലിനേക്കാളും ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ? ശരിക്കും അല്ലേ എന്നുള്ള ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ഒരു ഹയറിംഗ് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, എന്താണ് ഐ ആം ഇൻട്രസ്റ്റഡ്, ഇത് മാത്രമാണുള്ളത്, ഐ ആം ഇൻട്രസ്റ്റഡ്, ഒരു ഹയറിംഗ് പോസ്റ്റ് ഇട്ടപ്പോൾ. അപ്പോൾ ഞാൻ തിരിച്ചൊരു മെയിൽ അയച്ചു. അപ്പോൾ ആളുടെ മെയിലിന് താഴെ പോലും അയാളുടെ പേരും ഫോൺ നമ്പറൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഡു യു ഹാവ് എ CV? അപ്പോൾ അയാൾ തിരിച്ച് മെയിൽ അയച്ചു യെസ്. ഇനി ഞാൻ ചോദിക്കണം ആ CV ഒന്ന് പ്ലീസ്, ക്യാൻ യു പ്ലീസ് സെൻഡ് യുവർ CV? അപ്പോൾ ചിലപ്പോൾ അയാൾ അയക്കുമായിരിക്കാം അല്ലേ? ഇങ്ങനെയാണ് പലപ്പോഴും നമ്മളൊരു ടെമ്പററി ഗെയിൻ ആണ് പലപ്പോഴും നമുക്ക് വേണ്ടത്. എന്താണ് മണി, അല്ലെങ്കിൽ എന്താ പറയുക ഒരു വൈബ് ഉണ്ടാവുക, ഒരു ഓഫീസ് സ്പേസിലൊരു വൈബ് ഉണ്ടാവുക, അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ മാത്രം നമ്മൾ ഉൾക്കൊള്ളാതെ കുറച്ചും കൂടി ഒരു ലോങ്ങർ ആയിട്ട് ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഒന്നുകൂടി ചോദിക്കാനുണ്ടായിരുന്നത്, അങ്ങനെയാണെങ്കിൽ ലേറ്റ് ആയി പോയി എന്നൊരു തോട്ട് ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു 12th കഴിഞ്ഞുള്ള കുട്ടികളാണ് ഇത് കേൾക്കുന്നതെന്ന് നമ്മൾ പ്രൈമറിലി വിചാരിക്കുന്നു, അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ ചിന്തിച്ച് തുടങ്ങാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ 12th കഴിയുമ്പോൾ റെഡിയാണ്, 10th കഴിയുമ്പോഴാണ് ആക്ച്വലി റെഡി. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു UG കഴിഞ്ഞിട്ട് പോലും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. UG പറഞ്ഞ പോലെ Tier 3 കോളേജിൽ നിന്നായിരിക്കാം ചെയ്തത്, അല്ലെങ്കിൽ നല്ല കോളേജിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ക്ലാരിറ്റി ഇല്ല. അവർ എത്തിപ്പെട്ട സ്ഥലം ശരിയാണോ, അവർ പോകുന്ന സ്ട്രീം ശരിയാണോ, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ UG കഴിഞ്ഞെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നെവർ ലേറ്റ്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ നമ്മൾ പറയാറില്ലേ? ദിസ് ഈസ് ആപ്ലിക്കബിൾ ദർ ആൾസോ, റൈറ്റ്? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമ്മൾ ആക്ഷൻ എടുക്കുക, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അവസാനം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇത് മോർ ലൈക്ക് ഒരു ഫെയിൽ പ്രൂഫ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ഒക്കെ മോശം സംഭവിച്ചു പോയാലും, ഡിസിഷൻ മേക്കിംഗ് തെറ്റി പോയാലും, എന്ത് സംഭവിച്ചാലും
പേടിക്കേണ്ട, നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ സേവ് ആകാം, അതുകൊണ്ട് ഈ ഫ്രെയിം വർക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ്, അതൊരു ഡിഫെൻസീവ് ചിന്താഗതിയാണ്. എന്നാൽ കുറെ കൂടെ ഒഫെൻസീവ് ആകുന്ന ചിന്താഗതി എന്ന് പറയുന്നത് ഐഡിയൽ ആയിട്ട് എങ്ങനെ ചെയ്യാം. അതായത് ഐഡിയൽ ആയിട്ട് എനിക്ക് എന്റെ കരിയറിനെ ഒപ്റ്റിമൈസ് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് കരിയർ കണ്ടുപിടിക്കണം, ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫിലേക്ക് എനിക്ക് ഇവഞ്ച്വലി എത്തണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിൽ ചിന്തിച്ച് തുടങ്ങണം? അത് പാരൻസ് ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു വിഷയമാണല്ലോ. അതായത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ആസ് പാരൻസിനോട് ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ഒന്ന് യോജിച്ച് പറയാനുള്ളത്, ഡിഫറെൻറ്റ് ഫീൽഡ്സിലോട്ട് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എക്സ്പോഷർ കൊടുക്കുക, അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക. ഇത് പാരൻസ് വളരെ ഗൗരവത്തിൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിൽ അവർക്ക് ആഡ് ഓൺസ്, ഏതെങ്കിലും ഒരു ഫീൽഡിൽ അവർക്ക് ഈ ഇൻട്രസ്റ്റ് അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ റിയാസൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ ഫോർമലായിട്ടുള്ളൊരു സംഭവമല്ലേ. എൻ്റെ കുട്ടി എന്താ പറയുക, ചെറുപ്പത്തിൽ ഒരു ടോയ് എടുത്ത് അവൻ എന്താ പറയുക അതിൻ്റെ സ്ക്രൂ ഒക്കെ തിരിച്ച് അത് തുറന്ന് അത് തിരിച്ച് വെക്കാൻ പ്രാപ്തനാണ് എന്നുണ്ടെങ്കിൽ അവൻ 6 ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഈ ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ മേ ബി ചുമരൊക്കെ വരച്ച് ചിത്രം വരച്ച് വൃത്തികേടാക്കുന്നുണ്ടെങ്കിൽ അവൻ ആർട്ടിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കാനും നമ്മൾ ഈ ടെസ്റ്റ് എഴുതാൻ നമ്മൾ കാത്തു നിൽക്കേണ്ടതല്ല. ഇത് നമ്മളൊരു ഫ്രെയിം വർക്കിലോട്ട് ഇതിനെ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിൽ അവനൊരു ഈ പറഞ്ഞ പോലെ ഡെപ്ത് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കൊടുക്കുക, അതിൽ ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓൺലൈൻ ടൂൾസും മറ്റൊക്കെ അതിന് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡെപ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി കൊടുക്കുമ്പോൾ, അപ്പോൾ എത്ര നേരത്തെ തുടങ്ങണം? അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എത്ര നേരത്തെ വേണമെങ്കിലും തുടങ്ങാം. ഹെക്മാൻ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഹെക്മാൻ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹെക്മാൻ ഒരു എക്കണോമിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ്. പുള്ളി ഒരു ROI കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ മേ ബി കാണിക്കാം. ഓക്കെ, അതായത് നമ്മൾ എത്ര നേരത്തെ തുടങ്ങിയാൽ ഏറ്റവും ബെസ്റ്റ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത് ഏത് പ്രായത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനാണ്, റൈറ്റ്. അപ്പോൾ അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു LKG അല്ലെങ്കിൽ UKG പ്രായം മുതൽ തുടങ്ങുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഭാവിയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളത്. എനിക്കതിന് മേ ബി ഒന്ന് ഇന്നത്തെ കാലത്ത് നിന്ന് ആഡ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസത്തിൽ പറയാനുള്ളത്, ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിന് നമ്മൾ മണി എന്നുള്ളതിനപ്പുറം ടൈം എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് നോക്കണം. കുട്ടികളുടെ മേലെ നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ സ്കൂൾസിന് ഔട്ട്സോഴ്സ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ എത്ര സമയം നമ്മൾ ഇരിക്കുന്നുണ്ട്, അത് അവരുടെ ഒരു സ്വഭാവ രൂപീകരണം മുതൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു നമുക്ക് ഒരു ഭാവിയിലോട്ടുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏത് സമയത്തും ഏത് പ്രായത്തിലും തുടങ്ങേണ്ട, ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് മുതൽ തുടങ്ങേണ്ട ഒന്ന് തന്നെയാണ് അവൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. അത് പാരൻറ്റിൻ്റെ ഒരു പ്രൈമറി ഡ്യൂട്ടി ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പാരന്റിങ് പോലും സയന്റിഫിക്കലി ചെയ്യേണ്ട ഒരു വിഷയമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് വലിയ പാരന്റിങ് എന്നുള്ളത്. അതിനും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവണം, അതും സയന്റിഫിക്കലി ചെയ്യണം, തോന്നിയ പോലെ അല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൽ ഒരു വലിയ പോയിന്റ് ഇതായിരിക്കും. ഈ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആദ്യമേ ഇത്രയും നേരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പിന്നെ അതിനെ പരിപോഷിപ്പിച്ച് പരിപാലിച്ച് ബെറ്റർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ പാരന്റ് ആ ഉത്തരവാദിത്വ ബോധം കാണിക്കുമ്പോൾ കുട്ടിയും അങ്ങനെ ചിന്തിച്ചു തുടങ്ങും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഇൻട്രസ്റ്റ് എന്നുള്ളത് പോലും ഓപ്പർച്യൂണിറ്റീസ് എന്നല്ല ഉണ്ടാവുന്നത്. ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ നമ്മൾ പാഷൻ കണ്ടുപിടിക്കുന്നത് മാസ്റ്റർ വരുമ്പോഴാണല്ലോ, മാസ്റ്റർ സംഭവിക്കുന്നത് ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. അതെ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ലൈക്ക് ഒന്നെങ്കിൽ ബൈ ചാൻസ് സംഹൗ സംതിങ് മാജിക്കൽ ഹാപ്പൻസ് സ്കൂൾ, അല്ലെങ്കിൽ വളരെ ആക്സിഡൻ്റലായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യാം, ഈ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് മുമ്പിൽ ഇട്ട് തരാം. അല്ലെങ്കിൽ നമുക്ക് ബൈ ഡിസൈൻ നമുക്ക് കുട്ടികളുടെ മുമ്പിൽ പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊടുക്കാം. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട്. വെരി നൈസ്. കരിയർ ചോയ്സ് എന്നുള്ളതൊക്കെ പേരിലും തമ്മിലും ടെക്സ്റ്റിലൊക്കെ വരുമെങ്കിലും ഇവഞ്ച്വലി സംഭവിക്കുന്നത് ലൈഫ് ചോയ്സ് ആണ്. ഒരാളുടെ ജീവിതം എന്താകും എന്നുള്ള ഡിസിഷനാണ് ശരിക്കും ഈ കരിയറിന്റെ ഒരു കുപ്പായം ഇട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വിഷയം ഭയങ്കര ഗൗരവമുള്ളതാണ്. അപ്പൊ അത്ര ലെവറേജ് ഉള്ളൊരു ചർച്ചയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ സൊല്യൂഷൻ കൊടുത്തത്. അപ്പൊ ശരിക്കും ഈ ഒരു എൻറ്റയർ ഇക്കോസിസ്റ്റത്തില് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ ഓണസ് ഉള്ളത് കുട്ടികളിലാണോ പാരൻസിലാണോ? പാരൻസ്, കുട്ടികൾ, ടീച്ചേഴ്സ്, ഈ ഓർഡറിലാണ്. ഓർഡർ മേ ബി പറയുമ്പോൾ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആണ് ഞാൻ ഫസ്റ്റ് പറയുക. കാരണം കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഡിസിഷൻ മേക്കിംഗ്
ടീച്ചേഴ്സ് ആൻഡ് അപ്പൊ നമ്മുടെ സ്കൂൾസ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മാറേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു റഷ്യയിലോ യു എസിലൊക്കെ പഠിക്കുമ്പോൾ കരിയർ കൗൺസിലേഴ്സ് എന്നുള്ളത് അല്ലെങ്കിൽ കോളേജ് കൗൺസിലേഴ്സ് എന്നുള്ളത് അവർ വളരെ നേരത്തെ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അവരെന്തെങ്കിലും ട്രെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് പഠിപ്പിക്കണം എന്നുള്ളതൊന്നല്ല, റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിസെമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തുടങ്ങേണ്ടതുണ്ട്. ഈ എയുടെ കാലത്ത് നമ്മുടെ സ്കൂൾസും നമ്മുടെ കോളേജസും ഒക്കെ ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട വിഷയമാണ്. ഡൊമൈൻ സ്കിൽസ് എന്നുള്ളത് മേ ബി യൂട്യൂബിലൂടെ കുട്ടിക്ക് പഠിക്കാം, ഓൺലൈൻ കോഴ്സസിലൂടെ പഠിക്കാം, അതിനൊന്നും ആരുടെയും സഹായം ആവശ്യമില്ല, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്നാൽ ഈ സോഫ്റ്റ് സ്കിൽസ് കുട്ടികൾക്ക് എവിടെ നിന്നാണ് കിട്ടുക, കുട്ടികൾ എവിടെ നിന്ന് റെസിലിയൻസ് പഠിക്കുക, കുട്ടികൾ എവിടെ നിന്ന് അനലിറ്റിക്കൽ തിങ്ക് പഠിക്കുക. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു കറണ്ട് ബില്ല് 10% കുറക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് ആലോചിക്കാൻ ആ കുട്ടിക്ക് പറ്റുമോ? ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കുട്ടിക്ക് കൊടുത്തുകൂടെ? റൈറ്റ്, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് കുട്ടിക്ക്? നമ്മൾ ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റ്, റൈറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് എന്തുകൊണ്ട് ഒരു IIT എത്തുമ്പോൾ റൈറ്റ് എൻവയോൺമെൻറ്റ് വേണം, അല്ലെങ്കിൽ NIT റൈറ്റ് എൻവയോൺമെൻറ്റ് കിട്ടുമെന്നുള്ളതുണ്ടോ? നമ്മുടെ സ്കൂൾസിൽ റൈറ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മേ ബി ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ഗവൺമെൻറ് നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, അവർ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ഒരു AI കാലഘട്ടത്തിൽ നമ്മളൊരു നോളജ് എക്കണോമി ആയിട്ട് നമ്മുടെ മുമ്പിൽ എത്തണമെങ്കിൽ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് റൈറ്റായി യൂസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, അതിന് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾസ് എവിടെയാണുള്ളത്, അതിൽ നമ്മൾ ഒരു കാലത്തിനനുസരിച്ച് എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? റൈറ്റ്, നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എൻ്റെ ഒരു ബിസിനസ് മൈൻഡ് ഇപ്പോൾ ചിന്തിച്ച് പോകുന്നത് എട്ടെക് എന്നൊരു ഇൻഡസ്ട്രി ഇത്ര ഗ്രോ ചെയ്തിട്ടുണ്ട്, കുറേ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കമ്പനികൾ ബിൽഡ് ആകുന്നുണ്ട്. അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളാണ്. മേ ബി പേരൻസിന് ഒരു കോഴ്സ് വിൽക്കുന്ന ഒരു കമ്പനിക്ക് ഒരു വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളത്. പാരന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പോലും ഉണ്ട്. പക്ഷേ ഇതിലോട്ട് പാരൻസിന് ആദ്യം നമ്മൾ കുട്ടികൾക്ക് ഈ ബോധ്യം, ഏജൻസി ഒക്കെ വരണം എന്ന് പറഞ്ഞതുപോലെ പാരൻസിന് ഈ ഒരു ബോധ്യം വരണം. നേരത്തെ പറഞ്ഞ പോലെ ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ, ടാങ്ക് ഞങ്ങളാണ് എന്നുള്ളത് പാരൻസ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതുപോലെ നല്ല ടാങ്കുകൾ ഇതുപോലുള്ള ചർച്ചകളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഐ എം ഷുവർ ഇല്ലേ, ഇതുപോലെയുള്ള ഓരോ ട്രിഗേഴ്സിൽ നിന്നാണ് ഇതൊരു കൾച്ചറൽ ചേഞ്ച് ആണ്. അപ്പൊ അത് ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം ഷുവർ തിങ്സ് ആർ only going to change for the good. അപ്പോൾ ഇതുപോലുള്ള ചർച്ചകളിലൂടെ അത് നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മൾ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ വലിയ മാറ്റങ്ങൾ, ഈ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറച്ച് കുട്ടികളെങ്കിലും നല്ലത് ചെയ്ത്, അതിനേക്കാൾ ഉപരി കുറെ പാരൻസിലേക്ക് അത് നല്ലതായിട്ട് എത്തിയിട്ട് വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിൽ നമുക്ക് നിർത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നമ്മൾ തൊടാതെ പോയ കുറേ വിഷയങ്ങൾ വേറെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ മൊറാലിറ്റി എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ട്, കുറേ അധികം തലങ്ങളുണ്ട് ചർച്ച ചെയ്യാനായിട്ട്. അതെല്ലാം മുന്നിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി അതിശക്തമായിട്ട് നമുക്ക് നിർത്താം. Thank you very much. Thank you.